Good afternoon. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി മെയിൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് എസ്എ റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ എപ്പോഴും എസ്എ റൈറ്റിംഗിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു 1 year അല്ലെങ്കിൽ 2 year നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവും, PCM ചെയ്തിട്ടുണ്ടാവും. പക്ഷെ PCMന് ശേഷവും അല്ലെങ്കിൽ ആഫ്റ്റർ 2-3 years ഓഫ് പ്രിപ്പറേഷനും ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എസ്എ റൈറ്റിംഗ് പ്രാക്ടീസസ് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ നിങ്ങൾ PCM പഠിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എസ്എ എഴുതിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയിട്ടില്ല. പക്ഷെ ശരിക്കും അതിന്റെ കൂടെ വരേണ്ട ഒരു സാധനമാണ്. വളരെ നെഗ്ലക്റ്റബിൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ എസ്എ റൈറ്റിംഗിൽ നമ്മൾ ആസ്പിറൻസ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ എഫോർട്ട് കൊണ്ട് നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു പേപ്പറാണ് എസ്എ എന്ന് പറയുന്നത്. UPSCയുടെ തന്നെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് 1 എസ്എ, 2 എത്തിക്സ്, 3ാമത്തെ ഓപ്ഷണൽ എന്നുള്ളതാണ്. പക്ഷെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല. പൊതുവെ എസ്എ ലീസ്റ്റ് ബോധേഡ് ആണ്. സെക്കൻഡ് ലീസ്റ്റ് ബോധേഡ് എന്ന് പറയുന്നത് എത്തിക്സ് ആണ്. ഓപ്ഷനിൽ നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞിട്ടേ പഠിക്കുള്ളൂ എന്നുള്ള ഒരു മുദ്രാവാക്യം നിങ്ങൾ എടുത്തതുകൊണ്ട് മെയിൻസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സാധനത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഫോക്കസ് ചെയ്തിട്ടില്ല. പലപ്പോഴും ആസ്പിറൻസ് പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എസ്എ റൈറ്റിംഗ് പ്രാക്ടീസസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിഷ്യലി വെൻ വി ലുക്ക് അറ്റ് ദ എസ്എ സ്ട്രാറ്റജി പണ്ട് നോക്കുവാണെങ്കിൽ ഫ്രം 2012 നമ്മളൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ജനറൽ സ്റ്റഡീസ് ബേസ്ഡ് ആയിട്ടുള്ള എസ്എസ് ആയിരുന്നു. ജനറൽ സ്റ്റഡീസ് ബേസ്ഡ് ആയിട്ടുള്ള എസ്എസ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള എസ്എസ് ആയിരുന്നു? ഹിസ്റ്ററി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജോഗ്രഫിക്കൽ ഇഷ്യൂസിനെ പറ്റിയുള്ള ഇഷ്യൂസ് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡെമോക്രസിയെ പറ്റിയുള്ള എസ്സേ എഴുതാനായിരിക്കും പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുന്ന എസ്സേസ്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനറൽ സ്റ്റഡീസ് എസ്സേ. ഇതിന്റെ ഒരു ഗുണം, ദർ ഈസ് ആൻ ഓവർലാപ്പ് ബിറ്റ്വീൻ യുവർ GS സബ്ജക്ട്. അപ്പൊ GS-ഉമായിട്ട് ഓവർലാപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അതേ കണ്ടന്റ് വെച്ച് നമുക്ക് എസ്സേ എഴുതാൻ പറ്റുമായിരുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചർ ഓഫ് നാഷൻ ഷേപ്ഡ് ഇൻ ഇറ്റ്സ് ക്ലാസ് റൂം എന്നൊരു എസ്സേ ചോദിക്കുന്നു. ദിസ് ഈസ് ബേസിക്കലി ജനറൽ സ്റ്റഡീസ് എസ്സേ. പക്ഷെ ആരുടെ കോട്ടാണ്? ആരാ ഈ കോട്ട് പറഞ്ഞതെന്നറിയോ? നെഹ്റു പറഞ്ഞിട്ടുള്ള കോട്ടാണ്. ഓക്കെ, സോ ഈ ഒരു കോട്ട് തരുന്നു. ഈ കോട്ടിന്റെ ബേസ് ചെയ്ത് നമുക്ക് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട ഫാക്ട് നമുക്കറിയാം, നമുക്ക് ഒരുപാട് റിപ്പോർട്ട്സ് അറിയാം, പ്രോബ്ലംസ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ, ഹയർ സെക്ടർ, വുമൺ പാർട്ടിസിപ്പേഷൻ, ദർ ആർ ലോട്ട് ഓഫ് ഫാക്ട്സ് യു ഓൾറെഡി നോയിങ് ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ സ്റ്റഡീസ്, general studies. And UPSC also knows this. So UPSC started changing its approach and pattern from 2018 onwards. പണ്ട് എന്ത് ചെയ്തു, ഫുൾ ജനറൽ സ്റ്റഡീസ് എസ്സേ ആയിരുന്നു. UPSC എന്ത് ചെയ്തു, ഒരു സെക്ഷൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അബ്സ്ട്രാക്ട് ടോപ്പിക് തരാൻ തുടങ്ങി. സെക്കൻഡ് ഒരു പാർട്ട് GS തരും. സോ പീപ്പിൾ സ്റ്റിൽ വെയർ ഹാപ്പി. കാരണം ഒരു പാർട്ട് അബ്സ്ട്രാക്ട് ആണ്, ഒരു പാർട്ട് GS ആണ്. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യും, ഒരു എസ്സെങ്കിലും മര്യാദയ്ക്ക് എഴുതാം. ബട്ട് ഫ്രം 2019 onwards UPSC took another step that complete എന്താക്കി, abstract essay. Till then essay used to be scored like 150, 170 score ചെയ്തവരുണ്ട്, 180 essay score ചെയ്ത ആളുകളുണ്ട്. Now after 2019 fully abstract topic ആയി കഴിഞ്ഞ സമയത്ത് എസ്സേയുടെ സ്കോർ എന്ത് ചെയ്യാൻ തുടങ്ങി, താഴോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഇയർ എസ്സേന്റെ സ്കോർ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് എന്താണ് എസ്സേന്റെ സ്കോർ എന്ന് പറയുന്നത്, ഒരു ആവറേജ് 80 ആണ് വരുന്നത്. ഓക്കെ, 80 to 90 ആണ് ആവറേജ് വരുന്നത്. 36 ആണ് ഞാൻ കണ്ടതിൽ ഏറ്റവും ലീസ്റ്റ് സ്കോർഡ് ആയിട്ടുള്ള ഒരു മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടുള്ളത്. ബട്ട് ടോപ്പ് ആയിട്ട് കണ്ടിട്ടുള്ളത് 140 റൗണ്ട് ആണ് നമ്മൾ എന്ത് ടോപ്പ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് കണ്ടത്. ബട്ട് ദർ ഇസ് എ വേരിയേഷൻ ഓൾസോ. സം പീപ്പിൾ ആർ ഗെറ്റിംഗ് സ്കോർ, സം പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് സ്കോർ, ആൻഡ് മജോറിറ്റി ആർ ഇൻ 80-90 ട്രാക്ക്. ദിസ് ഈസ് പ്യുവർലി ബിക്കോസ് ലാക്ക് ഓഫ് എന്താ പറയാ, എസ്സേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടും എസ്സേ പ്രോപ്പർ ആയിട്ട് ടേക്കൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണ്, പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഒരു പ്രോബ്ലംസും അബ്സ്ട്രാക്ട് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ള ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ആളുകൾ എസ്സേ എഴുതാറുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്, എസ്സേ ഒരിക്കലും തൊടാതെ ഇരിക്കുന്നു. പക്ഷെ ഏറ്റവും സ്കോറിംഗ് ആയുള്ള സബ്ജക്റ്റ് ആണ്. വളരെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ, വളരെ കുറച്ച് കണ്ടന്റ് ഉണ്ടെങ്കിൽ, കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 130+ എസ്സേയിൽ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ എസ്സേനെ പറ്റിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് എന്താണ്, എങ്ങനെയാണ് എസ്സേ എന്നുള്ളതും, നമ്മളിപ്പോ ഈ ഒരു സെഷന്റെ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ് എസ്സേ എന്നുള്ളത് മനസ്സിലാക്കുക, എങ്ങനെയാണ് എസ്സേ എഴുതുന്നത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ എസ്സേയിലെ തീംസ് എങ്ങനെയാണ് വരുന്നത്, ടോപ്പിക് ശരിക്കും അബ്സ്ട്രാക്ട് ടോപ്പിക് എന്ന് പറയുന്ന അൺറിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണോ, അതോ ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ടോപ്പിക്സ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി വാട്ട് ഈസ് എസ്സേ എന്നുള്ളതാണ്. എസ്സേ എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും നിങ്ങൾ എസ്സേ ചെറുപ്പം മുതൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും എസ്സേ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എൻ എസ്സേ? ഓൺലൈൻ എന്ത് പറയാം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്, എന്താണ് വാട്ട് ഈസ് എസ്സേ? ബേസിക്കലി എന്താണ് എസ്സേ എഴുതണം എന്നുള്ളത്? വാട്ട് ഈസ് എസ്സേ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എസ്സേ?
വിഷനായിട്ട് വിശദീകരിച്ച് എഴുതുക. പിന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് പെർ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഡിക്ഷണറി നോക്കുകയാണ്, കേംബ്രിഡ്ജ് ഡിക്ഷണറി ഓഫ് എസ് എ മീനിങ് നോക്കുകയാണ്. ദ വേർഡ് മീനിങ് ഓഫ് എസ് എ മീൻസ് ദാറ്റ് അറേഞ്ചിങ് ദ തോട്ട് പ്രോസസ് ആൻഡ് ഐഡിയാസ് ഇൻ ആൻ ഓർഡർലി ഫാഷൻ. ഓക്കെ, എസ് എന്ന് പറയുന്നത് അറേഞ്ചിങ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഇൻ എ ഓർഡർലി ഫാഷൻ. ഇതാണ് എസ് എന്റെ മീനിങ്. പ്യൂർലി ഇംഗ്ലീഷ് വേർഡ് ഓഫ് മീനിങ്, ലിറ്റിൽ മീനിങ് വേർഡ് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഐഡിയനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതാണ് എസ് എന്ന് പറയുന്നത്. ഐഡിയ ബേസ് ചെയ്താണ് ഐഡിയ അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും UPSC GS1 ഇട്ടു, GS2 ഇട്ടു, GS3 ഇട്ടു, GS4 ഇട്ടു, ദെൻ അഡീഷണൽ 1 പേപ്പർ കൂടി ആഡ് ചെയ്യുന്നു, എസ് എന്ന് പറയുന്ന ഒരു പേപ്പർ കൂടി ആഡ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും? ബേസിക്കലി നിങ്ങളുടെ ഒരു എസ് വായിച്ചു കഴിയുമ്പം കൃത്യമായിട്ട് UPSCക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ടു റൈറ്റ് ആൻ എസ് യു ഷുഡ് ഹാവ് ആൻ അനലിറ്റിക്കൽ എബിലിറ്റി പ്യൂർലി, അല്ലെ? GS1 GS2 ഇപ്പൊ കഴിഞ്ഞ 5 വർഷമാണ്. GS1 2 3 4 യു വിൽ സ്റ്റഡി കണ്ടന്റ്, യു വിൽ റൈറ്റ് ഇറ്റ്. ബട്ട് നിങ്ങളുടെ എന്താ ഓൺ ആൻസറോ ഒരു ഒറിജിനൽ ആൻസർ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് അവിടെ വരില്ല. നിങ്ങൾ എന്ത് ചെയ്യും? എക്സാക്ട്ലി യു നോ 5 points, യു വിൽ റൈറ്റ് ദാറ്റ് 5 points. യു നോ ദ കൺക്ലൂഷൻ, യു നോ ദ കേസ് സ്റ്റഡി, യു നോ ദ വേ ഫോർവേഡ്, introduction, everything you study. Okay, so there is no originality in it. So real understanding, real analytical ability of a person, then and there ഒരു ടോപ്പിക് വെച്ചിട്ട് അയാൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ GS നിന്ന് മാറാനുള്ള റീസൺ അതാ. അതായത് GSSA എന്ന് മാറാനുള്ള റീസൺ എന്താ? കാണാതെ പഠിച്ച എല്ലാവരും വന്ന് എഴുതുന്നു. Then the point of essay itself is defeated. കാരണം എന്തായിരുന്നു? നിങ്ങൾ അനലിറ്റിക്കൽ എബിലിറ്റി മനസ്സിലാവുന്നില്ല, നിങ്ങൾ ക്രിട്ടിക്കൽ തിങ്കിങ് മനസ്സിലാവുന്നില്ല, ഹൗ യുവർ തോട്ട്സ് ആർ ഫോളോയിങ്, ഹൗ തോട്ട്സ് ആർ അറേഞ്ച്ഡ് എന്ന് മനസ്സിലാവുന്നില്ല. ഈവൻ നിങ്ങളുടെ എസ്സേ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ക്യാരക്ടർ പോലും എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എസ്സേന്റെ പ്രത്യേകത. ദാറ്റ് ഇസ് വൈ UPSC ഈസ് ബ്രിങ്ങിങ് എസ്സേ. അതേപോലെ തന്നെ നിങ്ങളുടെ തോട്ട് ക്ലാരിറ്റി, അവയർനെസ്, നിങ്ങൾ ഇന്റർലിങ്കിങ് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയാണ്, ആർ യു ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വാട്ട് എവർ ഐഡിയ യു ഹാവ് വിത്തിൻ യു, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ എസ്സേയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി UPSC എസ്സേനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈസ് ദർ എനി സിലബസ് ഫോർ UPSC? സിലബസിലുണ്ടോ? എസ്സേനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടാവില്ലേ? UPSC ഒരു പേപ്പർ വരുമ്പോ എന്താണെന്നുള്ളത് UPSC പറഞ്ഞില്ലേ? സോ ലെറ്റ്സ് സീ വാട്ട് UPSC ഡിമാൻഡ് ഫ്രം ദി എസ്സേ. സോ UPSC എസ്സേ പറ്റി പറഞ്ഞത് പേപ്പർ 1 ആണ് എസ്സേ. ആൻഡ് UPSC പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് മേ ബി റിക്വയർഡ് ടു റൈറ്റ് എസ്സേ ഓൺ മൾട്ടിപ്പിൾ ടോപ്പിക്സ്. അത് നമുക്കറിയാം. And they will be expected to keep closely to the subject of the essay, to arrange their ideas in orderly fashion and to write concisely. Finally പറയുന്നത് മാർക്ക് എന്തിനാ കൊടുക്കുക? Credit will be given for effective and exact expression. Okay, effective and exact expression. അതായത് UPSC പറയുന്നുണ്ട് പല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തരും, അതിൽ നിങ്ങൾ ടോപ്പിക്കുകൾ ആൻസർ എഴുതുക. അത് എന്ത് ചെയ്യണം? കൃത്യമായി ഓർഡർലി ഫാഷൻ. എസ്സേന്റെ മീനിങ് എന്താണ്? എക്സാക്ട്ലി അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് UPSC പറഞ്ഞിട്ടുള്ളത്. എഫക്റ്റീവ്ലി ടു അറേഞ്ച് ഓർഡർലി ഫാഷൻ, ടു റൈറ്റ് കൺസൈൻലി, ആൻഡ് ക്രെഡിറ്റ് വിൽ ബി ഗിവൺ എഫക്റ്റീവ് ആൻഡ് എക്സാക്ട് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിൽ എഫക്റ്റീവ് എന്ന് പറയുന്ന ഒരു വേർഡ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓപ്പൺ ടു യുവർ ഓൺ ഇന്റർപ്രിട്ടേഷൻ ഓൾസോ ഇൻ സർട്ടൻ മാനർ. ഓക്കെ, കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. കംപ്ലീറ്റ് UPSC പറയുന്നില്ല എന്ത് ചെയ്യണം, ഈ വരച്ച ലൈനിലൂടെ തന്നെ എഴുതണം എന്ന് പറയില്ല. ഗിവിംഗ് യു അനലിറ്റിക്കൽ എബിലിറ്റി സ്കോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? UPSC തരുന്നുണ്ട്. ദിസ് ഈസ് വാട്ട് സിലബസ് സേസ് എസ്സേന്റെ. ഓക്കെ, അല്ലാതെ എസ്സേന്റെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല UPSC, വേറൊന്നും പറഞ്ഞിട്ടില്ല. സോ UPSCന്റെ പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന ആദ്യമായിട്ട് എസ്സേ എഴുതാൻ പോകുന്ന ആളുകൾക്ക് പേപ്പറിൽ എത്ര എസ്സേ ഉണ്ടാവും? 8 എസ്സേസ് ആണ് ഉണ്ടാവുക. 8 എണ്ണത്തില് സെക്ഷൻ A ഉണ്ട്, സെക്ഷൻ B ഉണ്ട്. സെക്ഷൻ Aയിൽ 4 എസ്സേ, സെക്ഷൻ Bയിൽ 4 എസ്സേ. അതിലേതെണ്ണം? സെക്ഷൻ Aയിൽ നിന്ന് ഒരെണ്ണം, സെക്ഷൻ Bയിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അതിൽ എത്ര വേർഡ്സ് എഴുതേണ്ടി വരും? ഒരു 1000 to 1200 വേർഡ്സ് ആണ് നമുക്ക് എസ്സേ എഴുതേണ്ടത്. അപ്പൊ GS എഴുതാനുള്ള കണ്ടന്റിനെ കാട്ടും നമുക്ക് എവിടെ കണ്ടന്റ് വേണ്ടി വരാം? എസ്സേയിൽ എഴുതണം. ബിക്കോസ് യു നീഡ് ടു റൈറ്റ് അറ്റ്ലീസ്റ്റ് 10 to 12 pages എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി എഴുതണം. പക്ഷെ ആക്ച്വലി GS വേണ്ടത്ര കണ്ടന്റ് പോലും എന്ത് വേണ്ട കാര്യമില്ല, എസ്സേ എഴുതാൻ വേണ്ട. ഇനി കണ്ടന്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്സേ എഴുതാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, സോ ഇത് ലാസ്റ്റ് ഇയർ നമുക്ക് വന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വിൽ ഡിസ്കസ് ഓൾ ദിസ് തിങ്. സോ ബേസിക്കലി എസ്സേ എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നിയുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ? എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. ടോപ്പിക്ക് ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എവിടെ തീർക്കണം അറിയില്ല. പിന്നെ വാട്ട് ആർ ദ ചലഞ്ചസ് യു ആർ ഫേസിങ് ഓൺലൈൻ ഓൾസോ? എന്ത് എഴുതും അറിയില്ല. പിന്നെ എന്ത് ചലഞ്ചസ് തോന്നുന്നു? ചലഞ്ചസ് തോന്നുന്നില്ല. എഴുതി തുടങ്ങാത്തതുകൊണ്ട് ചലഞ്ചസ് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നല്ലേ? പിന്നെ
അവർക്ക് എന്താ വേണ്ടെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ശ്രീലക്ഷ്മിക്ക് ഇത്ര എഴുതണം, ഇലാബറേറ്റ് എഴുതണം. ഓക്കെ, വാരി വലിച്ച് എഴുതാനാണ് കുറെ ഉണ്ട്, പക്ഷെ എങ്ങനെ എഴുതണം എന്ന് മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ, അനു എങ്ങനെ ഐഡിയസ് ഉണ്ട്, പക്ഷെ എങ്ങനെ ഓർഡർ എന്ന് അറിയാത്തതുകൊണ്ട് ഇതുവരെ എഴുതി തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഓൺലൈൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എസ് ആയി ബന്ധപ്പെട്ടിട്ട്? വാട്ട് യു ഫീൽ ലൈക്ക്, വാട്ട് ഇസ് ഇഷ്യൂ വിത്ത് എസ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എസ് എക്ക് പോരുമെന്ന് ഒരു പൊതുവെ ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നിങ്ങൾ ഇന്നുവരെ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് ചലഞ്ച്. നിങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായനെ എന്തൊക്കെ എങ്ങനെയൊക്കെ തുടങ്ങാനുള്ള ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയേനെ. ബട്ട് യു നെവർ സ്റ്റാർട്ടഡ് അല്ലേ? സിൻസ് യു ആർ നെവർ സ്റ്റാർട്ടഡ്, യു ഡു നോട്ട് നോ ഹൗ ടു റൈറ്റ് ഇറ്റ്. അതാണ് ബേസിക്കലി ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ എഴുതി നോക്കിയിട്ടില്ല, അതിനുള്ള എഫോർട്ട് നിങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ബിക്കോസ് സം ഇഷ്യൂസ് ആർ, നമ്മൾ എങ്ങനെയാണ് സാധനങ്ങൾ ചെയ്യുന്നത്? വൈ യു ആർ ഗെറ്റിംഗ് മോർ പ്രൊമിനൻസ് ഇൻ GS just because of the institutors are saying that GS is more prominent. അത് കാരണം കുറെ ക്ലാസ് എടുക്കാനുള്ളത് അവിടെയാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്താന്ന് പറയുന്നത് GS ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന്. നിങ്ങൾക്കും കൃത്യമായി നിങ്ങളും അങ്ങനെ ചിന്തിക്കുള്ളൂ. കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്, GS ആണ് ഇമ്പോർട്ടന്റ്, എസ് അവിടെ കിടക്കട്ടെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിനൊരു പുഷ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ആദ്യം നിങ്ങളോട് എന്ത് ചെയ്തിട്ടില്ല, എഴുതാനും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു കോട്ടായിട്ട് പറയാൻ നിങ്ങൾക്ക് അറിയാം, ഒരു പാരഗ്രാഫിൽ ഒരു അല്ലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറയാതെ, പക്ഷെ ഇതിനകത്ത് എന്തൊക്കെ വലിച്ചു വാരി എഴുതണം, ഇത് എങ്ങനെയൊക്കെ ഇന്റർലിങ്ക് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. അത് എസ് എ കണ്ടു, അതിനെപ്പറ്റി ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചു അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എ ഷിപ്പ് സിങ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ വാട്ടർ അറൌണ്ട് ദം, ഇറ്റ് ഈസ് ദി വാട്ടർ ഇൻസൈഡ് എന്ന് പറയുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നിങ്ങൾക്ക് അറിയില്ല, ഇതിന്റെ മീനിങ് അറിയില്ലേ? എന്താണ് കാര്യം? ഷിപ്പ് സിങ്ക് ചെയ്യാൻ കാരണം പുറത്തുള്ള വെള്ളം ഹോൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇത് മീനിങ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇത് എങ്ങനെയൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ബേസിക്കലി നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലം. ലിങ്ക് ചെയ്യാൻ പറ്റാതെ ഇരിക്കുക, എസ്സേസ് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റു ടോപ്പിക്കുകളായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റാതെ പോവുക എന്നുള്ളത് ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് വന്നേക്കാം. ഓക്കെ, സോ ഇത്തരത്തിൽ എന്ത് ചെയ്യാം? ഒന്ന്, നിങ്ങൾക്ക് ടോപ്പിക്ക് വായിച്ചത് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, വായിച്ച ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് മറ്റ് ടോപ്പിക്കുകളുമായിട്ട് നിങ്ങൾക്ക് ഇന്റർലിങ്ക് ചെയ്ത് പറയാൻ പറ്റുന്നില്ല, അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ പറഞ്ഞത് അത് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ, ഇതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, തിങ്കിങ് ഈസ് ലൈക്ക് എ ഗെയിം, ഇറ്റ് ഓൺലി സ്റ്റാർട്ട് വെൻ ദർ ഈസ് ആൻ ഓപ്പോസിഷൻ എന്നൊരു SI UPSC ചോദിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്? ഇതെന്താ എസ് എന്താ പറയുന്നത്, ടോപ്പിക് എന്താ പറയുന്നത്? കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷെ അതാണോ കോമ്പറ്റീഷനെ പറ്റിയാണോ? കോർ അതാണോ? കോർ എന്തിനെ പറ്റിയാ പറയുന്നത്? തിങ്കിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ? പിന്നെ എന്താണ് തിങ്കിങ്ങിൽ? പക്ഷെ എങ്ങനെയാണ്, എന്താണ് തിങ്കിങ്ങില്? കമ്പാരിറ്റീവ്, how to choose a topic, how to make multiple dimensions, how to choose topic from the given options. Okay, ഇതുവരെ എഴുതിയിട്ടില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇതിനകത്ത് എന്തിനെ പറ്റി പറയുന്നത്? ഇതിനകത്ത് ബേസിക്കലി നിങ്ങളോട് കോമ്പറ്റീഷനെ പറ്റി അല്ല പറയുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താണ്, മൈൻഡ്, നമ്മുടെ ഇന്നർ സെൽഫിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ? മൈൻഡിനെ പറ്റിയുള്ള ചോദ്യം തന്നെയാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. മൈൻഡിൽ എങ്ങനെയുണ്ട് തിങ്കിങ് എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ്സ് ലൈക്ക് ഗെയിം. സോ ഗെയിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? there will always an opposition for game. And തിങ്കിങ് എന്താണ്? മൈൻഡ് പോലെ തന്നെയാണ്. ആൻഡ് ഗെയിമിൽ എന്തൊക്കെയുണ്ട് അതേപോലെയുള്ള സാധനങ്ങൾ എവിടെയുണ്ട്? തിങ്കിങ്ങിലും ഉണ്ട് അല്ലെ? ഗെയിമിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്, ഗെയിമിൽ ഒരു പ്ലാനിങ് വേണം, ഗെയിമിൽ ഒരു സ്ട്രാറ്റജി വേണം. ആൻഡ് ഗെയിം ഷുഡ് ഹാവ് എ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഗെയിം there are certain things you cannot do, certain things you can do it. Okay, and but it only start when there is a opposition. Means your ideas come when there is a challenge, when there is a situation. See, ഇപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് happened because of the British. If Britishers were not here, India ഇങ്ങനെ ഉണ്ടാവുമോ? We may not have India like what we see today അല്ലെ? So the idea of nationalism came just because of there is an opposition, right? So ഈ ടോപ്പിക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പക്ഷെ നമുക്ക് ചോദിച്ചൂടെ, ഇപ്പൊ ഇതാണ് ടോപ്പിക് നിങ്ങൾ പറയുന്നത്, ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇതിന്റെ മറ്റു ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. There are thinking can also happen without opposition. Why should we always need an opposition to think? We can think our own. Or you can say that
Mind is a considerer of opposition. And there is idea you can link from your option subjects as well. You have studied thesis, antithesis. പഠിച്ചിട്ടുണ്ടോ? സോഷ്യോളജി ഓപ്ഷനിലായിട്ട് കുറെ വരുന്നില്ലാത്ത പഠിച്ചിട്ടില്ലേ? കാൾ മാർക്സ് മുന്നേ പറഞ്ഞ ഐഡിയ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? തീസിസ് സ്റ്റേറ്റ്മെന്റ് വരും, ആന്റി തീസിസ് വരും. അതിൽ നിന്ന് എന്ത് ചെയ്യും? പുതിയൊരു ഐഡിയ വരും. സോ അങ്ങനെയാണ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടില്ലേ? സെയിം ഐഡിയ തന്നെയല്ലേ ഇവിടെയും പറയുന്നത് ബേസിക്കലി. സോ യു ഹാവ് സ്റ്റഡീഡ് ലോട്ട് ഓഫ് തിങ്സ്, ബട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇത് കംപ്ലീറ്റ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ദ ചലഞ്ചസ് ആർ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് സിലബസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഇതിന്റെ ആർഗ്യുമെന്റും കൗണ്ടർ ആർഗ്യുമെന്റ്സും എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് എങ്ങനെ എക്സാമ്പിൾസിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ആൻസറിൽ പല ഡിസിപ്ലിനറി ആയുള്ള സബ്ജക്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ള ലാക്ക് ഓഫ് അവയർനെസ് ആണ് എസ്സേ ഉണ്ടാക്കുന്നതിന്റെ കുറെ പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസ് നമുക്ക് അഡ്രസ് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് ഇല്ല, ഫീഡ്ബാക്ക് ഇല്ല, അതൊക്കെ ഒരു പ്രോബ്ലം തന്നെയാണ്. സോ നമുക്ക് എസ്സേനെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഏറ്റവും വലിയ പ്രോബ്ലം ഒരാൾ പറഞ്ഞു, എങ്ങനെ ഒരു ടോപ്പിക് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ദർ ആർ 8, ഫോർ എക്സാമ്പിൾ ദർ ആർ 4 ടോപ്പിക്. ഓക്കെ, ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ആർ 4 ടോപ്പിക്. യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് ഓൾ ദി ടോപ്പിക്. You only have to write one topic which is you are very much comfortable and having content. അല്ലെ? ഇല്ലാത്ത ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് അറിയുന്ന, നമുക്ക് കണ്ടന്റ് ഉള്ള, നമ്മൾ കംഫർട്ടബിൾ ആയുള്ള ഒരു ടോപ്പിക് എടുത്താൽ മതി. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഈ 4 ടോപ്പിക്കിൽ ഏതാണ് കണ്ടന്റ് ഉള്ള ടോപ്പിക് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു അവയർനെസ് ആദ്യം ഉണ്ടാവണം. അല്ലെ? നമുക്ക് മനസ്സിലാവണം. ഇതിനൊക്കെയാണ് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ മുന്നേ എഴുതി പ്രാക്ടീസ് ചെയ്ത ഒരു ടോപ്പിക്കിന്റെ സിമിലർ ആയിട്ടുള്ള ടോപ്പിക് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു ടേക്ക് ഇറ്റ്. അല്ലെ? അപ്പം പ്രാക്ടീസ് ഇല്ലാത്ത സംഭവിക്കുക എന്താണ്? നമുക്ക് അറിയില്ല, ഇത് നമുക്ക് അറിയില്ലോ, അല്ലെങ്കിൽ ഇത് എത്രത്തോളം എത്തും, അല്ലെ, തള്ളിയാ നീങ്ങോ എന്നുള്ളത് എന്ത് ചെയ്യില്ല, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല. നമ്മളങ്ങ് കയറി തള്ളും, ഒരു 3 പേജിലൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഒരു മുട്ടൽ വരും, പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യില്ല, നീങ്ങില്ല, അങ്ങനെ ഒരു പ്രോബ്ലം വരും. സോ എങ്ങനെയാണ് ഒരു ടോപ്പിക് ചൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ പറയുന്ന സാധനങ്ങളുടെ മീനിങ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ മീനിങ് മനസ്സിലാവുന്ന മീനിങ് എക്സാക്ട്ലി അത് തന്നെയാണോ മീനിങ് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ടോപ്പിക് 2016 ചോദിച്ചാണ്, ഇഫ് ദ ഡെവലപ്മെന്റ് ഈസ് നോട്ട് എൻജൻഡേർഡ് ഇറ്റ് ഈസ് എൻഡേഞ്ചേർഡ്. എന്താ ഇതിന്റെ മീനിങ് എന്ന് പറയാൻ പറ്റുമോ? ഇഫ് ദ ഡെവലപ്മെന്റ് ഈസ് നോട്ട് എൻജൻഡേർഡ് ഇറ്റ് ഈസ് എൻഡേഞ്ചേർഡ്. 2016 UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അബ്സ്ട്രാക്ട് ടോപ്പിക് ആണ്. ഡെവലപ്മെന്റിനെ പറ്റിയുള്ള ചോദ്യമാണ്, GS ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്ന ആരാ? ശശി തരൂർ. ഈവൻ ശശി തരൂർ put a stitch after this examination. He himself having conflicting of ideas with respect to this particular topic. കാരണം എന്താണ്? ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. There is no one clear interpretation of this topic. ഈ എസ്സേയിൽ എഴുതി കഴിഞ്ഞാൽ സോ ദിസ് വാസ് എ വെരി ക്രിറ്റിസിസം. UPSC തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് ഇതിന്റെ മീനിങ് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് UPSC ഫയലിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹൂവർ ഇന്റർപ്രറ്റിംഗ്, ഏത് ഇന്റർപ്രിട്ടേഷൻ എടുത്തു കഴിഞ്ഞാലും ഇത് ജെൻഡർ പെർസ്പെക്റ്റീവിൽ എടുക്കാൻ പറ്റും, അല്ലാത്ത രീതിയിലൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി കൺസിഡർ ആസ് ദി ഇന്റർപ്രിട്ടേഷൻ എന്ന രീതിയിലാണ് എസ്സേ പിന്നെ നോക്കേണ്ട വന്നത്. സോ ബേസിക്കലി ഈ എസ്സേ എടുക്കുക എന്ന് പറയുന്നത് എന്താണ്? റിസ്കി പൊസിഷൻ ആണ്. കാരണം യുവർ സെൽഫ് യു ആർ നോട്ട് കംപ്ലീറ്റ്ലി ഷുവർ ദാറ്റ് ഇത് തന്നെയാണോ മീനിങ് ഓഫ് ദിസ് പർട്ടിക്കുലർ എസ്സേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ടോപ്പിക്കിന്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ എന്ത് ചെയ്യരുത്, ഒരു എസ്സേന്റെ ടോപ്പിക് സെലക്ട് ചെയ്യരുത്, ചൂസ് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിന്റെ മീനിങ് മനസ്സിലാവണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് മീനിങ് മനസ്സിലാവുന്ന സാധനം, ദ കോസ്റ്റ് ഓഫ് ബീയിങ് റോങ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് നത്തിങ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതല്ലേ. ദ വേഴ്സ്റ്റ് മിസ്റ്റേക്ക് യു ക്യാൻ എവർ ഡു ഈസ് നോട്ട് ട്രൈങ്, അല്ലേ? സോ ബേസിക്കലി നമുക്ക് അറിയുന്ന ഒരു മീനിങ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മീനിങ് മനസ്സിലാവുന്ന രീതിയിലുള്ള എസ്സേസ് എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മനസ്സിലാവുന്നുണ്ടോ, വായിക്കുമ്പോൾ അത് ക്ലാരിറ്റിയോട് കൂടിയിട്ട് അതിന്റെ ഐഡിയാസ് ട്രെക്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം, ഇതിനകത്ത് ടോപ്പിക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ആർഗ്യുമെന്റ് എന്താണ്, കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഓക്കെ, ആർഗ്യുമെന്റ് എന്താണ്, കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണെന്ന് പറയും. ഇപ്പൊ ഒരു എസ്സേന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, അത് ആർഗ്യുമെന്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, മാത്തമാറ്റിക്സ് ഈസ് ദ മ്യൂസിക് ഓഫ് ദ വേൾഡ്. ഓക്കെ, ഈ എസ്സേ എഴുതാൻ പാടുണ്ടോ? ഇനി എഴുതാം. നിങ്ങൾക്ക് ഏത് ഇൻട്രൊഡക്ഷൻ എഴുതാം? ഒരു പാട്ടില്ലേ, പുലോഗമധ്യേ ഏതിലെ പൈങ്കിളിയിലെ പാട്ട്? ബേസിക്കലി എന്താണ്,
മാത്തമാറ്റിക്സ്, ഭൂമിയുടെ സ്പന്ദനം എവിടെയാണുള്ളത്? മാത്തമാറ്റിക്സിലാണ്. ചാക്കോ മാഷ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്യാൻ പറ്റുമോ? ഇല്ല, ചെയ്യരുത്. ബട്ട് ഡോണ്ട് try to attempt. Like if you are so good at maths and concept and if you are able to link with music and the world happening ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എഴുതാം. അതല്ലാത്തടത്തോളം സംബന്ധിച്ചാൽ സീസാറ്റ് ആണ് പാസ്സാവാത്ത നമ്മളല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ്. ഓക്കെ, കാണുമ്പോൾ നല്ല രസമുണ്ട്. ഓ, മാത്തമാറ്റിക്സ് ഈസ് ദ മ്യൂസിക് ഓഫ് ദ വേൾഡ്. നൈസ്, ഐ നോ ഫ്യൂ തിങ്സ് അല്ലേ. നമുക്ക് മാത്തമാറ്റിക്സ് മ്യൂസിക് വേൾഡ് എന്ന് പറഞ്ഞൂടെ? വേണമെങ്കിൽ പറയാം. പക്ഷേ യു നീഡ് ടു ഹാവ് ആർഗ്യുമെന്റ് ഫോർ ദാറ്റ്. മ്യൂസിക് ഇതുമായിട്ട് പല റിലേഷൻഷിപ്പ് ഉണ്ട്. മാത്തമാറ്റിക്സ് ഉള്ള പോലെ തന്നെ നോട്ട്സ്, മ്യൂസിക് ഉള്ള പോലെ നോട്ട്സ്, ഇതിനകത്ത് നോട്ട്സ് ഉണ്ട് അല്ലേ. അപ്പൊ റിതത്തിന്റെ കാര്യത്തിൽ ഇത് തമ്മിൽ റിലേഷൻ ഉണ്ട്. സോ ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഡു യു ഹാവ് ദ ഇനഫ് കണ്ടന്റ് ടു റൈറ്റ് 1000 വേർഡ്സ് എന്നുള്ളതാണ് മേജർ ആയിട്ട് നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പൊ ടോപ്പിക് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായുള്ള ആർഗ്യുമെന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് എന്തൊക്കെ പറയാൻ പറ്റും, എന്തൊക്കെ പറയാൻ പറ്റില്ല എന്നുള്ളത് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെ കണ്ടന്റും എക്സാമ്പിൾസ് നിങ്ങളൊരു കണ്ടന്റ് എക്സാമ്പിൾസ് ഉണ്ടാക്കണം. നമ്മൾ ഇവിടുന്ന് കുറച്ച് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ആ കണ്ടന്റ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ എഴുതാൻ പറ്റുന്ന കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്ക് ജസ്റ്റ് നല്ല ഇൻട്രൊഡക്ഷൻ അറിയാം, അതിനു വേണ്ടിയില്ല, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ യു ഡു നോട്ട് നോ വാട്ട് ടു റൈറ്റ് ആഫ്റ്റർ ദാറ്റ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. പക്ഷെ സിൻസ് യു സ്റ്റഡീഡ് ആൻ ഇൻട്രൊഡക്ഷൻ, ഡോണ്ട് അറ്റംപ്റ്റ് ദാറ്റ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ബിക്കോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നില്ല. ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് എഴുതിയാലും ബാക്കി നല്ല രീതിയിൽ എഴുതാൻ പറ്റണം എന്നുള്ളതിന് യാതൊരുവിധ ഉറപ്പുമില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള ഡയമെൻഷൻസ്, വാല്യൂസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആർഗ്യുമെന്റ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെന്റ്സ് ആയിരിക്കും. ഓക്കെ, എന്താണ് എസ്സേന്റെ ടോപ്പിക് പറയുന്നത്? ഓക്കെ, എസ്സേന്റെ ടോപ്പിക് എന്ത് പറയുന്നു, ആ എസ്സേന്റെ ടോപ്പിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും, അതിൽ നിന്ന് എങ്ങനെ കൺക്ലൂഷൻ എത്താൻ പറ്റും എന്ന് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യാം ടുവേർഡ്സ് എൻഡ് ഓഫ് ദ സെഷൻ. ബട്ട് നമ്മൾ ഈ ആർഗ്യുമെന്റ് എഴുതുന്നു, ആർഗ്യുമെന്റിൽ എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സെക്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ആൻഡ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എസ്സേന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാണുക എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊരു സിനിമ കാണാൻ പോകുമ്പം ഒരു സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒരു സിനിമ കാണണോ വേണ്ടോ, നിങ്ങൾ സിനിമ ഇറങ്ങി, എല്ലാ സിനിമയും നിങ്ങൾ കാണാറില്ല. ചില സിനിമകൾ നിങ്ങൾ കാണണം നിങ്ങൾ തീരുമാനിക്കും. വൺ ഫാക്ടർ എന്താ? അതിനകത്തുള്ള ആളുകളുണ്ട്. അതർവൈസ് ട്രെയിലർ ഓഫ് ദ മൂവിയാണ് നമ്മൾ എപ്പോഴും ഹുക്ക് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഈ ട്രെയിലർ നമ്മൾ ഹുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആ സിനിമ എന്ത് ചെയ്യും, നമ്മൾ കാണണം എന്നുള്ള ആഗ്രഹം. പിന്നെ റിവ്യൂ ഇട്ടിട്ട് കൊള്ളാകുമ്പോൾ പിന്നെ നമ്മൾ വേണ്ടെന്ന് നോക്കും. ബട്ട് ദ മൊമെന്റ് ട്രെയിലർ കാണുന്ന സമയത്ത് ഓക്കെ, ഈ മൂവി കൊള്ളാം, ദർ ഇസ് സംതിങ് ഇൻ ഇറ്റ്, സംതിങ് എന്തൊരു വ്യത്യസ്ത ഒരു ടച്ചാണ് അല്ലെ, ഒരു ആസ്പെക്ട് ആണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം നോക്കും. സെയിം എഫക്റ്റ് ആണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ, എസ്സേയിൽ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. TSന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ആൻസറിൽ ഒരു എക്സാമിന് എത്ര മിനിറ്റ് സ്പെൻഡ് ചെയ്യുമായിരിക്കും? ലെസ് ദാൻ 1 മിനിറ്റ്. ഒരു GSന്റെ ആൻസർ നോക്കാൻ റിവ്യൂ തരുമ്പോൾ നിങ്ങൾക്ക് എഴുതണം, സൈഡിൽ വേണം, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ UPSCയുടെ ഒരു റിവ്യൂറിനെ നോക്കുന്ന സമയത്തോടെ എഴുതേണ്ട കാര്യമുണ്ടോ? ബെറ്റർ ഇൻട്രൊഡക്ഷൻ എഴുതാമായിരുന്നു, എഴുതേണ്ട കാര്യമുണ്ടോ? യു വിൽ ജസ്റ്റ് ചെക്ക് വെദർ ദർ ഇസ് എ പോയിന്റ് ഉണ്ടോ, കൃത്യമായിട്ടാണോ എഴുതിയെന്നുള്ളത് നോക്കി മാർക്ക് ഇട്ട് പോകുന്നു. സോ ഹി വിൽ ബി ഓൺലി ടേക്കിംഗ് ലെസ് ദാൻ 1 മിനിറ്റ് ടു ചെക്ക് ആൻ ആൻസർ അല്ലേ. പക്ഷേ എസ്സേന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്ത് ദിസ് പർട്ടിക്കുലർ പേഴ്സൺ ഹാസ് ടു സ്പെൻഡ് another around 5 minutes with your essay. Okay, already his personal life is boring. Morning there was a fight with his wife, then he came to examination hall where he trying to find something happening in your life le. Aa samayathana you are writing an essay with starting with Mahatma Gandhi went to some like Satyagraha where he saw these people, that people, complete boring. So you will disappoint and he has to read next 8 pages. Okay, think about that particular person. So whenever you take a pen before starting to write an essay, think about that particular person. Okay, this person has a boring life and you are the only hope for him. So automatically make him happy. See, the biggest beauty of essay is that ഇതേ ഒരാൾ 100 മാർക്ക് ഇട്ട് എസ്സേ വേറൊരാൾക്ക് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 120 മാർക്ക് ഇടാനുള്ള ചാൻസ്. ബിക്കോസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റീഡർ ഈസ് വെരി എന്താ പറയാ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എസ്സേ എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു സാധനം വേറൊരാളെ ഇഷ്ടപ്പെടുത്തണം നിർബന്ധമില്ല. ഓക്കെ, പക്ഷെ ഓൾമോസ്റ്റ് എന്തെങ്കിലും ഒരു പാറ്റേൺ കീപ്പ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും എസ്സേ നല്ലതാണ്, നല്ല എസ്സേ ആണ്, യൂഷ്വലി എല്ലാം നല്ല എസ്സേ ആയിരിക്കും. പക്ഷെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഇന്റർപ്രറ്റ്. സോ ഓൾവേസ് don't think in your own perspective. You wanted to write an introduction, you write an introduction. No, you wanted to make that particular person's life is interesting and tell him, this person, that I know something. If you are reading this essay, there will be something in it. ഒന്നും ഉണ്ടാവണമെന്നില്ല,
പക്ഷെ ഈ ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ദിസ് പേഴ്സൺ വിൽ ബി ആക്റ്റീവ്. അപ്പൊ നിങ്ങളെ കുറച്ചൊരു ഇൻട്രസ്റ്റഡ്, ഇപ്പൊ കൊള്ളാലോ, അല്ലെ ഇവള് കൊള്ളാലോ, എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു സാധനം എന്ത് ചെയ്യും, ഒരു ഫീല് കിട്ടും. അപ്പൊ എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ അയാൾ എസ്സേ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം ഒരു എസ്സേ വായിക്കുന്ന സമയത്ത് ഒരു 70 ആണ് അയാൾ മാർക്ക് വിചാരിച്ചു തുടങ്ങുന്ന സമയത്ത്. നൗ +5 അടിച്ചും, ഒന്നെങ്കിൽ മൈനസ് അടിക്കും, പ്ലസ് അടിക്കും. ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ അടിപൊളി ആയി കഴിഞ്ഞാൽ അത് 130 അയാൾ ഉറപ്പിച്ചിട്ടുണ്ടാവും. Now the thing is that you just have to keep up with the expectation. പക്ഷെ എല്ലായിടത്തും നമുക്ക് എക്സെപ്ഷണൽ കണ്ടന്റ് ഇടാൻ പറ്റില്ല, ജനറൽ കണ്ടന്റ് ഇട്ടാൽ മതി. പക്ഷെ അവിടെ ഇവിടെ 2-3 സർപ്രൈസസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് കംസ് അറൗണ്ട് 130 എന്ത് ചെയ്യും, അത് വന്ന് നിൽക്കും. ഓക്കെ, കൺക്ലൂഷനിലൂടെ ഒന്ന് പുഷ് ചെയ്ത് കയറ്റി കൊടുത്താൽ മതി. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഭയങ്കര മോശം ചെയ്തിട്ട് അടിപൊളിയായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ പീപ്പിൾ ആർ ബയാസ്ഡ് അല്ലേ? നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഇംപ്രഷൻ അനുസരിച്ച് തന്നെയാണ് ആളുകൾ ബയാസ്ഡ് ആണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭയങ്കര മോശമാണ്, പിന്നെ എത്ര കണ്ടന്റ് കയറ്റിയാലും ചിലപ്പോൾ നിങ്ങളെ മാർക്ക് കയറണം നിർബന്ധമില്ല. So don't go with the, you just have to write the simple introduction, but make it very interesting. The biggest difference between GS answer and ethics answer is that whatever you write, you exaggerate. Okay, detailing. It's like Amal Neer's movie. And then Mamukka just walking, but you have to shoot from the legs first. This is how Amal Neer present a person. So it's very interesting and very pleasant. Alle? സോ ഓട്ടോമാറ്റിക്കലി ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കണം, ഇതേപോലെ ആയിരിക്കണം. അതായത് GS നിങ്ങൾ എന്ത് എഴുതും, ഇപ്പൊ എന്തെങ്കിലും സാധനം സംഭവിച്ചു, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ഉറുമ്പ് അരിമണി എടുത്തു പോകുന്നു, സോ ആൻഡ് ഈസ് ടേക്കിംഗ് എ പീസ് ഓഫ് റൈസ്. GS ന്റെ ആൻസർ തീർന്നു, 1 fact and exam. So when you are writing this in essay, there's an ant. It walks in the sides of a wall, and finally it's got its rice for its dinner. You are slowly taking it. So there you are giving some creative understanding. എക്സാമിനേറ്ററിന് എന്ത് കൊടുക്കുകയാണ്, ഇമാജിനേഷൻ കൊടുക്കുകയാണ്. വായിക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ കുറച്ചുകൂടി എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുള്ളതാണ്. അപ്പൊ എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിരിക്കേണ്ട സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കണം, റീഡറിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കണം. റീഡറിന്റെ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ക്വസ്റ്റിന് എന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റിന് ഹിറ്റ് ചെയ്യാന്ന് പറയില്ലേ, ബട്ട് ഡോണ്ട് റൈറ്റ് ഇറ്റ് ലൈക്ക്, ഇപ്പം നമ്മൾ നേരത്തെ ഒരു ടോപ്പിക് പറഞ്ഞല്ലോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ഈസ് എ സീരീസ് ഓഫ് വിക്ടറി വോൺ ബൈ സയന്റിഫിക് മാൻ ഓവർ ദി റൊമാന്റിക് മാൻ. ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാത്തിനും കാണാം, എല്ലാ ക്വസ്റ്റിനും ആക്ച്വലി ഒരേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കുറെ ക്വസ്റ്റ്യൻസ് ഇതേപോലെയുള്ള സെയിം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, ഹിസ്റ്ററി ഈസ് ദി സീരീസ് ഓഫ് വിക്ടറി വോൺ ബൈ സയന്റിഫിക് മാൻ ആൻഡ് റൊമാന്റിക് മാൻ. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വാട്ട് ഈസ് റിസർച്ച് ബട്ട് എ ബ്ലൈൻഡ് ഡേറ്റ് വിത്ത് നോളജ്. സെയിം കണ്ടന്റ് ആണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. വേറെ ക്വസ്റ്റ്യൻ കാണിച്ചില്ല, ദ റിയൽ ഈസ് റാഷണൽ ആൻഡ് റാഷണൽ ഈസ് റിയൽ. All these 3 essays have demanding only the same content, but it look like all are different topic. പക്ഷെ എല്ലാം എന്താണ്, സെയിം സാധനത്തെ പറ്റി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഹിസ്റ്ററി ഇസ് എ സീരീസ് ഓഫ് വിക്ടറി വോൺ ബൈ ദ സയന്റിഫിക് മാൻ ഓവർ ദി റൊമാന്റിക് മാൻ എന്ന് പറയുന്ന ഒരു എസ്സേയില് ഇൻട്രൊഡക്ഷനിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പോകരുത്, ഓക്കെ, ക്വസ്റ്റ്യൻ ഹിറ്റ് ചെയ്യണമല്ലോ. സോ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ there are scientific men and there are romantic men, but romantic men are not very important. Scientific men people are like Newton, Isaac Newton, ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ട്. These people are important എന്ന് പറഞ്ഞ രസം ഉണ്ടാവുമോ? രസം ഉണ്ടാവില്ല. യു ഷുഡ് നോട്ട് ഗിവ് ദാറ്റ് എസ്സേ എഴുതുന്ന വായിക്കുന്ന ആൾക്ക് തന്നെ നിങ്ങൾ എന്താ എഴുതാൻ പോകുന്നതെന്ന് ശരിക്കും മനസ്സിലാവാതിരിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷനിൽ ഏറ്റവും നല്ലത്. അയാൾക്ക് വണ്ടറടിക്കണം ഇവൻ എങ്ങോട്ടേ പോകുന്നത്, ബട്ട് ഫൈനലി യു ഹാവ് ടു ഹിറ്റ് ദ ടോപ്പിക്. പക്ഷെ ഇനിഷ്യലി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, ക്യാച്ച് കൊടുക്കാതിരിക്കുക, സർപ്രൈസ് എന്ത് ചെയ്യാൻ നോക്കുക. മാക്സിമം അയാളെ സർപ്രൈസിങ് അയാൾക്ക് റീഡറിൽ ഇൻട്രസ്റ്റ് ജനിപ്പിക്കുക. അയാൾ കഴിഞ്ഞ തൊട്ട് മുമ്പേ ഒരു ഈ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത വേറൊരാളുടെ എസ്സേ വായിച്ച് ബോറടിച്ചിരിക്കുക. നൗ ദിസ് പർട്ടിക്കുലർ പേഴ്സൺ ഹാസ് ടു ജനറേറ്റ് ഇൻട്രസ്റ്റ്. ബോറടിച്ചിരിക്കുമോ, ഇവന്മാരും വരിക. അപ്പൊ പേപ്പർ. സോ എന്ത് ചെയ്യണം, സസ്പെൻസ്ഫുൾ ആയിട്ട് നമുക്ക് എസ്സേന്റെ ഇൻട്രൊഡക്ഷൻസ് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ഇസ് എ സീരീസ് ഓഫ് വിക്ടറി വോൺ ബൈ സയന്റിഫിക് മാൻ ഓവർ ദ റൊമാന്റിക് മാൻ, എന്ത് ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റും? എന്താണ് ടോപ്പിക് പറയുന്നത്? ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിബേറ്റ് ബിറ്റ്വീൻ 2 people അല്ലേ? ഈവൻ തിങ്കിങ് ഓൾസോ ഡിബേറ്റ് ബിറ്റ്വീൻ 2 people. എന്തായിരുന്നു? തിങ്കിങ് ഹാപ്പൻ ഓൺലി ഫ്രം ഓപ്പോസിഷൻ. ഇവിടെ എന്താണ് പറയുന്നത്? ഹിസ്റ്ററി ഇസ് ബിറ്റ്വീൻ എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സയന്റിഫിക് പേഴ്സൺ വേഴ്സസ് റൊമാന്റിക് പേഴ്സൺ. എല്ലാ ടോപ്പിക്കും ആക്ച്വലി റിലേറ്റഡ് ആണ്. അതായത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, തീം ബേസ്ഡ് നമുക്ക് ടോപ്പിക്കിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ്, ദർ ആർ 2 types of brain. One is logical brain and one is romantic brain അല്ലെങ്കിൽ artistic brain. So the topic says that art is not very important in history. Which is important? Science is more important than art. Examples ആലോചിച്ച് നോക്കി, ഇങ്ങനെ വരാൻ പറ്റുന്ന, ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ.
വാറ് എങ്ങനെ പറയും? അങ്ങനെ വേൾഡ് ചേഞ്ച് ആയ ഹിസ്റ്ററി ചേഞ്ച് ആവുന്ന അത് കറക്റ്റ് ആണ് പറയുന്നത്. ഫൈറ്റർ ജെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവർ ഫെയിലിയർ ആയി. ഹിസ്റ്ററി ചേഞ്ച് ബിക്കോസ് ഓഫ് സയന്റിഫിക് ഇൻവെൻഷൻ. യെസ്, ഇപ്പൊ നമ്മൾ സ്റ്റീം എഞ്ചിൻ വന്നു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, സയന്റിഫിക് അല്ലെ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹാപ്പൻ ജസ്റ്റ് നോട്ട് ബിക്കോസ് ഓഫ് ആർട്ട്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഇൻവെൻഷൻ ഓഫ് സ്റ്റീം ബോട്ട്സ് അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻസ് എന്ത് ചെയ്തു, ഇൻവെന്റ് ചെയ്തുകൊണ്ട് ഭാഗമായിട്ടാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നിട്ടുള്ളത് നമുക്ക് പറയാം. പിന്നെ സയൻസ് ആണ് വേൾഡ് ചേഞ്ച് ചെയ്തത്, ആർട്ട് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. വേൾഡ് പറഞ്ഞപ്പോൾ ന്യൂക്ലിയറിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈവൻ ആലോചിച്ച് നോക്കിയേ, ടയർ ഇൻവെന്റ് ചെയ്തതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആക്ച്വലി, അല്ലെങ്കിൽ ഫയറോ ടയറോ ഇൻവെന്റ് ചെയ്തതിനെ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹിസ്റ്ററി തന്നെ ചേഞ്ച് ആയിട്ടുള്ളത്. ബേസിക്കലി പണ്ട് മുതൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിസ്റ്ററിയെക്കാൾ ആർട്സിനെക്കാട്ടും ഇമ്പോർട്ടൻസ് ആർക്ക് തന്നെയാണ്? സയൻസിനാണ് ഇമ്പോർട്ടൻറ്റ്. സയൻസ് കൊണ്ടല്ലേ ഹിസ്റ്ററി മാറിയിട്ടുള്ളൂ. ടയർ വന്നു, ചക്രം വന്നു എന്നതുകൊണ്ടാണ് ട്രേഡ് നടക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ട്രേഡ് നടക്കുമായിരുന്നോ? ഈ പാറേന്റെ മുകളിൽ 4 ചാലും ചിത്രവും വരച്ചിട്ട് UPSC പിള്ളേർക്ക് പഠിക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ആർട്ടുകാരനാണ് ഹിസ്റ്ററി അറിയാൻ പറ്റുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. എസ്സേന്റെ ആർഗ്യുമെന്റ് എന്താണ്? എസ്സേ പറയുന്നത് എന്താണ്? എസ്സേ ഈസ് കറക്റ്റ്, അബ്സല്യൂട്ട്ലി ആയിട്ടാണ് പറയുന്നത്. ഹിസ്റ്ററി ഈസ് എ സയന്റിഫിക് മാന്റെ റൊമാന്റിക് മാന്റെ മുകളിലുള്ള വിന്നിങ് ആണ് ഹിസ്റ്ററി എന്നാണ് എസ്സേ ഈസ് കംപ്ലീറ്റ്ലി ഷുവർ അബൌട്ട് ഇറ്റ്. സോ യു ഹൗ ടു, ദിസ് ഈസ് ദ ആർഗ്യുമെന്റ് ഓഫ് ദി എസ്സേ. ഓക്കെ, മെയിൻ ആർഗ്യുമെന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? സയന്റിഫിക് മാന്റെ മുകളിലുള്ള വിജയമാണ്. എസ്സേയിൽ ഒരു സംശയം വരുന്നില്ല. പക്ഷേ സോ ദിസ് ഈസ് ദ മെയിൻ പാർട്ട്. ഒരു 50% ഓഫ് എസ്സേ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, സയന്റിഫിക് മാൻ മാത്രം ഉള്ളത് കൊണ്ട് ഹിസ്റ്ററി ആക്ച്വലി ഡെവലപ്പ് ആവുമോ? ഹിസ്റ്ററി ജസ്റ്റ് ആക്ച്വലി ഓൾസോ ദർ ഈസ് എ കോൺട്രിബ്യൂഷൻ, ദർ ഈസ് എ വിന്നിങ് ഓഫ് സയന്റിഫിക് മാന്റെ മുകളിൽ ആര് കയറിയിട്ടുണ്ട്? റൊമാൻറ്റിക് മാൻ കയറിയത് കൊണ്ടാണ് ഹിസ്റ്ററി ബെറ്റർ ആയിട്ടുള്ളത് അല്ലേ? എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? സയൻസിനല്ല ഇമ്പോർട്ടന്റ്, ആർട്ടിനാണ് ഇമ്പോർട്ടന്റ്. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? സ്റ്റീംബോട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ സയന്റിഫിക് ഇൻവെൻഷൻ. ബട്ട് വൈ ദിസ് ഈസ് ഹാപ്പൻ? ബിക്കോസ് when there is a freedom of speech happened in the Europe due to Renaissance period. So Renaissance was preceding the industrial revolution. അപ്പം റിനൈസൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് വന്നിട്ടുള്ളത്? സയന്റിഫിക് റെവല്യൂഷൻ വന്നിട്ടുള്ളത്. അവിടെ ഇൻഡിപെൻഡൻസും അവിടെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും ഇൻഡിവിജ്വാലിറ്റിയും വന്നതുകൊണ്ട് മാത്രമല്ലേ പുതിയ ഇൻവെൻഷൻസ് ഉണ്ടാക്കാൻ പറ്റിയത്. സോ ദാറ്റ് ക്യാൻ ബി ആൻ എക്സാമ്പിൾ വേർ റൊമാൻറ്റിക് മാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സയൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട് അല്ലെ എന്ന് പറഞ്ഞൂടെ? വേറെ പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ പറയാൻ പറ്റുമോ? ഹിസ്റ്ററി ബാക്കപ്പ് ചെയ്യുന്നു, പക്ഷെ ഹിസ്റ്ററി എങ്ങനെ ചേഞ്ച് ആവുന്നത്? വിക്ടറി ആവുന്നത്? ബാക്കപ്പ് ചെയ്യുന്നത് ഹിസ്റ്ററി വീൽ നോ ത്രൂ ആർട്സ്, ബട്ട് എങ്ങനെ ചേഞ്ച് ആയി? ദർ ഇസ് എ പേഴ്സൺ ഹു കോൺകേർഡ് ദ വേൾഡ്. പേരെന്താ? വേൾഡ് മൊത്തം പിടിച്ച് ഇറക്കിയ ആള് പണ്ട് ആൻഷ്യൻ പീപ്പിൾ ആരാ? ചെങ്കിസ് ഖാൻ ഉണ്ട്, പിന്നെ നെപ്പോളിയൻ അല്ലതായിരുന്നു, പിന്നെ അലക്സാണ്ടർ അല്ലെ? Alexander is a scientific person actually. He has good weapons, he has good ability, tactics and everything. Okay, so he has won the history by scientific nature. But there is one person in India who also won the world not by scientific but through arts, through peace. Buddha. Buddhism spread all over the world. So it's a romantic person. Okay. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. സോ ടോപ്പിക് എന്ത് ചെയ്യാം? ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ടോപ്പിക് ആണ് ആർഗ്യുമെന്റ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിന് തിരിക്കാം. ഇതൊന്നും അല്ല ശരി, റൊമാൻറ്റിക് മാൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് വരുന്നത്, സയന്റിഫിക് മാൻ അല്ല എന്ന് പറയാം. പക്ഷെ രണ്ടും ശരിയാണോ? The both should go in hand. അല്ലെ? ഹിസ്റ്ററി ഷുഡ് ഗോ വിത്ത് ബോത്ത് റൊമാൻറ്റിക് മാൻ ആസ് വെൽ ആസ് ദി സയന്റിഫിക് പേഴ്സൺ. സോ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഗുഡ് ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ട് വരും? എങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാന്നുള്ളതാണ്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന പല സ്ട്രാറ്റജി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റോറി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രൊഡക്ഷൻ എഴുതാം, ഒരു അനിക്ഡോട്ട് നരേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക്കൽ ഡാറ്റ എന്നൊക്കെ പറയുന്ന ജനറൽ സ്റ്റഡീസ് എസ്സേക്കാണ് പൊതുവെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ നമ്മുടെ അബ്സ്ട്രാക്ട് ടോപ്പിക്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സ്റ്റാറ്റിക് ഡാറ്റ വെച്ചിട്ടുള്ള എസ്സേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ കുറച്ചുകൂടി നമുക്ക് അബ്സ്ട്രാക്ട് ടോപ്പിക്കുകളിലേക്ക് വരുമ്പോൾ കൂടുതൽ നല്ലത് എന്താണ്? മിത്തോളജിക്കൽ ആയുള്ള സ്റ്റോറീസോ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചുള്ള ബുക്സിലുള്ള സ്റ്റോറീസോ എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് ടോപ്പിക് പറയാം.
ഇപ്പം ഈസ് മണി ക്യാൻ ബൈ യു ഹാപ്പിനെസ് എന്ന് ചോദിക്കുകയാണ്. ഈസ് മണി ക്യാൻ ബൈ യു ഹാപ്പിനെസ് എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് ഭാഗം ഉണ്ടാവും അല്ലെ. മണിക്ക് ഹാപ്പിനെസ് ബൈ ചെയ്യാം എന്നുള്ളവർ വിചാരിക്കുന്നുണ്ടാവും, ഇല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടോ. ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഈസ് മണി ക്യാൻ ബൈ യു ഹാപ്പിനെസ് എന്ന് എസ് ചോദിച്ചു കഴിഞ്ഞാൽ എസ് itself says that there are two options. One is yes and one is no. So two argument എസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ബട്ട് there can be a middle path അല്ലെ. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എന്ത് എഴുതാൻ പറ്റും? ഈ രണ്ട് ആസ്പെക്ട്സ് കൂടി വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി കൂടെ. എങ്ങനെയായിരിക്കും അത് എഴുതുക? ബുദ്ധനെ കണക്ട് ചെയ്യാം, പിന്നെ ഓക്കെ അത് അവസാനത്തേക്ക് കൊണ്ടുവരാം നമുക്ക്. കാരണം മിഡിൽ പാത്തിലേക്ക് ബുദ്ധനെ കണക്ട് ചെയ്യാൻ നമുക്ക് ആ ബുദ്ധനെ ഈ രണ്ടിന്റെ ആർഗ്യുമെന്റ് കഴിഞ്ഞതിന് ശേഷം അവസാനം യൂസ് ചെയ്തൂടെ. ഇറ്റ്സ് ഇസ് ദ മിഡിൽ മാർക്ക്, മധ്യമ മാർഗത്തിലാണ് എന്ത് ചെയ്യുന്നത് ഹാപ്പിനെസ് ഉണ്ടാവുക എന്ന് വേണേ പറയാം. പിന്നെ അപ്പൊ അത് ഇൻട്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിനെക്കാട്ടും രണ്ട് ആർഗ്യുമെന്റ് എഴുതി കഴിഞ്ഞിട്ട് എന്തിനാ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ മതി ആ ഒരു പർട്ടിക്കുലർ സെന്റൻസ് എന്ന് പറയുന്നത്. രണ്ട് പെർസ്പെക്റ്റീവ് എഴുതാം. അപ്പം കിട്ടും കിട്ടില്ല എന്നുള്ളത് എഴുതാം. അപ്പൊ നമുക്ക് രണ്ടിനും ഒരു സ്റ്റോറി പോലെ എഴുതാം അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്സ് കോട്ട് ചെയ്യാം. ബുക്സ് കോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പം മാൻ ഹൂ സോൾഡ് ഹിസ് ഫെറാരി എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചിട്ടില്ലേ? വാട്ട് ഇസ് ദ സ്റ്റോറി ഓഫ് ദാറ്റ്? There is a person who is advocate. There is a short of time. I'm just going fast. Okay. So എന്ത് ചെയ്യുന്നുണ്ട് അവിടെ? There is a person അല്ലേ. He is in a lawyer in US and he has everything. A mansion bungalow in US and also has a Ferrari. Okay, but he was not happy. So how he find that he did everything. He has every money, but he is not happy. And finally he traveled to India and Himalaya. There he followed a saint and found that there is a happiness. So he went back to US and he sold his Ferrari and came and settled down in Himalaya. So he found happiness not in money. But there is another book called White Tiger. It's written by Aravind Adiga. So in this book it says that there is a person who do not have any name in the book because this person is known by his caste. He never had his food. For him the entire happiness was having money in his hand. So for him the entire life finally he killed his own boss. And finally he says, the books end like this. Every person at least should once in their life, even for a single moment of second, one should feel like, wow, a rich feel like. That's give you happiness. So the both perspective says that one person, there is happiness, one person is not there is happiness in the money. So it's a contract properly. You can link with the happiness later. So introduction എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റിംഗ് ആക്കി ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻട്രൊഡക്ഷൻ എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സ്റ്റോറി നരേറ്റ് ചെയ്യാം, സ്റ്റാറ്റിക്കലി ഡാറ്റ കൊടുക്കാം, അല്ലെ യു ക്യാൻ പോസ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അതിന് ഉത്തരം എഴുതുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഗുഡ് ലൈഫിനെ പറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഗുഡ് ലൈഫ്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ലൈഫ്, ഓക്കെ അതിന്റെ മീനിങ് ആൻസർ എഴുതാം. ദെൻ യു ക്യാൻ പോസ് അനദർ ക്വസ്റ്റ്യൻ, ഓക്കെ ദെൻ അതിന് ആൻസർ എഴുതാം. സോ ഇറ്റ്സ് ലൈക്ക് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ. പോസ് ചെയ്യുന്നു, ചോദ്യം ചോദിക്കുന്നു, ആൻസർ എഴുതുന്നു. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഓക്കെ അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എസ്സേന്റെ കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ എസ്സേന്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡെഫിനേഷൻ ടേം ഒന്നും ഇപ്പൊ എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ജനറൽ സ്റ്റഡീസ് ബേസ് ചെയ്യുന്ന എസ്സേയിലാണ്, കൂടുതൽ അബ്സ്ട്രാക്ട് ടോപ്പിക്കാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എസ്സേ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ കുറച്ചുകൂടി ഡോട്ട്സ് നിങ്ങൾക്ക് സ്വയം സ്റ്റോറീസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നടന്ന സംഭവം എഴുതാം, അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ള നടന്ന സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്റ്റോറി ആക്കി മാറ്റി ഇതിനകത്തൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേര് എഴുതിയ എസ്സേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഓഫ് എ നാഷൻ ഡിറൈവ്സ് ഫ്രം ഇറ്റ്സ് ഇന്റഗ്രിറ്റി ഓഫ് അറ്റ് ഹോം. ഇത് ടോപ്പേഴ്സ് എഴുതിയുള്ള എസ്സേസിന്റെ ജസ്റ്റ് കോപ്പീസാ. ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് ഒരു കോട്ട് വെച്ചിട്ടാണ് എസ്സേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ പ്ലേറ്റോ ഇൻ ഹിസ് ബുക്ക് റിപ്പബ്ലിക് ആൻഡ് കൺസറിംഗ് ജസ്റ്റിസ് കോട്ട് ദാറ്റ് സ്റ്റേറ്റ്. ഇതെന്താണ്, കുറച്ചുകൂടി ഒരു ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓപ്ഷൻ ഉള്ള ഒരാളായിരിക്കാം ഈ ഒരു പർട്ടിക്കുലർ എസ്സേ എഴുതിയിട്ടുണ്ടാവുക. അപ്പം നിങ്ങളുടെ ഓപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാട്ട് എവർ സബ്ജക്ട് ഓഫ് യുവർ ഓപ്ഷൻ സബ്ജക്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. എസ്പെഷ്യലി പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി പോലെയുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യും, എസ്സേക്ക് ഭയങ്കര ഗുണമായിരിക്കും. ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ഫിലോസഫീസ് ഐഡിയാസ് ഓപ്ഷനിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഓപ്ഷനിന്റെ എന്താവാൻ പാടില്ല, ഓപ്ഷൻ എഴുതിയ പോലെ ആവരുത്. ഓക്കെ ഇറ്റ്സ് ലൈക്ക് ഐഡിയാസ് ഓഫ് ദീസ് ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പൊ വേറെ ഇത് ഇപ്പം സിദ്ധാർത്ഥ് ഗൗതം വാസ് ബോൺ ഇൻ ലുംബിനി. ദിസ് ഡയറക്ട്ലി ഈ എസ്സേന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു പ്രോബ്ലം എന്താണ്, വെരി ഡയറക്റ്റ്. ദ മൊമെന്റ് ഐ സ്റ്റാർട്ട് സിദ്ധാർത്ഥ് ഗൗതം ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു സേ. നാട് വിട്ടു പോയപ്പോൾ സന്തോഷം കിട്ടി, കാട് വിട്ടു, എല്ലാം വിട്ടപ്പോഴാണ് സന്തോഷം കിട്ടിയത്. സോ എസ്സേ വായിക്കുന്ന ആൾക്ക് എന്ത് മനസ്സിലായി, ഇൻട്രൊഡക്ഷൻ വായിക്കുന്നതിന് മുന്നേ തന്നെ വാട്ട് ഈസ് ഗോയിങ് ടു റൈറ്റ് നെക്സ്റ്റ് 150 വേർഡ്സ് എന്നുള്ളത് ഈസ് അണ്ടർസ്റ്റുഡ്. സോ നെക്സ്റ്റ് ജനറേറ്റ് എന്ത് ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിൽ ഇറ്റ് ക്യാൻ ബി ബെറ്റർ ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ചുകൂടി എന്ത് ചെയ്യാം, ഒരു ബെറ്റർ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം കേട്ടോ. ആൻഡ് ഓൾഡ് മാൻ, ഇപ്പം ഇതും എന്താണ്, സിമ്പിൾ ക്ലോത്ത് ഡിസൈഡഡ് ടു റെസിൽ ദ വേൾഡ്. മൈറ്റ് സ്റ്റാർട്ടർ സബർമതി ആശ്രമം. ആരാ,
ഗാന്ധി. വെരി പ്രെഡിക്റ്റബിൾ ഇൻട്രൊഡക്ഷൻസ് ആണ്. ബട്ട് ഇഫ് യു ഡു നോട്ട് ഹാവ് എനി ഏബിൾ ടു ജനറേറ്റ്, നിങ്ങൾക്ക് ഇത് എസ് എൽ ക്രിയേറ്റീവ് റൈറ്റിംഗിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അത് ഭയങ്കര ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ചൂസ് ദി സിംപ്ലസ്റ്റ് ഫോം. ഡയറക്റ്റ് എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് കാര്യങ്ങൾ പറയാന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡക്ഷനെ കുറച്ചുകൂടി എന്താക്കാം, പ്രസന്റബിൾ ആക്കിയിട്ട് ഇൻട്രൊഡക്ഷൻ മാറ്റുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇനി ഡിഫറെന്റ് ഇൻട്രൊഡക്ഷനിലേക്ക്, ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ബോഡി ഓഫ് ദി എസ്സേ ആണ്. ബോഡി ഓഫ് ദി എസ്സേയിലേക്ക് വരുമ്പോൾ പൊതുവേ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്സേയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി നമ്മൾ എന്ത് ചെയ്യുന്നു, ടോപ്പിക് ഹിറ്റ് ചെയ്യുന്നു. ടോപ്പിക് ഹിറ്റ് ചെയ്ത് വരുന്ന സമയത്തേക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞു കണ്ടന്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇത് ഏത് മെത്തേഡ് എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടോപ്പിക് യു ഹാവ് ടു ചൂസ്. ഓക്കെ, ഈ അബ്സ്ട്രാക്ട് ടോപ്പിക്കിൽ പൊതുവേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർഗ്യുമെന്റ് നമ്മൾ പോസ് ചെയ്യുകയാണ് അല്ലെ. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നേരത്തെ സയന്റിഫിക് മാന്റെ കാര്യം പറയുകയാണെങ്കിൽ സയന്റിഫിക് മാൻ ആണ് വിജയിച്ചത്, ആർട്ട് മാൻ അല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സോ അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഈ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം, ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഡിഫറെന്റ് സെക്ടേഴ്സ് എന്ത് വേണം, പോയിന്റ്സ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് എക്കണോമിയിൽ ഇത് എങ്ങനെയായിരുന്നു, എക്കണോമിയിൽ സയന്റിഫിക് മാന്റെ ഐഡിയാസ് ആണോ വളർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കെമിസ്ട്രി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേഷനിൽ ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, പബ്ലിക് അഫയേഴ്സിൽ ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് ഓരോ സെക്ടറിലും എങ്ങനെയാണ് ഈ ഐഡിയ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, സെക്ടർ കണക്ട് ചെയ്ത് പ്രൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പോകാൻ പറ്റണം. ഇപ്പൊ ഒന്ന് നമ്മൾ പറയുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു ടെമ്പറൽ അപ്രോച്ച് എടുക്കാം, ടൈം പീരീഡ് വെച്ചെടുക്കാം. ഏൻഷ്യൻ പീരീഡിൽ ഇത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മിഡിവിൽ എങ്ങനെയായി, മോഡേൺ എങ്ങനെയായി, വേൾഡ് ഹിസ്റ്ററി പ്രകാരം എങ്ങനെയായി. സോ ഓരോ പീരീഡ് ബേസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിക്സിനെ കണക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ഇൻ ഫെഡറൽ എന്ത് ജനറൽ സ്റ്റഡീസിന്റെ ഒരു ഇതാണ്. ഇപ്പൊ ഇതിനകത്ത് എന്താണ്, എവിടെ തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഡാം ഉണ്ടാക്കി തൊട്ട് പറഞ്ഞൂടെ, പറ്റുമോ? ടോപ്പിക് ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. ഫെഡറൽ ഇന്ത്യ എന്താ സ്റ്റാർട്ട് ചെയ്തത്, 1950 തൊട്ടല്ലേ. മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രിട്ടീഷ് പീരീഡിലെ കുറച്ച് കാര്യം പറയാം. പക്ഷേ 1950 തൊട്ടല്ലേ ഫെഡറൽ ഇന്ത്യ ജനറേറ്റ് ചെയ്തത്. വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാപ്പൻ വി അഡോപ്റ്റഡ് ഫെഡറൽ കൺട്രി. ഓക്കെ, സോ ഇറ്റ്സ് ക്ലിയർലി ഡിഫൈൻ ദാറ്റ് വേർ ഇസ് ദ ടൈം പീരീഡ് സ്റ്റാർട്ട്സ്. ഓക്കെ, അപ്പൊ എസ്സേ വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ടോപ്പിക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ നോക്കിയാൽ ഗേൾസ് ആർ വെയ്റ്റഡ് ഡൗൺ ബൈ റെസ്ട്രിക്ഷൻസ്, ബോയ്സ് വിത്ത് ഡിമാൻഡ്സ് ആൻഡ് 2 ഈക്വലി ഹാർംഫുൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ടോപ്പിക് അല്ലെ. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഓരോ പീരീഡിൽ നോക്കിക്കൂടെ, എങ്ങനെയാണ് ഓരോ പീരീഡിലും ഇതിന്റെ ബോയ്സിനെയും ഗേൾസിനെ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, മോഡേൺ പീരീഡിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെ മാറി എന്നുള്ളത് രീതിയിലും ചോദിക്കാം അല്ലെ. സോ ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഗേൾസിന് ഇപ്പൊ ഈക്വാലിറ്റി വരുന്നുണ്ട്, പക്ഷെ അതേപോലെ ബോയ്സിന് ഇക്വാലിറ്റിക്കുള്ള കൊടുക്കുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാം. ഓക്കെ, സോ ദ പീരീഡ് സാർ ഓരോ പീരീഡിൽ ഏഷ്യൻ പീരീഡിൽ ഗേൾസിന് ഇതെങ്ങനെയായിരുന്നു നമ്മൾ ട്രീറ്റ് ചെയ്തത്, ബോയ്സിനെ മിഡിൽ പീരീഡിൽ എങ്ങനെ, അങ്ങനെ ഒരു ടൈം പീരീഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവല്യൂഷണറി പോലെ നമുക്ക് ഈ ടോപ്പിക്കുകൾ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ പീരീഡിലും ഇത് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ലൈഫിൽ ഇത് എങ്ങനെയാണ്, ഫാമിലിയിൽ എങ്ങനെയാണ്, സൊസൈറ്റിയിൽ എങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇൻഡിവിജ്വൽ ലൈഫ് എഴുതിയിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സൊസൈറ്റി എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേൾഡിൽ എങ്ങനെയാണെന്ന് എഴുതുന്നു. പക്ഷെ വീണ്ടും വന്ന് എന്ത് എഴുതരുത്, സൊസൈറ്റി എഴുതരുത്. എന്ത് സംഭവിക്കും, ദർ വോണ്ട് ബി എനി കണ്ടിന്യൂറ്റി. ഓക്കെ, എസ്സേക്ക് കണ്ടിന്യൂറ്റി എന്താ, ദർ ഷുഡ് ബി എ ഓർഡർലി ഫാഷൻ. ഓക്കെ, ഈ കണ്ടിന്യൂറ്റിയെ ബാധിക്കരുത്. അപ്പൊ നിങ്ങളൊരു സാധനം എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ലൈഫിനെ പറ്റി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേൾഡ് എഴുതിയിട്ട് പിന്നെ സൊസൈറ്റി വരരുത്. ദ ഓർഡർ ഷുഡ് ബി, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഡിവിജ്വൽ ലൈഫ് എഴുതണം നിർബന്ധമില്ല. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഫാമിലി, ദെൻ യു ക്യാൻ സ്കിപ്പ് വർക്ക് പ്ലേസ്, യു ക്യാൻ ഗോ ടു സൊസൈറ്റി, നേഷനിൽ പോവാം, അല്ലെങ്കിൽ നേഷൻ സ്കിപ്പ് ചെയ്ത് വേൾഡിൽ പോവാം. ഇത് കറക്റ്റ് ഓർഡറിൽ പോകണമെന്നില്ല, പക്ഷെ എന്ത് ചെയ്യണം, എല്ലാം എഴുതണം എന്നില്ല, പക്ഷെ ഓർഡർ എന്ത് ചെയ്യണം, ചെറുതിൽ നിന്ന് വലുതായി വരണം, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതായി വരണം. ആ ഓർഡർ എന്താവണം, കൃത്യമായിട്ട് വരണം എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിത്ത് ഗ്രേറ്റ് പവർ കംസ് വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെ. പവർ കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ലാസ്റ്റ് ഇയർ ഒരു എസ്സേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പ്രീവിയസ് ഇയർ ലാസ്റ്റ് ഇയർ എസ്സേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, any man can withstand with adversity, but his character will be judged with power അല്ലെ. സെയിം ക്വസ്റ്റ്യൻ അല്ലേ ആക്ച്വലി എല്ലാം പറയുന്നത്. എസ് ഈസ് ആക്ച്വലി റിപ്പീറ്റിംഗ്. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻഡിവിജ്വൽ ലൈഫിൽ എങ്ങനെയാണ്, സെക്കൻഡറി ആയിട്ട് റെസ്പോൺസിബിലിറ്റി മാറുന്നത് എങ്ങനെയാണ്, പവർ അനുസരിച്ച് ഇപ്പൊ പാട്രിയാർക്കിനെ പറ്റി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും അല്ലെ. ഓരോ ആസ്പെക്റ്റിൽ എങ്ങനെയാണ് ഇത് മാറുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ മെത്തേഡ് ചെയ്യാം. പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ മെത്തേഡ് ബേസിക്കലി എന്താണ്, ഒരു ഇഷ്യൂസ് ബേസ് ചെയ്താണ്. കൂടുതലും ജനറൽ സ്റ്റഡി എസ്സേ പോലെയുള്ള എസ്സേസിലാണ് ഇത് വർക്ക്ഔട്ട് ആവുക.
ഇപ്പൊ ഗ്ലോബലൈസേഷൻ, എക്കണോമിക് റിഫോംസ് ആൻഡ് ജുഡീഷ്യൽ ആക്ടിവിസത്തെ പറ്റിയുള്ള ചോദ്യമാണെങ്കിൽ ദർ ഇസ് എ ഇഷ്യൂ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ പ്രോബ്ലം. ആ ഇഷ്യൂസ് എന്താണെന്ന് എഴുതാം, ആ പ്രോബ്ലം എഴുതാം, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അടുത്ത പാരഗ്രാഫ്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, അതിന്റെ സൊല്യൂഷൻ അടുത്ത പാരഗ്രാഫ്. അപ്പൊ പ്രോബ്ലം സൊല്യൂഷൻ ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, എസ്സേന്റെ കംപ്ലീറ്റ് ഡയറക്ഷനും പോവുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇസ് എ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എമോങ് ദ യൂത്ത് ആൻഡ് പ്രസിപ്പിറ്റേറ്റ് ഡിപ്രഷൻ ആൻഡ് ലോൺനെസ്. വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലം സോൾവിംഗ്, പ്രോബ്ലം സൊല്യൂഷൻ എന്ന രീതിയിൽ മെത്തേഡിൽ എഴുതാൻ പറ്റുന്ന ഒരു എസ്സേയാണ്. അല്ലെങ്കിൽ ഡിബേറ്റ് എന്താണ്, ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് പോകുന്നതാണ്. ഇപ്പൊ സയൻസ് ആൻഡ് റിലീജിയൻ, ആർ ദേ കോമ്പറ്റബിൾ? ഇറ്റ്സ് എ ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ. ഇവർ കോമ്പറ്റബിൾ ആണോ? അപ്പൊ സയൻസ് കോമ്പറ്റബിൾ ആണെന്നും പറയാം, അതിന് നേരെ കൗണ്ടർ ആർഗ്യുമെന്റും പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനഫ് പോയിന്റ്സ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓരോ പാരഗ്രാഫിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആർഗ്യുമെന്റും കിട്ടണം, അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റും കിട്ടണം. അതില്ല എന്നുണ്ടെങ്കിൽ ഇതിന് സെക്ഷൻ തിരിക്കുന്നതാണ് നല്ലത്. ആദ്യം എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ എല്ലാ ഒപ്പോസിഷനെ ഒന്നിച്ച് പറയാം. ഒരു സപ്പോർട്ട് ഒരു ഒപ്പോസിഷൻ പറയുമ്പോൾ എക്സാക്ട് ഒപ്പോസിഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, എസ്സേക്ക് നിങ്ങൾക്ക് ഐഡിയാസ് ഇല്ല എന്ന രീതിയിൽ റിഫ്ലക്ട് ചെയ്യും. സോ യു ഷുഡ് ensure that you have enough content with that particular ഇങ്ങനെ എസ്സേ എഴുതുമ്പോൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കണം. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഹിസ്റ്ററിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ സാധനം എടുക്കാൻ പറ്റും. അതല്ല എന്ന് പിന്നെ എടുക്കാൻ സെക്ടോറൽ അപ്രോച്ച് ആണ്. സെക്ടോറൽ അപ്രോച്ച് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ എസ്സേക്ക് സെക്ടോറൽ അപ്രോച്ച് വേണ്ടി വരും. നിങ്ങൾക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പല സെക്ടേഴ്സിനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഫുള്ള് ബുദ്ധ, മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ ഇയാള് ഹിറ്റ്ലർ, പിന്നെ അബ്രഹാം ലിങ്കൺ, ഇൻഡിവിജ്വൽ പേഴ്സന്റെ ലൈഫ് മാത്രമേ എടുത്തുള്ളൂ. ഹൗ ദിസ് ഇസ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേഷൻ, ഹൗ ദിസ് ഇസ് റിലേറ്റഡ് ടു പൊളിറ്റിക്സ്, ഹൗ ദിസ് ഇസ് റിലേറ്റഡ് ടു സൊസൈറ്റി ആസ് എ ഹോൾ, അല്ലെങ്കിൽ എക്കണോമിനെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, സയൻസിനെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എഴുതണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് തിങ്ക് ഇൻ എ സെക്ടോറിയൽ പെർസ്പെക്ടീവ്. ഇപ്പൊ ഇൻഡിവിജ്വൽ പെർസ്പെക്ടീവിൽ നിന്ന് മാറി സെക്ടർ ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു തിങ്കിങ് പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അത് ചിന്തിക്കുക. പിന്നെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ സെക്ടറൽ പെർസ്പെക്റ്റീവ് ആണ് ശരിക്കും ബേസിക്കലി നമ്മുടെ ഈ ഒരു എസ്സേസ് ഹോളിസ്റ്റിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അബ്സ്ട്രാക്ട് എസ്സേയിൽ കുറെ ബെനിഫിഷ്യൽ ആയിട്ട് വരും. അതായത് നിങ്ങൾ എക്കണോമിക്കലി സയന്റിഫിക്കലി അങ്ങനെ എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്. ടു തിങ്ക് ആൻഡ് ബ്രിങ് ദ പോയിന്റ്സ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. നിങ്ങൾക്ക് ആ ഏരിയയിൽ നിന്ന് പോയിന്റ് കിട്ടണം, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോയിന്റ് കിട്ടാൻ നമുക്ക് ഇൻഡിവിജ്വൽ ലൈഫിൽ ചിന്തിക്കാം, വേൾഡ് ഹിസ്റ്ററി ആസ്പെക്റ്റിൽ ചിന്തിക്കാം. അപ്പോൾ ഓരോ സ്ഥലത്ത് എവിടുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ജനറേറ്റ് ചെയ്യാം. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ടോപ്പിക്ക് മാത്രം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പം പല സെഗ്മെന്റിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ എന്താണ് കാര്യം കിടക്കുന്നത്, ഓക്കെ സയന്റിഫിക് ആയിട്ട് ഇവിടെ എന്താണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഓപ്പോസിഷൻ ഗെയിമിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ പറയാം, ഇപ്പൊ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞൂടെ, സ്വച്ഛ് ഭാരത് അഭിയാൻ, ദർ വാസ് എ പ്രോബ്ലം ബട്ട് വി നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. ആ പ്രോബ്ലം വന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, വി ബ്രോട്ട് എ സ്വച്ഛ് ഭാരത് അഭിയാൻ. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ടില് മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. സോ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ടോപ്പിക്കുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. കൺക്ലൂഷൻ ഓഫ് എസ്സേയും ഇൻട്രൊഡക്ഷൻ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. കൺക്ലൂഷൻ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഇയാൾ എന്ത് ചെയ്ത് മാർക്ക് ഇടും. സോ ഇതുവരെ ചെയ്ത മണ്ടത്തരങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യാനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് എന്ന് പറയുന്നത് എന്താണ്, കൺക്ലൂഷൻ ആണ്. ഇവിടെയും കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് അല്ല. ഓക്കെ, ഫൈനലി പോയിട്ട് ഒരു അടിപൊളി സെന്റൻസ്, മോറൽ എത്തിക്സ് പഠിച്ചിട്ടുള്ള കീവേഡ്സ് മൊത്തം എഴുതി വെക്കലല്ല കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ഡിസ്കസ് ദ ആർഗ്യുമെന്റ്, യു ഓൾറെഡി ഡിസ്കസ് ദി കൗണ്ടർ ആർഗ്യുമെന്റ് ഓഫ് യുവർ എസ്സേസ്. നൗ യു നീഡ് എ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ എസ്സേന്റെ കാര്യത്തിലല്ലേ, ഹാപ്പിനെസ് കിട്ടും പൈസയും കൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ് ഇത് രണ്ടും ആണോ? അല്ല, ഇറ്റ്സ് എ ന്യൂ ആർഗ്യുമെന്റ് വേർ യു നീഡ് മണി ആസ് വെൽ ആസ് അതർ തിങ്സ് ടു ഗെറ്റ് ഹാപ്പി. അപ്പൊ അതെന്താന്നുള്ളതാണ് നിങ്ങൾ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ്. അല്ലെങ്കിൽ സയന്റിഫിക് മാനും എന്ത് പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ മാനും പറഞ്ഞ സമയത്ത് ഇതും പറഞ്ഞു, നമ്മൾ ഇതും പറഞ്ഞു. പക്ഷെ ഇത് രണ്ടും അല്ല, ഇത് രണ്ടിന്റെയും ഇന്റർസെക്ഷൻ ആണ്. ഇത് രണ്ടും ഒന്നിച്ച് നിന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ ഹിസ്റ്ററി വിക്ടറി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കൺക്ലൂഡിംഗ് യുവർ ആർഗ്യുമെന്റ്. ഓക്കെ, സോ വേർ യു ആർ ട്രൈങ് ടു ബ്രിങ് ഔട്ട് ദി എസ്സേസ് കംപ്ലീറ്റ്ലി, ഇതുവരെ അനലൈസ് ചെയ്ത ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുകയാണ്, യു ആർ ട്രൈങ് ടു ബ്രിങ് ദി ഫൈനൽ കൺക്ലൂഷൻ പോയിന്റ്. ബട്ട് ഡോണ്ട് ബ്രിങ് എ ന്യൂ ആർഗ്യുമെന്റ് ഹിയർ. യൂഷ്വലി ചില ആളുകൾ അവസാനം കൊണ്ട് എന്ത് ചെയ്യും, പുതിയൊരു സംഭവം എഴുതി വെക്കും. ഓക്കെ, ഇതുവരെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ബട്ട് യു വോണ്ട് ഗെറ്റ് ഇനഫ് സ്പേസ് ടു റൈറ്റ് ഓൾസോ. സോ ഒരു എന്ത് ചെയ്യും, ഒരു ഡിസ്ട്രപ്റ്റീവ് എൻഡ് ആയിട്ട് എസ്സേ എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. സോ ഇതുവരെ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു ഒരു പുതിയ ആർഗ്യുമെന്റ് എടുത്തിട്ട് അതിനെ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ് ആക്കി മാറ്റും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ യോജിപ്പിക്കുന്നു. ഇതെല്ലാം ഇതിനകത്ത് ആവശ്യമാണ്, അല്ലെ? ഇപ്പൊ ഇന്നത്തെ രാവിലത്തെ പോസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എ പേഴ്സൺ കനോട്ട് സ്റ്റെപ്പ്, യു കനോട്ട് സ്റ്റെപ്പ് ദി സെയിം വാട്ടർ ടോയ്സ് എന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട്, അല്ലെ? അത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ എന്താണ്, ഇതിന്റെ കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ്? അതിനകത്ത് പല കാര്യങ്ങളില്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു വാട്ടറിൽ ഒരാൾ രണ്ട് പ്രാവശ്യം ഒരേപോലെ ഇടാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം, വാട്ടർ എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ട്, വാട്ടർ ഫ്ലോസ്, വാട്ടർ ഡോണ്ട് വെയിറ്റ് ഫോർ എനിത്തിങ്, അല്ലെ? ഓപ്പർച്യൂണിറ്റി ഫ്ലോസ്. അപ്പൊ ഇഫ് യു ആർ നോട്ട് സ്റ്റെപ്പിംഗ് ഇൻ, യു കനോട്ട് സ്റ്റെപ്പ് ഇൻ ദ സെയിം വാട്ടർ ടോയ്സ് എന്ന് പറയുന്ന ആർഗ്യുമെന്റ്. അതായത് സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നത്, എൻവയോൺമെന്റ് ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്.
ബട്ട് ദർ ഇസ് എ കൗണ്ടർ ആർഗ്യുമെന്റ് അല്ലേ? സിറ്റുവേഷൻ മാത്രമാണോ ചേഞ്ച് ചെയ്യുന്നത്? You are also changing. You won't be the same person after that. The moment you put in the water, this person, and after 1 year, if you are putting the same, leg in the water, you both people are different. So you are also evolving, the water also moving. So the concluding argument, you should bring both, where the person as well as the environment as well as the individual is evolving. So evolve എങ്ങനെയാണ് സംഭവിക്കുന്നത്? It's a constant interaction between environment as well as the individual. So that's how the people develop. That's how the environment shapes and individual shapes. So there is a give and take policy. So this is concluding argument. Again, concluding argument ഒരു 300 വേർഡ്സോളം നിങ്ങൾ എഴുതേണ്ടി വരും. ഇപ്പൊ ഇതുവരെ എഴുതിയുള്ള സമ്മറിനെ നിങ്ങൾ കൺസൈൻസ് ചെയ്തെടുക്കാം. അതിൽ കൺക്ലൂഡിങ് ആർഗ്യുമെന്റ് കൊണ്ടുവരാം. അതിൽ നിങ്ങളുടെ ഓപ്ഷൻ എന്താണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ അവസാനം ഈ കൺക്ലൂഡിങ് ആർഗ്യുമെന്റ് എഴുതുമ്പോൾ ഇതിനകത്ത് കുറെ ട്രാൻസിഷൻ വേർഡ്സ് എസ്റ്റേറ്റ് ഫ്ലോ നിർത്താൻ വേണ്ടി കുറെ സ്ഥലങ്ങളിലുണ്ട്. അത് നമുക്ക് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ നമ്മൾ തരാം, അതിനകത്ത് ഉണ്ടാവും. ഇപ്പം ഒരു പാരഗ്രാഫിൽ നിന്ന് ഒരു പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോകണം? കാരണം അതല്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ പാരഗ്രാഫും സെപ്പറേറ്റ് ആയിട്ട് പോകും. ഇപ്പൊ ഒരു എസ്സേയിൽ ഒരു പാരഗ്രാഫ് ഞാൻ എടുത്തു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും ആ എസ്സേക്ക് ഒരു പ്രശ്നം സംഭവിക്കുന്നില്ലെങ്കിൽ ദർ ഈസ് സം ഇഷ്യൂ വിത്ത് ദ ഫ്ലോ ഓഫ് ദ എസ്സേ. ആ പാരഗ്രാഫ് അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ എസ്സേന്റെ ഫ്ലോ എന്ത് ചെയ്യുള്ളൂ? ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ പാരഗ്രാഫും യൂണീക്ക് ആയിട്ട് അതിനെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഓരോന്നിനെ പാർട്ടാക്കി മുറിച്ച് വെച്ചോലെ ഉണ്ടാവും. ഇതെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇറ്റ് വിൽ ഫങ്ഷൻ ആസ് എ ഗുഡ് എന്റിറ്റി അല്ലേ? അതേപോലെ തന്നെ കൺക്ലൂഷനിൽ ഒരു റെട്ടോറിക് പാരഗ്രാഫിന് എന്ത് ചെയ്യുന്നത്? റെട്ടോറിക് പാരഗ്രാഫ് മീൻസ് അടിച്ചു കയറ്റിയ പിന്നെ അവസാനം ഇൻട്രൊഡക്ഷൻ എഴുതിയ പോലെ തന്നെ എന്ത് ചെയ്യാണ്? തള്ളി മറക്കുകയാണ്. ദ ഫൈനൽ 50 വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? യുവർ ടൈം ടു ഷോ. ഓക്കെ, യു ഓൾറെഡി ഷോഡ് അപ്പ് ഇൻ ഇൻട്രൊഡക്ഷൻ. ബോഡിയിൽ നിങ്ങൾ 2-3 സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സൈറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഫൈനൽ കൺക്ലൂഷൻ പാർട്ട് അവിടെ നിങ്ങൾക്ക് ഷോ അപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ് ആ 50 വേർഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രൊഡക്ഷനെ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, യൂഷ്വലി ഇപ്പൊ എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഓർ യു ക്യാൻ ബ്രിങ് ന്യൂ ഐഡിയാസ്. പക്ഷെ എന്താണ്? വളരെ കൺസൈസ് ആയിട്ട് നല്ല കോഴ്സ് അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് താനങ്ങൾ പറഞ്ഞിട്ട് ഹൗ ഇഫ് ദർ ഇസ് എ പ്രോബ്ലം യു ആർ ഡിസ്കസിങ്, യു ക്യാൻ ഗിവ് എ സൊല്യൂഷൻ ഓർ യുവർ ഓൺ പെർസ്പെക്ടീവ് വിച്ച് ഹാവ് എ ഫ്യൂച്ചറിസ്റ്റിക്. അപ്പൊ അത് അതിനകത്ത് റെട്ടോറിക് പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ്. ഇതൊക്കെ എഴുതി ശീലിക്കേണ്ടതാണ്. കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് പല സാധനങ്ങളും എഴുതാൻ പറ്റും അല്ലെ? ഇപ്പൊ യു കെ നോട്ട് ക്ലാപ്പ് വിത്ത് one hand and you need this. It's like rhetoric paragraph. You're writing good words and good English. കുറെ സാധനം കാണാതെ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ടോപ്പിക്കുമായിട്ട് കണക്ഷൻ ഉണ്ടാവണം. ബട്ട് ഇറ്റ്സ് റെട്ടോറിക്. ടു ഗെറ്റ് ദ ഫൈനൽ റൊമാൻറ്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയുള്ള സാധനമാണ് റെട്ടോറിക് പാരഗ്രാഫ് എന്ന് പറയുന്നത്. സോ അതിനുള്ള സ്കോപ്പ് കൺക്ലൂഷനിൽ നിങ്ങൾക്ക് കിട്ടും. സോ യു ക്യാൻ എൻഡ് വിത്ത് ആ നൈസ് ആയിട്ട് എന്ത് ചെയ്യാം? എസ്സേ എടുക്കാൻ പറ്റും. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ സ്റ്റോറിയാണ് വരുന്നെങ്കിൽ ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും? 2 പേരെ ഉണ്ടാകും, വെറുതെ ഉണ്ടാകും. പെഹലി ആൻഡ് പെഹോ, 2 people. So this people ഇങ്ങോട്ട് കൊണ്ടുവരാം. their world of അതെന്താന്ന് നമ്മൾ ഇമാജിനേഷൻ ചെയ്താണ് കൺക്ലൂഷനിലേക്ക് എഴുതാൻ പോകുന്നത്. then how they are going to live their life. So throughout the essay, these people will be having interaction. That's how the NCERT is written. So that's why NCERT is so relatable to you. Just like you people. So that character പോലെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എസ്സേയിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ എഴുതാം. ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ് ഓൺ യുവർ റൈറ്റിംഗ് സ്കിൽ കേട്ടോ. നിങ്ങൾക്ക് കഥ എഴുതാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് എഴുതരുത്? ഈ പരിപാടി ചെയ്യാൻ നിൽക്കരുത്. ഏത് പെഹലി പുതിയ ആളെ കൊണ്ടുവന്നിട്ട് ആ കഥയ്ക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. സോ ഇതാണ് മേജർ ബോഡി ഓഫ് എസ്സേ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് മേജർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? എസ്സേയിൽ ഞാൻ പറഞ്ഞ പോലെ റിക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതായത് ഒരേ ടോപ്പിക്സ് എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് റിക്കറിംഗ് ആയിട്ട് തീം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓരോ എസ്സേ എന്തല്ല സെപ്പറേറ്റ് ടോപ്പിക് ആണെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്കൊരു ഫോർഡർ മെറ്റീരിയൽ എല്ലാ ടോപ്പിക്കിനും വേണം. അപ്പൊ ഇവിടുന്ന് ഫ്രം ഹിയർ ഓൺ രാജ്കുമാർ വിൽ ടേക്ക്. താങ്ക് യു. ഹായ്. സോ നമ്മളുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഐഡിയ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് you must be knowing me and Basi, like സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി കുട്ടികളെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ പൊതുവെ കുട്ടികൾ ഒരു PCM കോഴ്സ് ചെയ്യുന്നു, പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എഴുതുന്നു, പ്രിലിംസ് കയറുന്നു. ഇതുവരെയുള്ള ജേർണി ആക്ച്വലി വെൽ സ്ട്രക്ചേർഡ് ആണ്. കാരണം പ്രിലിംസിൽ എന്ത് ചെയ്യണം എന്നൊക്കെ കൃത്യമായി നിങ്ങൾക്ക് എന്ത് അറിയാം, എന്തൊക്കെ കണ്ടന്റ് പഠിക്കണം, എലിമിനേഷൻ ടെക്നിക്ക്, ആ ടെക്നിക്ക്, ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞ് പഠിക്കും. അങ്ങനെ നമ്മൾ പ്രിലിംസ് കയറുന്നു. പ്രിലിംസ് കയറുമ്പോൾ നമ്മുടെ GS പേപ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗം, GS 1, 2, 3, 4, ഇതിനൊക്കെ സ്റ്റാൻഡർഡൈസ് മെറ്റീരിയൽസ് ഉണ്ട്. GS 4 ഒരു പരിധി വരെ ക്രിയേറ്റീവ് റൈറ്റിംഗിനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ കൂടി GS 1, 2, 3 നമുക്ക് സ്റ്റാൻഡർഡൈസ് മെറ്റീരിയൽസ് ഉണ്ട്. ഓപ്ഷണൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓപ്ഷണൽ മെറ്റീരിയൽസ് ഉണ്ടാവും. പക്ഷേ പ്രശ്നം വരുന്നത് എസ്സേ എന്ന് പറയുന്ന സംഭവത്തിലാണ്. കാരണം എസ്സേ എന്ന് പറയുന്ന ഒരു പേപ്പറിന് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഇതുവരെ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അതിൽ എന്ത് പഠിക്കണം, ഇന്ന ടോപ്പിക് പഠിക്കണോ. ഇനി അതൊക്കെ പോയിട്ട് നമുക്ക് സ്വന്തമായ ഒരു നോട്ട് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി കഴിയുമ്പോൾ ഇതിന് എങ്ങനെയാണ് നോട്ട് ഉണ്ടാക്കേണ്ടത്, ഏത് ടോപ്പിക്കിനെ ഹിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഐഡിയ കിട്ടില്ല. എന്നാൽ പിന്നെ ടോപ്പേഴ്സിന്റെ വല്ലവരുടെയും എസ്സേ വായിച്ചു നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എഴുതി വെച്ചത് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും. കാരണം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കോട്ട്സ് അവർ എഴുതുന്നു, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കഥകൾ അവർ എഴുതുന്നു. നമുക്ക് എന്ത് ചെയ്ത് നമുക്കറിയാം 2-3 ആൾക്കാർ ഗാന്ധി ബുദ്ധനൊക്കെയാണ്, എങ്ങനെ എസ്സേ ഇതേ വരുന്നുള്ളൂ. അപ്പൊ ഈ ഇഷ്യൂ റിക്കറിംഗ് ആയിട്ട് പല കുട്ടികളും നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ടോപ്പേഴ്സ് എങ്ങനെയാണ് അവർ ഈ എസ്സേ ഒക്കെ എഴുതുന്നത്, അവരെങ്ങനെയാണ് നമുക്കൊന്നും പരിചിതമില്ലാത്ത കോട്ടുകൾ അവർ എഴുതുന്നത്? ഒരുപാട് വായിക്കുന്നവർക്ക് മാത്രമാണോ നല്ല എസ്സേ എഴുതാൻ പറ്റുക? ശരിക്കും ഇതിന്റെ പിന്നിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് പലതും നമ്മുടെ കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടാണ് സംഭവം. നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ UPSCയുടെ എസ്സേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ മുൻ വർഷങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായ ട്രാൻസിഷൻ പീരീഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു കാലഘട്ടത്തിൽ ഒരു സെക്ഷൻ എ, സെക്ഷൻ ബി ഉണ്ടെന്ന് അറിയാലോ. സെക്ഷൻ എയിൽ ഒരു ഫോർ എക്സാമ്പിൾ ജനറൽ ടോപ്പിക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പെട്രിയാർക്കി പോലെയുള്ള നമ്മൾ GS ആയിട്ട് നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണെങ്കിൽ ഒരു പാർട്ടിൽ ഫിലോസഫിക്കൽ എസ്സേസ് ആയിട്ടുള്ള രീതിയിൽ. പിന്നീട് അതിൽ നിന്ന് മാറ്റം വന്നു. കാരണം 2 സെക്ഷനിലും എന്തായി, ഫിലോസഫിക്കൽ എസ്സേസ് വന്നു തുടങ്ങി. അതായത് ഫിലോസഫിക്കൽ എസ്സേയിൽ എഴുതാതെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നു തുടങ്ങി. ഇവിടെ എത്തിയപ്പോഴാണ് പലർക്കും ഈ സ്ട്രഗിൾ വന്നു തുടങ്ങിയത്. അപ്പൊ ഫിലോസഫിക്കൽ എസ്സേക്ക് നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ഒരു മെറ്റീരിയൽ എങ്ങനെ ഉണ്ടാക്കും, ഏതൊക്കെ ടോപ്പിക് പ്രിപ്പയർ ചെയ്യും എന്ന കാര്യത്തിൽ നമുക്കൊരു ധാരണ പലർക്കും ഇല്ലാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നം. പക്ഷെ നമ്മൾ കൃത്യമായ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും UPSC ചില തീംസ് ഉണ്ട്. ആ തീംസിനെ ബേസ് ചെയ്തിട്ടാണ് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആ തീംസ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെറ്റീരിയൽ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ മെറ്റീരിയൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ്സേസ് എന്താവും, നേരത്തെ പറഞ്ഞ ടോപ്പേഴ്സിന്റെ എസ്സേ പോലെ ആയി മാറും. അപ്പോൾ ആ തീംസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. ആ തീംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ഇനി മുന്നോട്ട് പ്രോഗ്രാം പോകും തോറും ആ തീംസ് ഓരോന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൽ ഓരോന്നും എങ്ങനെ നോട്ട് വേണം എന്ന രീതിയിൽ നമ്മൾ പോയി ബൈ ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാ തീംസിന്റെയും നോട്ട്സും മെറ്റീരിയൽസും അതിന് വേണ്ട ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ ഒക്കെ നമ്മുടെ ഉണ്ടാക്കി വെക്കുക, അത് പഠിക്കുക, അത് നമ്മുടെ എസ്സേ ടെസ്റ്റുകളിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. സോ ബൈ ദി നമ്മൾ ഒരു 6 ടെസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. സോ ബൈ ദി എൻഡ് ഓഫ് ദി 6th ടെസ്റ്റ് നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതാവുന്ന എല്ലാവിധ ടൂൾ കിറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. അപ്പൊ ആ രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇത്. അപ്പൊ നമുക്ക് ബേസിക്കലി റിക്കറിംഗ് തീംസ് എന്തൊക്കെയാണ് UPSC ചോദിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇപ്പൊ ഭാഷി സാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ്സേ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ബോഡി വേണം, ഒരു കൺക്ലൂഷൻ വേണം എന്ന രീതിയിൽ. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതുന്ന ഒരു എസ്സേ എങ്ങനെയായിരിക്കും, നമ്മൾ ആദ്യം നല്ലൊരു എന്താണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്ന കാര്യമായി ബന്ധപ്പെടുത്തി ആ ക്വസ്റ്റ്യൻ ആൻസർ വായിക്കുന്ന അല്ലെ എസ്സേ വായിക്കുന്ന ആളുകൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന പോലെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്നു. ആ ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുത്തിട്ട് ആ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഹുക്കിംഗ് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ആയിട്ടൊരു പാരഗ്രാഫ് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ബോഡിയിൽ സാറ് പറഞ്ഞ പോലെ നമ്മൾ പല ആസ്പെക്ട്സ്, മേ ബി ടെമ്പറൽ ആസ്പെക്ട്സ് ആവാം, അല്ലെങ്കിൽ പല ആസ്പെക്ട്സ് നമ്മുടെ ബോഡി ഫിൽ ചെയ്യുന്നു, കൺക്ലൂഷൻ കൊടുക്കുന്നു. ഇങ്ങനെയായിരിക്കും നമ്മുടെ എസ്സേ. അപ്പൊ നമ്മൾ എസ്സേയുടെ ഒരു ഇൻട്രൊഡക്ഷന്റെ പേജ് നമ്മൾ എടുക്കുന്നു, ഇൻട്രൊഡക്ഷൻ എഴുതി മറച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ പേജിൽ എന്താണ്, നമ്മുടെ ബോഡി പാർട്ടിലേക്ക് നമ്മൾ കടന്നു. അപ്പൊ ഒരു പേജ് നോക്കുമ്പോൾ അതിൽ മേ ബി ദർ ബി 2 പാരഗ്രാഫ് ഓർ 3 പാരഗ്രാഫ്, അത്രയും ആവാൻ പാടുള്ളൂ, അതിൽ കൂടുതലാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ഈ രീതിയിൽ ഒരു നമ്മുടെ എസ്സേ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ബേസിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. എന്നാൽ മാത്രമേ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ നോട്ട്സ് എസ്സേക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ നോട്ട്സിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ ഓൾറെഡി തീംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നോക്കുകയാണല്ലോ. ഓരോ തീംസിന്റെയും പല ഡയമെൻഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കണം. ആ ഡയമെൻഷൻസിൽ നമുക്ക് കൊണ്ടുവരാവുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഈ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കാവുന്ന സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? റിയൽ ലൈഫ് സ്റ്റോറീസ് ആവാം, ഹിസ്റ്റോറി എന്നുള്ള സ്റ്റോറീസ് ആവാം, മിത്തോളജി എന്നുള്ള സ്റ്റോറീസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റോറി ആവാം. അതെന്തെങ്കിലും ഉണ്ടോ? കോട്ട്സ് ഉണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം നമ്മുടെ എസ്സേ ഫിൽ ചെയ്യാനായിട്ട്. അപ്പൊ ആ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ തീം ബേസിൽ നമ്മളിത് നോട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നോട്ട് ഉണ്ടാക്കുന്ന പ്രോസസ് നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെ ഈ സെഷൻ നമ്മൾ ബേസിക്കലി ലൈക്ക് എനിക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഓരോ തീംസ് 9 തീംസ് ആയി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ തീംസിലും കഴിഞ്ഞ 5 വർഷം ടോപ്പിക്സ് നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നു, ആ തീംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി മുന്നോട്ടുള്ള പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ തീംസിനെ നമ്മൾ ഡീകോഡ് ചെയ്യുന്നതും അതിൽ എന്തൊക്കെ വേണമെന്ന് നോട്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി തീംസ്, ബേസിക് റിക്കറിംഗ് തീംസ് ഓഫ് UPSC. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള റിക്കറിംഗ് ആയ തീംസ് എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് ഏറ്റവും ആദ്യം വരുന്നതാണ് ഇൻഡിവിജ്വലിസം, സെൽഫ് അവയർനെസ് ആൻഡ് ഫിലോസഫി ഓഫ് ലൈഫ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ UPSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഭാഗമാണെന്ത്, ഇൻഡിവിജ്വലിസം, സെൽഫ് അവയർനെസ് ആൻഡ് ഫിലോസഫി ഓഫ് ലൈഫ്. ഇതാണ് നമ്മുടെ തീം നമ്പർ 1. ഇൻഡിവിജ്വലിസം, സെൽഫ് അവയർനെസ് ആൻഡ് ഫിലോസഫി ഓഫ് ലൈഫ്. അപ്പൊ എനിക്കിവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്നതെല്ലാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് UPSC കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എസ്സേ ടോപ്പിക്സ് ആണ്. സോ ഐ ജസ്റ്റ് വാണ്ട്, ഞാൻ ടോപ്പിക് വായിക്കാം. ഐ വാണ്ട് യു ടു സ്റ്റേ ദി മീനിങ്.
എസ് എന്താണ്, എങ്ങനെ എഴുതുന്നു പറയണ്ട, നിങ്ങൾ അത് വായിക്കുമ്പോൾ എന്ത് മനസ്സിലാകുന്നു, അതിന് എന്ത് മനസ്സിലാകുന്നു എന്നുള്ളത്. ഓൺലൈനിലുള്ളവരും പറയണേ എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത്. ഇഫ് യു ലുക്ക് അറ്റ് ദി ഫസ്റ്റ് വൺ, ആദ്യത്തെ നോക്കാം. ആദ്യത്തെ എന്താ പറയുന്നത്? ദർ ഇസ് നോ പാത്ത് ടു ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഇസ് ദി പാത്ത്. എന്താ അതിനർത്ഥം? ദർ ഇസ് നോ പാത്ത് ടു ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഇസ് ദ പാത്ത്. എന്താ നിങ്ങൾക്ക് അതിന് മനസ്സിലാവുന്നത്? പറയുന്നത് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ലൈക്ക് നമ്മൾ ഇവിടെ നമ്മൾ ശരിയാക്കാനാണല്ലോ വന്നിരിക്കുന്നത്. സോ പറയുക. സന്തോഷം എന്ന് സങ്കല്പം സത്യം പറഞ്ഞാൽ ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എല്ലാ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക എന്നതാണ് സന്തോഷം. അല്ലാണ്ട് സന്തോഷം എന്ന് പറയുന്ന സാധനം അന്വേഷിച്ചു പോയാൽ അത് കിട്ടത്തില്ല എന്നൊരു മൈൻഡ്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. എനിവൺ എൽസ്? മറ്റൊരു പറയാനുണ്ടോ? ഓക്കെ. ലൈഫ് ഈസ് എ ജേർണി എന്നൊക്കെ എല്ലാവരും പറയും. ലൈഫ് ഈസ് എ ജേർണി എന്നിട്ട് നമ്മൾ അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈസ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നൊരു അവസ്ഥയില്ല. നമ്മൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് വന്നെത്തുന്നു, അവിടെ അങ്ങോട്ട് ഫുൾ ഹാപ്പി എന്നൊരു അവസ്ഥയില്ല. പകരം എന്താണ്? ഹാപ്പിനെസ് ഇസ് ദി പാത്ത്. ആ ജേർണിയിൽ നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് എന്ത് ഹാപ്പിനെസ്. അതിലാണ് നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ ആ ജേർണി എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ അത് ലൈക്ക് നിങ്ങൾ ഹാപ്പി ആയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ മുന്നോട്ട് പോകുവാൻ. ഇതാണ് ഒന്നാമത്തെ തീമിന്റെ, ഒന്നാമത്തെ എസ്സേയുടെ അർത്ഥം. രണ്ടാമത്തെ എസ്സേ നോക്ക്. നോട്ട് ഓൾ ഹൂ വാണ്ടർ ആർ ലോസ്റ്റ്. ഞാൻ ഈ പറഞ്ഞ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലോർക്കണേ. നോട്ട് ഓൾ ഹൂ വാണ്ടർ ആർ ലോസ്റ്റ്. എന്താ അതിന്റെ അർത്ഥം? വാട്ട് ഇസ് ദ മീനിങ്? നോട്ട് ഓൾ ഹൂ വാണ്ടർ ആർ ലോസ്റ്റ്. ഹാപ്പിനെസിനോട് വിട്ടേക്ക്. നോട്ട് ഓൾ ഹൂ വാണ്ടർ ആർ ലോസ്റ്റ്. അതിന് എന്താ കിട്ടുക? അതോ ലൈഫ് ഈസ് an up and down, happiness are both. Okay, fine. Not who all wanders are lost. What is the meaning? പറയൂ. സർ, ഈ വാണ്ടർ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? വാണ്ടർ ചെയ്യുന്നത് എന്താ? അരഞ്ഞു തിരിയുക, കറങ്ങി നടക്കുക എന്നൊക്കെ പറയില്ലേ? നോട്ട് ഓൾ ഹു വാണ്ടർ ആർ ലോസ്റ്റ്. ഇത് നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു ടേമാണ്. എന്താ അതിനർത്ഥം? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെല്ലാം വഴിയേറിയാതെ നഷ്ടപ്പെട്ട് നടക്കുന്നവരല്ല എന്ന് പറയുമ്പോൾ എന്താ? വാട്ട് ഇസ് ദ ഇന്നർ മീനിങ്? എല്ലാത്തിനും അതിന്റെ കാരണമുണ്ട്. ഓക്കെ, നമ്മളൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു ലക്ഷ്യം വെച്ച് നടക്കുന്നവരാണ് അൾട്ടിമേറ്റ്ലി എല്ലാം കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം എന്താ പറയുക കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്തുന്നത് എന്ന അർത്ഥമില്ല. ദർ ആർ സംതിങ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു യാത്ര പോകുന്നു. ഫോർ എക്സാമ്പിൾ ഞാനൊരു ബിസിനസ് യാത്ര പോകുന്നു. ആ ബിസിനസ് യാത്രയ്ക്ക് ലക്ഷ്യമുണ്ട്. അവിടെ ചെല്ലുന്നു, ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, ആ ബിസിനസ് ക്ലോസ് ചെയ്യുന്നു. അതാണ് ലക്ഷ്യം, ആ യാത്ര ലക്ഷ്യം. നേരെ മറിച്ച് ഞാനൊരു ലക്ഷ്യവും ഇല്ലാത്തൊരു യാത്ര പോകുന്നു. അതെന്തിനായിരിക്കും? ഒരു ബസ് കാണുന്നു, ബസ്സിൽ കയറി പോകുന്നു, മലയാള സ്ഥലത്തേക്ക് പോകുന്നു, 2 ദിവസം മലയാള സ്ഥലത്ത് താമസിക്കുന്നു, പിന്നെ ഒരു ബീച്ച് സൈഡിലേക്ക് പോകുന്നു. സോ അങ്ങനെ ഒറ്റയ്ക്ക് ആ യാത്ര ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഐ എം അണ്ടർസ്റ്റാൻഡിങ് മോർ അബൌട്ട് മൈസെൽഫ്. അല്ലെ, നമ്മൾ സെൽഫ് എക്സ്പ്ലോർ ചെയ്യുക. അല്ലെ, ഐ എം അണ്ടർസ്റ്റാൻഡിങ് മോർ അബൌട്ട് മൈസെൽഫ്, ഐ എം സെൽഫ് എക്സ്പ്ലോറിങ്. ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസിനെ റിയലൈസ് ചെയ്യുക, മറ്റുള്ള ആൾക്കാരെ പറ്റി അറിയുക, അവയർനെസ് കൂട്ടുക. അപ്പോ എല്ലാവരുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ദിശയിൽ സഞ്ചരിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്ന രീതിയിൽ എന്ന് മാത്രമല്ല. ദർ ഇസ് മോർ അബൌട്ട് സെൽഫ് എക്സ്പ്ലോറേഷൻ, ദർ ഇസ് മോർ അബൌട്ട് സെൽഫ് അവയർനെസ്, ദർ ഇസ് മോർ അബൌട്ട് ഫൈൻഡിങ് യുവർ സെൽഫ്. ഇപ്പൊ ഇവിടെ ഈ കഥ പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന ആരായിരിക്കും? നേരത്തെ ബാജി സാർ പറഞ്ഞല്ലോ, ബുദ്ധൻ തന്നെയായിരിക്കും. എന്താ? വീട് വിട്ട് ഇറങ്ങി ബുദ്ധ ബിക്കേം എ വാണ്ടറർ എന്ന് പറയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഇറങ്ങിയ വാണ്ടർ ആയതല്ല ബുദ്ധൻ. ഹി ബിക്കേം എ പേഴ്സണാലിറ്റി ഹു ഇൻഫ്ലുവൻസ് ദി ഹോൾ വേൾഡ് ലേറ്റർ. ഓക്കെ, മൂന്നാമത്തെ നോക്കുക. എ സ്മൈൽ ഈസ് ചോസൺ വെഹിക്കിൾ ഫോർ ഓൾ ആംബിഗ്വിറ്റീസ്. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ഈ UPSC പ്രിലിംസ് കഴിഞ്ഞിട്ട് പഠിച്ചില്ലേ? എന്താണ് ആംബിഗ്വിറ്റി എന്നുള്ളത്? ഇതാണ് ഉത്തരം തോന്നും, പക്ഷെ അതായിരിക്കില്ല. എന്താ? സ്മൈൽ ഈസ് ചോസൺ വെഹിക്കിൾ ഫോർ ആംബിഗ്വിറ്റീസ്. അൺസർട്ടൈൻ ആയ കണ്ടീഷൻസിൽ, നമുക്ക് എന്താണെന്ന് അറിയില്ലാത്ത കണ്ടീഷൻസിൽ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത കണ്ടീഷൻസിലും നമുക്ക് എന്താണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മൈലാണ്. സ്മൈൽ എന്നുള്ള സംഭവത്തിന്, ചിരിക്കുക എന്നുള്ള സംഭവത്തിന് എന്തുണ്ട്? ഇറ്റ്സ് ഹാവ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ്. അല്ലെ, ഇപ്പൊ സങ്കടം വന്നാലും ചില ആൾക്കാർ ചിരിച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും, പക്ഷെ ആ ചിരിക്ക് നമുക്ക് മനസ്സിലാവും ദർ ഇസ് സം പെയിൻ ഇൻസൈഡ്. സന്തോഷം വരുമ്പോഴും ആൾക്കാർ ചിരിക്കുന്നുണ്ടാവും. സോ ഇറ്റ്സ് ബേസിക്കലി എക്സ്പ്രസിങ് യുവർ ഇമോഷൻസ്. അല്ലെ, നോക്കാം. Smile is a chosen vehicle for all ambiguities. അടുത്ത്, your perception of me is a reflection of you. My reaction to you is an awareness of me. എന്താ അർത്ഥം? പറയൂ, ഓൺലൈനിൽ ഒന്ന് പറയണേ. Your perception of me is a reflection of you. My reaction to you is an awareness of me. എന്താ അർത്ഥം?
സോറി നമ്മൾ കണ്ണാടിയുടെ സങ്കല്പം പറയില്ലേ, അതേപോലെ ആണോ? അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു അതായിരിക്കും നമ്മൾ. വാട്ട് യു ഡു ദാറ്റ് യു ആർ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ ഓക്കെ. എനിവൺ എൽസ് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്താണ് അതിന് മനസ്സിലാവുന്നത് പറഞ്ഞാൽ മതി, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഞാനൊരു വ്യക്തിയെ കാണുന്നു, ആ ഒരു വ്യക്തി എന്താണ് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ ആ വ്യക്തിയുടെ എല്ലാ സ്വഭാവവും മനസ്സിലാക്കിയിട്ടാണോ ഞാൻ ആ ആളെ പറ്റി ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുന്നത്? അല്ല, എന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ ഒക്കെ റിഫ്ലക്ഷൻ തന്നെയായിരിക്കും ഞാൻ ആ വ്യക്തിയിൽ ഒരു പരിധിവരെ കാണുന്നുണ്ടാവുക. ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു ഞാൻ പ്രഡിക്ട് ചെയ്യുന്ന ഒരു പരിധിവരെ എങ്ങനെയായിരിക്കും ഞാൻ ആ സിറ്റുവേഷനിൽ എങ്ങനെ ചെയ്യുന്ന രീതിയിൽ വെച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കും അല്ലെ? അതാണ് ഫസ്റ്റ് പാർട്ടി പറയുന്നത്. എന്താണ്? യുവർ പെർസെപ്ഷൻ ഓഫ് മീ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് യു. നിങ്ങൾ എന്നെ പറ്റി എന്ത് പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ റിഫ്ലക്ഷൻ തന്നെയാണ്. രണ്ട്, മൈ റിയാക്ഷൻ ടു യു ഇസ് ആൻ അവയർനെസ് ഓഫ് മീ. ഞാൻ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് എന്റെ അവയർനെസ് ആണ്. ഇവിടെയും പറയുന്നത് എന്താ? സെൽഫ് എക്സ്പ്ലോറേഷൻ, സെൽഫ് അവയർനെസ്, ഹൗ വെൽ യു നോ യുവർ സെൽഫ് എന്ന് പറയുന്ന ഭാഗമാണ്. ദെൻ ദ പ്രോസസ് ഓഫ് സെൽഫ് ഡിസ്കവറി, ഇവിടെ സ്ട്രേറ്റ് ആയിട്ട് പറയാം, സെൽഫ് ഡിസ്കവറി ഹാസ് നൗ ബീൻ ടെക്നോളജിക്കലി ഔട്ട്സോഴ്സ്. അർത്ഥം വളരെ സിമ്പിൾ ആണല്ലോ, ഡയറക്റ്റ് ആണല്ലോ, നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ല മറ്റൊരാൾ. ഓക്കെ ഫൈൻ. ദ പ്രോസസ് ഓഫ് സെൽഫ് ഡിസ്കവറി ഹാസ് നൗ ബീൻ ടെക്നോളജിക്കലി ഔട്ട്സോഴ്സ്. എന്താണ് സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്ന പ്രോസസ്? ഇപ്പൊ എന്താണ്? ടെക്നോളജി ഏറ്റെടുത്ത പോലെയാണ്. സോ ഇവിടെ കുറച്ചും കൂടി ജനറൽ ടോപ്പിക് ആണ് അല്ലെ. സെൽഫ് ഡിസ്കവറി നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ടെക്നോളജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഡേ ടു ഡേ ലൈഫ് ടെക്നോളജി ആയിട്ടും മേ ബി സോഷ്യൽ മീഡിയ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇത് കുറച്ചുകൂടി പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രസയാണ്. ലാസ്റ്റ് വൺ, ദ ഫിലോസഫി ഓഫ് വാണ്ട്ലെസ്നെസ് ഇസ് ഉട്ടോപ്പിയൻ വൈൽ മെറ്റീരിയലിസം ഇസ് എ കിമേറ. കേൾക്കുമ്പോൾ പേടിയാവും. ഉട്ടോപ്പിയൻ, കിമേറ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്ത് എഴുതും? ഫിലോസഫി ഓഫ് വാണ്ട്ലെസ്നെസ് ഇസ് ഉട്ടോപ്പിയൻ വൈൽ മെറ്റീരിയലിസം ഇസ് എ കിമേറ. കിമേറ എന്നുള്ള വാക്ക് കേട്ടുണ്ടോ? ഇല്ല, ഞാനും ആദ്യമായിട്ട് പേപ്പറിലാണ് കണ്ടത്. ഉട്ടോപ്പിയൻ എന്നുള്ള വാക്ക് കേട്ടുണ്ടാവല്ലോ. എന്താ ഉട്ടോപ്പിയൻ? എംപയറോ? എംപയർ ആണോ ഉട്ടോപ്പിയൻ? ഉട്ടോപ്പിയൻ എംപയർ എന്ന് പറഞ്ഞാൽ എന്താ? പെർഫെക്റ്റ്, ദ ഐഡിയൽ സ്റ്റേറ്റ് എന്ന രീതിയിൽ. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ യൂട്ടോപ്പിയൻ എന്ന് പറയുന്ന സാധനം ശരിക്കും എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ എന്താ? ദ ഫിലോസഫി ഓഫ് വാണ്ട്ലെസ്നെസ് ഇസ് ഉട്ടോപ്പിയൻ വൈൽ മെറ്റീരിയലിസം ഇസ് എ കിമേറ. ഇതിന്റെ അർത്ഥം നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കാം ഈ ചോദ്യം കേൾക്കുമ്പോൾ. ഫിലോസഫി എന്നുള്ള വാക്കിന് അർത്ഥം അറിയാലോ. വാണ്ട്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? വാണ്ട്ലെസ്നെസ്, ഒന്നും വേണ്ടാത്ത അവസ്ഥ. ഒന്നും വേണ്ടാത്ത അവസ്ഥ എന്ന് പറഞ്ഞ ഫിലോസഫി എന്താണ്? അതൊരു ഉട്ടോപ്പിയൻ അവസ്ഥയാണ്. വൈൽ മെറ്റീരിയലിസം, എന്താ മെറ്റീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞോ, എന്തായിരുന്നു? എക്സാമ്പിൾസ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഫോണ്, കാറ്, ഡ്രസ്സസ്, യെസ്, മെറ്റീരിയലിസ്റ്റിക് വസ്തുക്കൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നാളെ ഒരു ഐഫോൺ വാങ്ങി തരാമെന്ന് പറഞ്ഞത് തിരിച്ചുള്ള സന്തോഷം വരും. അതാണ്. സോ ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥ. ബുദ്ധൻ പറഞ്ഞിട്ടില്ലേ? ബുദ്ധൻ എന്താ പറഞ്ഞിട്ടില്ലേ? ബുദ്ധൻ പറഞ്ഞ കാര്യം എന്താ? ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോ, വേൾഡ് ഈസ് ഫുൾ ഓഫ് സഫറിങ്. എന്താ അതിന് കാരണം? ഡിസയർ ഇസ് ദി കോസ് ഓഫ് സോറോ. അപ്പൊ ഡിസയർ ഇല്ലാത്ത അവസ്ഥ എത്തുക, അതാണ് എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നില്ലേ? ശരിക്കും ഡിസയർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉട്ടോപ്യൻ ആണെന്ന് പറയുന്നു. UPSC തന്നെ പറയുന്നു ഉട്ടോപ്യൻ ആണെന്ന്. പക്ഷേ മെറ്റീരിയലിസം ഈസ് കിമേറ. മെറ്റീരിയലിസം ആണ് ശരി. എന്തിന് സാധനങ്ങൾ നേടുക എന്ന് പറയുമ്പോഴാണ് സന്തോഷം വരിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒക്കെ പറയുന്നത് എന്താണ്? ഓൾ ദീസ് ആർ റിലേറ്റഡ് ടു എല്ലാ ടോപ്പിക്. ഒന്നൊരു സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ലൈഫ് കംപ്ലീഷൻ എന്ന് പറയുന്ന കാര്യം. ഈ രീതിയിലാണ് ഈ എസ്സേസ് ഒക്കെ വന്നിരിക്കുന്നത്. ഈ എസ്സേസ് എല്ലാം നോക്കി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഈ ടോപ്പിക്കിൽ നിന്നാണ്. സോ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? സെൽഫ് അവയർനെസ്സുമായി ബന്ധപ്പെട്ടത്, ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ടത്, പർപ്പസ് ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ടത്, അത്തരത്തിലുള്ള കുറച്ച് കോട്ട്സ്, കുറച്ച് എക്സാമ്പിൾസ്, അതിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരേ പോയിന്റ് നമുക്ക് ഇവിടെയും കൊടുക്കാൻ പറ്റും, ഹാപ്പിനെസ്സിൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ഡിസ്കവറിയുടെ ഒരു പോയിന്റ് റിഫ്ലക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതേ പോയിന്റ് എടുത്ത് എവിടെയും കൊടുക്കാൻ പറ്റും? ഈ ടെക്നോളജിയിലേക്ക് ചോദ്യത്തിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ടു റൈറ്റ് എ ഗുഡ് എസ്സേ. അല്ലാതെ ഈ പറയുന്ന ടോപ്പേഴ്സ് എല്ലാവരും തന്നെ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് എസ്സേ വെറുതെ എഴുതിയത് കൊണ്ട് മാത്രം കുറച്ച് റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തി ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എന്ത് വരുന്നു അത് ഡയറക്റ്റ്ലി എഴുതുന്നതല്ല എസ്സേ റൈറ്റിംഗ്. അപ്പോൾ അത്തരത്തിൽ റെഡിമെയ്ഡ് ആയ പോയിന്റ്സ് നമുക്ക് ഇവിടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തീംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ തീം, ഇൻഡിവിജ്വലിസം, സെൽഫ് അവയർനെസ് ആൻഡ് ഫിലോസഫി ഓഫ് ലൈഫ്. അപ്പൊ ഇത്തരത്തിലുള്ള 9 തീംസിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള നോട്ട് മേക്കിങ്ങും അതേപോലെ തന്നെ അതിന്റെ ഡിസ്കഷൻസും അതേപോലെ തന്നെ അതിന് വേണ്ട കോഡ്സ്, കണ്ടന്റ്, എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
അപ്പൊ രണ്ടാമത്തെ തീം എന്താ നോക്കാം. വിൽ സീ വാട്ട് ഇസ് ദ സെക്കൻഡ് തീം. നോക്കാം. സയൻസ്, നോളജ് ആൻഡ് റാഷണാലിറ്റി. എന്താ റാഷണലിസം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് റാഷണലിസം? ഓൺലൈനിൽ പറയണേ, എന്താ റാഷണലിസം? റാഷണലിസം ഒബ്ജക്റ്റീവ്ലി നമ്മൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ അനലൈസ് ചെയ്യുക. അതെ, എന്തൊരു സംഭവം കേട്ടാലും അത് കേട്ട പാടെ വിശ്വസിക്കാതെ അത് എന്താണ് എങ്ങനെയാണെന്ന് കൃത്യമായി സയന്റിഫിക്കലി ഒന്ന് അപ്രോച്ച് ചെയ്യുക, ലോജിക്കലി ഒന്ന് അപ്രോച്ച് ചെയ്യുക പറയുന്നത് റാഷണലിസം. അപ്പൊ റാഷണലിസവും സയൻസും നോളജുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക് നമുക്ക് വരാറുണ്ട്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്, ദ ഡൗട്ടർ ഈസ് എ ട്രൂ മാൻ ഓഫ് സയൻസ്. എന്താണ് അർത്ഥം? ഡൗട്ടർ ഈസ് എ ട്രൂ മാൻ ഓഫ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചോദ്യങ്ങൾ ചോദിക്കുന്നവനാണ് എന്നല്ലേ. അതായത് ഏതൊരു കാര്യവും സയൻസ് എന്ന് പറയുന്ന സംഭവം ഒരു കാര്യം അപ്രൂവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? അതിന് പ്രൂഫ് വേണം, അതിന് എവിഡൻസ് വേണം അല്ലെ, എന്നാലാണ് അതിനെ അപ്രൂവ് ചെയ്യാം. അപ്പൊ അത്തരത്തിൽ പ്രൂഫ്, എവിഡൻസ് ചോദിക്കുന്നവരാണ് ശരിക്കും ശാസ്ത്രത്തിന്റെ മനുഷ്യൻ എന്ന് പറയുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ സയൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ ഡയറക്ട്ലി പറയല്ല ചെയ്യുന്നത്. ദേ ആർ ലിങ്കിങ് ഇറ്റ് വിത്ത് ദി ഹ്യൂമൻ ഫിലോസഫി, ഹ്യൂമൻസിന്റെ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്യണം. രണ്ട്, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സ് ഇസ് ദി മ്യൂസിക് ഓഫ് റീസൺ. മാത്തമാറ്റിക്സ് മ്യൂസിക് എങ്ങനെ കണക്ട് ചെയ്യുന്നത്? മ്യൂസിക് അവിടേക്ക് എന്താണ് ഈ മാത്തമാറ്റിക്സിനെ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം? മാത്സിനെ പറ്റി അറിവുണ്ടോ എന്ന് നോക്കാനാണോ? എന്താ മാത്സിന്റെ ഒരു ഫിലോസഫി? എന്താ പറയൂ. മാത്സ് ഇസ് സംതിങ് ദാറ്റ് വർക്ക്സ് ഓൺ എന്താ? നമ്പേഴ്സ് മാത്രമാണോ മാത്സ്? മറ്റേ ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? എക്സ് വൈ. ഒരു റിതമാണ്. എന്താണ്? ഒരു കൈൻഡ് ഓഫ് റിതം. കൈൻഡ് ഓഫ് വാട്ട്? സോറി, ഒരു റിതം, ഒരു റിതം. യെസ് യെസ്. വരട്ടെ. അപ്പൊ മ്യൂസിക് എന്ന് റിതം എന്നുള്ള വാക്കുന്നുണ്ടോ? മാത്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് സംതിങ് എന്താ പറയാ, ഒബ്ജക്റ്റീവ് ആണ് അല്ലെ. ദർ ആർ സം പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ ദിസ് മാത്സ് വർക്ക്സ് അല്ലെ. ആൻഡ് അതേപോലെ തന്നെ ആ പ്രിൻസിപ്പിൾസ് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് മാത്സിന്റെ പ്രത്യേകത. പെട്ടെന്ന് മാറുന്ന ഒരു അവസ്ഥയില്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇസ് ബീങ് കണ്ടിന്യൂഡ്. ഇപ്പൊ മ്യൂസിക് പോലെ തന്നെ ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇസ് കണ്ടിന്യൂ എന്ന് പറയുന്നത് മാത്സുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഇവിടെ സയൻസിനെ മനുഷ്യരുടെ മനസ്സും അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പോലെ ഇവിടെ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത് നോക്കൂ, വാട്ട് ഈസ് റിസർച്ച് ബട്ട് എ ബ്ലൈൻഡ് ഡേറ്റ് വിത്ത് നോളജ്? വാട്ട് ഈസ് റിസർച്ച് ബട്ട് വിത്ത് ബ്ലൈൻഡ് ഡേറ്റ് വിത്ത് നോളജ്? എന്താ ബ്ലൈൻഡ് ഡേറ്റ്? അതറിയില്ല എന്താ ബ്ലൈൻഡ് ഡേറ്റ് എന്ന്. അറിയാതെ വെറുതെ പോവാ. അതിനുള്ള റിസ്ക് എലമെന്റ് എന്താ? ഫിലോസഫി എന്താ? വി ഡോണ്ട് നോ വാട്ട് ടു എക്സ്പെക്ട് അല്ലെ. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും നമുക്കറിയില്ല. ആ റിസൾട്ട് എന്താണെന്നറിയാതെ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു യാത്രയിൽ കൂടെ നമ്മൾ പോവുക. അതല്ലേ ചെയ്യുന്നത്? അത് തന്നെയാണ് റിസർച്ച് എന്നും പറയുന്നത്. സോ വിൽ ബി റിസർച്ചിങ് സംതിങ്. നമ്മൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സാധനം കണ്ടുപിടിക്കുന്ന ലക്ഷ്യം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. മോസ്റ്റ് ഇവിടെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ലക്ഷ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ആയിരിക്കും വരിക. ചിലപ്പോൾ നല്ല റിസൾട്ട് ആവാം, ചിലപ്പോൾ ചീത്ത റിസൾട്ട് ആവാം. അപ്പോ ലൈക്ക് ഹിയർ, ലൈക്ക് റിസർച്ച് എന്ന് പറഞ്ഞതിനെ ലൈക്ക് ബ്ലൈൻഡ് ഡേറ്റ് വിത്ത് നോളജ് ആയിട്ട് പറയുന്നു. ഹിസ്റ്ററി ഈസ് എ സീരീസ് ഓഫ് വിക്ടറീസ് വൺ ബൈ ദി സയന്റിഫിക് മാൻ ഓവർ ദി റൊമാൻറ്റിക് മാൻ. ഇത് നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ് അല്ലെ. ഹിസ്റ്ററി ഈസ് സീരീസ് ഓഫ് വിക്ടറീസ് വൺ ബൈ സയന്റിഫിക് മാൻ ആൻഡ് റൊമാൻറ്റിക് മാൻ. അർത്ഥം പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. അടുത്തത് നിങ്ങൾ സംസാരിച്ചത് റിയൽ ഈസ് റാഷണൽ ആൻഡ് റാഷണൽ ഈസ് റിയൽ. റാഷണൽ അർത്ഥവും നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ബേസിക്കലി ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ടോപ്പിക്സിൽ, ഈ ഒരു തീമിൽ ബേസിക്കലി എന്താ വരുന്നത്? സയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ പറയുന്നുണ്ട്. ദേ ആർ കണക്ടിങ് ദി സയൻസ് വിത്ത് ദി ഫിലോസഫി ഓഫ് ലൈഫ്. ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആൾക്കാരുടെ തോട്ട്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോ ഈ ഒരു തീമിൽ വരുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ നോട്ട് ഉണ്ടാക്കി വെക്കണം, എങ്ങനെ ഉണ്ടാക്കി വെക്കണം? ബേസിക്കലി സയൻസിനെയും ഹ്യൂമൻ മൈൻഡിനെയും കണക്ട് ചെയ്യുന്ന കോഡ്സ് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സയൻസിനെയും ഹ്യൂമൻ മൈൻഡ്സിനെയും കണക്ട് ചെയ്യുന്ന കോഡ്സ് എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ദെൻ ഇതിന്റെ പല ലൈക്ക് സയൻസ് എങ്ങനെ നമുക്ക് പല രീതിയിൽ പല ഡയമെൻഷൻസ് എന്തൊക്കെ കൊണ്ടുവരാം, അതിലേക്ക് വരുന്ന ഹ്യൂമൻ ഫിലോസഫീസ് എങ്ങനെ പല പല ഡയമെൻഷൻസ് കൊണ്ടുവരാം, ഇതിന്റെ ഒക്കെ നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരും. ലൈക്ക് ആ രീതിയിലൊരു സംഭവമാണത് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഹിറ്റ് ചെയ്യാവുന്ന പോലെ. മൂന്നാമത് വരുന്ന തീം പവർ, ലീഡർഷിപ്പ് ആൻഡ് ഹ്യൂമൻ ക്യാരക്ടർ. പവർ, ലീഡർഷിപ്പ് ആൻഡ് ഹ്യൂമൻ ക്യാരക്ടർ. പവർ, ഇതും റിക്കറിങ് ചോദിക്കുന്ന സംഭവമാണ്. പവർ, ആൾക്കാർക്ക് പവർ വരുമ്പോഴാണ് എന്തൊക്കെ സംഭവം, നമ്മുടെ എത്തിക്സ് എത്രത്തോളം വരുന്നുണ്ട്. ലീഡർഷിപ്പ് ആൻഡ് ഹ്യൂമൻ ക്യാരക്ടർ. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിയർലി ഓൾ മെൻ ക്യാൻ സ്റ്റാൻഡ് അഡ്വേഴ്സിറ്റി ബട്ട് ടു ടെസ്റ്റ് ദി ക്യാരക്ടർ ഗിവ് ഹിം പവർ. ആര് പറഞ്ഞതാ? ആര് പറഞ്ഞതാ? നിയർലി ഓൾ മെൻ ക്യാൻ സ്റ്റാൻഡ് അഡ്വേഴ്സിറ്റി ബട്ട് ടു ടെസ്റ്റ് ക്യാരക്ടർ ഗിവ് ഹിം പവർ. ഗാന്ധി. അബ്രഹാം ലിങ്കൺ പറഞ്ഞതാണ്. എന്താ അതിനർത്ഥം? അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വേഴ്സ് കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
മോശം കണ്ടീഷൻസ്. അപ്പൊ എല്ലാ മനുഷ്യർക്കും മോശം കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരാളെ യഥാർത്ഥ ക്യാരക്ടർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആൾക്ക് എന്ത് കൊടുക്കണം? പവർ കൊടുക്കണം. അൾട്ടിമേറ്റ് പവർ ഒരുത്തൻ്റെ കിട്ടിക്കഴിയുമ്പോഴാണ് ആളുടെ തനി സ്വരൂപം പുറത്തെടുക്കുകയുള്ളൂ. അതാണ് പറയുന്നത്. അപ്പൊ പവറും ഹ്യൂമൻ ക്യാരക്ടറും തമ്മിലുള്ള ബന്ധം. അവിടെ നോക്കൂ, ദി കോസ്റ്റ് ഓഫ് ബീയിങ് റോങ് ഇസ് ലെസ് ദാൻ ദി കോസ്റ്റ് ഓഫ് ഡൂയിങ് നത്തിങ്. ഓൾറെഡി അറിയാലോ, ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാൾ ഭേദമാണ് എന്തെങ്കിലും ചെയ്യുന്നത്. തിങ്കിങ് ഈസ് ലൈക്ക് എ ഗെയിം, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ബിഗിൻ അൺലെസ് ദർ ഇസ് എൻ ഓപ്പോസിറ്റ് ടീം. ഓപ്പോസിറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ നമ്മൾ തിങ്കിങ്ങിനെ നമ്മളൊരു ഗെയിമായി എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ടീം ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിനെ പറ്റി ചിന്തിക്കുക? വെറുതെ ഇങ്ങനെ ചിന്തിക്കുമോ? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. മോസ്റ്റ്ലി നമ്മൾ ചിന്തിക്കുന്ന ഒരു പക്ഷെ ഒരു ചലഞ്ച്, ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ചലഞ്ചിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഗെയിമിന്റെ വിന്നർ എന്ന് പറഞ്ഞാൽ ആര് തന്നെയായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും. ഓക്കെ, ദെൻ വിഷണറി ഡിസിഷൻ മേക്കിംഗ് ഹാപ്പൻസ് അറ്റ് ദി ഇന്റർസെക്ഷൻ ഓഫ് ഇൻറ്റ്യൂഷൻ ആൻഡ് ലോജിക്. ഇൻറ്റ്യൂഷനും ലോജിക്കും ഇന്റർസെക്ട് ചെയ്യുന്നിടത്താണ് വിഷണറി ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ പോസ്റ്ററിൽ നമ്മൾ ഇട്ടിരുന്നു, ഇൻറ്റ്യൂഷനും ലോജിക്കും ചേർത്തിട്ട് കുറച്ച് വിഷണറി ഡിസിഷൻ മേക്കിംഗ് ഞങ്ങൾ നടത്തിയിരുന്നു. അതിന്റെയാണ് ഇപ്പൊ പ്രോഗ്രാം കാണുന്നത്. ഓക്കെ, സോ വിഷണറി ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ഇൻറ്റ്യൂഷൻ? ചില ഉത്തരങ്ങൾ കുത്തുമ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ വരും. അതേപോലെ അതെന്താ? വി ക്യാൻ സേ ഔട്ട് ഗട്ട് ഫീലിംഗ് അല്ലെ? പ്രിലിംസിൽ നമുക്ക് തോന്നൂലേ ഈ ചോദ്യമാണ് ഉത്തരം, ബി ആണ്. അപ്പൊ നമ്മൾ ബി കുത്തും, ചിലപ്പോ തെറ്റൂല്ലേ? കാരണം എന്താ? അവിടെ ഒരു പക്ഷേ ലോജിക്ക് ഉണ്ടാവില്ല. അപ്പോ ഇൻറ്റ്യൂഷനും അതിനൊപ്പം ലോജിക് കൂടി ചേരുമ്പോഴാണ് വിഷണറി ഡിസിഷൻ മേക്കിംഗ് ഒക്കെ. അപ്പോഴാ 2 മാർക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് ബിക്കോസ് യു ഹാവ് എ ചോയ്സ് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് എനി ഓഫ് ദം ഹാസ് ടു ബി റൈറ്റ്. നിങ്ങൾക്കൊരു 3 ചോയ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 3 ചോയ്സ് നിങ്ങൾക്കുണ്ട് എന്ന് വെച്ചിട്ട് ആ 3-ൽ ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ 3-ൽ ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കും എന്ന് വല്ല ഉറപ്പുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് when we vote for an election. When we vote for an election, നമുക്ക് 3-4 കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. ഈ 4 കാൻഡിഡേറ്റ്സിൽ ഏതാണ് നല്ലതെന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഏറ്റവും ബെസ്റ്റ് ആളാണെന്ന് വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിക്കുന്നതാണോ? അല്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹിയർ പവർ, ലീഡർഷിപ്പ് ആൻഡ് ഹ്യൂമൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ യു ക്യാൻ സി ഈ ഹ്യൂമൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഭാഗത്ത് ലീഡർഷിപ്പ് എങ്ങനെ, പവർ എങ്ങനെ എന്നുള്ള കാര്യം. സോ ഇതും ഇവിടെയും നമുക്ക് ഒരുപാട് കോട്ട്സ് ഉണ്ടാക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ പവർ എന്നുള്ള ടേം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പവറിനെ ബാഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ആര്? പവർ കിട്ടിയോണ്ട് ഒരു ബാഡ് എക്സാമ്പിൾ പറയാൻ പറ്റുമോ പവറിന്? ഹിറ്റ്ലർ. വി ക്യാൻ സീ ദി ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് നോർത്ത് കൊറിയ അല്ലെ? ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് നോർത്ത് കൊറിയ പറയാം അല്ലെ? നേരെ മറിച്ച് നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്ത് നല്ലൊരു കാര്യം പറയാൻ പറ്റുമോ? അശോക, നോ കമന്റ്സ് അബൌട്ട് ദാറ്റ്. ഓക്കെ, അശോകയുടെ കേസ് വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ പറയാം. സോ ഇത്തരത്തിൽ പവർ, ലീഡർഷിപ്പ് ആൻഡ് ഹ്യൂമൻ ക്യാരക്ടർ. ദെൻ ഇനി ക്വസ്റ്റ്യൻസ് എണ്ണം കുറഞ്ഞു തുടങ്ങും. ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, അബ്സ്ട്രാക്ട് തിങ്കിങ്. നിങ്ങൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് പേടിക്കണ്ട. കാരണം ഇത് നമ്മുടെ GS പേപ്പർ പോലെ എല്ലാം ആൻസർ ചെയ്താൽ മാർക്ക് കിട്ടുന്നൊന്നുമല്ല. നമുക്ക് 8 ഓപ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ 4 ഓപ്ഷൻസിൽ നിന്ന് ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോ ഈ 4 വരുമ്പോൾ അതിൽ ചിലത് കടുകട്ടിയായിരിക്കും, ചിലത് എളുപ്പം ഉണ്ടാവും. എളുപ്പം ഏതാണെന്ന് പിക്ക് ചെയ്ത് എഴുതാൻ നമ്മുടെ പ്രോസസ്. പക്ഷെ എന്താ നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കുന്ന പറയുന്നത്? ഇതൊക്കെ നോക്കുക. ദി എംപയേഴ്സ് ഓഫ് ഫ്യൂച്ചർ വിൽ ബി ദി എംപയേഴ്സ് ഓഫ് ദി മൈൻഡ്. എന്തായാലും എംപയേഴ്സ് ഓഫ് ഫ്യൂച്ചർ വിൽ ബി ദി എംപയേഴ്സ് ഓഫ് മൈൻഡ്. മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ആള് അങ്ങനെയാണോ? ഇത് ആക്ച്വലി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതാ, വേൾഡ് വാറിന്റെ ടൈമിൽ പറഞ്ഞതാ. എന്താണ്? എംപയേഴ്സ് ഓഫ് ഫ്യൂച്ചർ വിൽ ബി ദ എംപയേഴ്സ് ഓഫ് മൈൻഡ്. മലയാളത്തിലാക്കാം, ഭാവിയിലെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ മനസ്സുകളുടെ സാമ്രാജ്യമായിരിക്കും എന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? ജനപ്രീതി. പറഞ്ഞോളൂ. ജനപ്രീതി, അതാണ് ജനപ്രീതി. ഓക്കെ. ഇനിയുള്ള കാലഘട്ടത്തിൽ ലോകം കീഴടക്കാൻ പോകുന്നത്, അന്നത്തെ കാലത്ത് ലോകം കീഴടക്കിയത് എങ്ങനെയാ? മിലിറ്ററി, ടെററിസം, ആർമി, പവർ. ഇനിയുള്ള കാലത്ത് എങ്ങനെയാ ലോകം കീഴടക്കാൻ പോകുന്നത്? ക്രിയേറ്റിവിറ്റി, തോട്ട്സ്, ഐഡിയോളജീസ് എന്ന രീതിയിലായിരിക്കും എന്നുള്ളത്. ഓക്കെ, ദെൻ ഇൻസ്പിറേഷൻ ഫോർ ക്രിയേറ്റിവിറ്റി സ്പ്രിങ്സ് ഫ്രം ദി എഫേർട്ട് ടു ലുക്ക് ഫോർ ദി മാജിക്കൽ ഇൻ ദി മുൻഡെയിൻ. ഇതും കേൾക്കുമ്പോൾ പേടിയോ? എന്താ സംഭവം? ക്രിയേറ്റിവിറ്റിക്കുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഓരോ കാര്യത്തിലും നമ്മൾ മാജിക് ഉണ്ടാവണം എന്ന് ശ്രമിക്കുമ്പോഴാണ്. അതായത് നിങ്ങളുടെ എസ്സേ വായിക്കുന്ന ആൾക്ക്, ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന ആൾക്ക് അവിടെ ഒരു ക്യൂരിയോസിറ്റി തോന്നണം.
അവിടെ ഒരു മാജിക് തോന്നണം എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എന്ത് കൊണ്ടുവരിക? ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക. നിങ്ങളുടെ എസ്സേ വായിക്കുമ്പോൾ ആൾക്ക് ആ മാജിക് തോന്നിയിട്ട് ആളൊരു 135 മാർക്ക് ഇട്ട് തരണം എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുക? ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക. ഇതാണ് സംഭവം. ഓൾ ഐഡിയാസ് ഹാവ് ലാർജ് കോൺസിക്വൻസ് ആർ ഓൾവേസ് സിമ്പിൾ. വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഐഡിയാസിന്റെ ബേസിക്സ് എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ബിസിനസ്സിൽ എപ്പോഴും പറയില്ലേ, എന്താ ബിസിനസ് പറയുന്ന ബേസിക് ഡിമാൻഡ് ഉണ്ടാവുക. എന്താണ് ഡിമാൻഡ്? അതിന് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ലൈക്ക് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് എടുത്തു വിചാരിക്കുക, ലോകം മുഴുവൻ റെവല്യൂഷനൈസ് ചെയ്തു. ആളെന്താ ചെയ്തത്? വളരെ സിമ്പിൾ ആയ ഐഡിയ ആണ്. എന്താണ്? ആൾക്കാർക്ക് തമ്മിൽ സംസാരിക്കുവാനും അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ അറിയാനും തമ്മിൽ എക്സ്പ്രസ് ചെയ്യാനും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. ഇതാണ് ഐഡിയ. ഈ ഐഡിയ പക്ഷെ ആൾ എക്സിക്യൂട്ട് ചെയ്ത രീതി മറ്റു കാര്യങ്ങൾ അനുസരിച്ചാണ് അതൊരു വലിയ ഇമ്പാക്ട് ആയിരുന്നു. അപ്പൊ പറയുന്നത് എന്താ? ഐഡിയ എപ്പോഴും സിമ്പിൾ ആയിരിക്കും. സർ, ഗാന്ധിയുടെ അഹിംസ അതിവിടെ പറയാൻ പറ്റുമോ? സിമ്പിൾ എന്തായിരുന്നു? ഗാന്ധിയുടെ അഹിംസ പറയാം. അഹിംസ പറയാം. പറയാം. ഇതെല്ലാം ഇതിൽ വരുന്ന പല പല ഡയമെൻഷൻസ് ആണ്. അത് നമ്മൾ ആ നോട്ട് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ വരും. കാരണം നമുക്ക് എസ് എൽ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്യണ്ടേ. ദെൻ പോയറ്റ്സ് ആർ ദി അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചർ ഓഫ് ദി വേൾഡ്. എന്താ അർത്ഥം? Poets are the unacknowledged legislatures of the world. ലെജിസ്ലേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നിയമം ഉണ്ടാക്കുന്നവര്. അവരെന്താ ചെയ്യുന്നത്? ആൾക്കാരോട് പറയണേ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ആൾക്കാർ അതനുസരിക്കുന്നു. പോയറ്റ്സ് എന്താ ചെയ്യുന്നത്? പോയറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കവികൾ എന്ന രീതിയിൽ മാത്രമല്ല, ക്രിയേറ്റീവായ ആൾക്കാർ. അവരെന്താ ചെയ്യുന്നത്? അവരെഴുതുന്ന കാര്യങ്ങൾ അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആൾക്കാരത് ഫോളോ ചെയ്യുന്നു. അല്ലെ? എഴുതുന്ന കാര്യങ്ങൾ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആൾക്കാരത് ഫോളോ ചെയ്യുന്നു. അല്ലെ? ഇപ്പൊ നാളെ തൊട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്താ പറയാ, കാണുമ്പോൾ എടാ മോനെ എന്ന് വിളിക്കുന്ന നിയമം പാസ്സാക്കി എല്ലാവരും വിളിക്കുവോ? ഇല്ല. പക്ഷെ ഫഹദ് ഫാസിൽ ആ സിനിമയിൽ അത് വിളിച്ചു കഴിഞ്ഞപ്പോ അത് ഇൻഫ്ലുവൻസ് ചെയ്തപ്പോൾ ആൾക്കാർ എന്ത് തുടങ്ങി? പറയാതെ തന്നെ വിളിച്ചു തുടങ്ങി. അപ്പോ എന്താ പറയുന്നത്? അൺഅക്നോളജ്ഡ് ആയ, തിരിച്ചറിയപ്പെടാത്ത അല്ലെങ്കിൽ കൃത്യമായി വേണ്ട കൺസിഡറേഷൻ കിട്ടാത്ത ലെജിസ്ലേച്ചേഴ്സ് ആണ് ആര്? പോയറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, അബ്സ്ട്രാക്ട് തിങ്കിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് കാണാവുന്ന ഒരു കോമൺ തിങ് ആണ് എന്ത്? ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയെ പറ്റി ഒരു കോട്ട് പറയൂ എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ? ഇല്ല. ആരെങ്കിലും ഓർത്ത് വെക്കുന്ന കാര്യമാണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് വേറെ ചെയ്ത് പോകണം. അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെ, എക്സാമ്പിൾസ് എന്തൊക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞില്ല, ഗാന്ധിയുടെ അഹിംസ എന്ന ഐഡിയോളജിയുടെ കേസ് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് പോവുക. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്ന നോട്ടിൽ നിന്ന് ആ എസ്സേയുടെ ഡിമാൻഡ് മനസ്സിലാക്കി വേണ്ട സ്ഥലത്ത് കൃത്യമായി പിറക്കിയിടുന്ന ഗെയിമാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലാവോ? ഓക്കെ. ഇനി അടുത്തൊരു തീം നോക്കുകയാണെങ്കിൽ, ഇഫ് യു ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് തീം, എഡ്യൂക്കേഷൻ, സോഷ്യലൈസേഷൻ ആൻഡ് യൂത്ത് ഇഷ്യൂസ്. എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ കോട്സ് ഒരുപക്ഷെ ഓർമ്മയുണ്ടോ? നോക്കാം. എഡ്യൂക്കേഷൻ ഇസ് വാട്ട് റിമെയിൻസ് ആഫ്റ്റർ വൺ ഹാസ് ഫോർഗോട്ടൺ വാട്ട് വൺ ഹാസ് ലേൺഡ് ഇൻ സ്കൂൾ. എന്താ അർത്ഥം? What do you understand? Education is what remains after one has forgotten what one has learned in school. അർത്ഥം ഞാൻ പറയാം, അതെന്താ മനസ്സിലായെന്ന് പറഞ്ഞത്. സ്കൂളിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് മറന്നുപോയ ശേഷവും നിങ്ങളുടെ ഉള്ളിൽ എന്ത് ബാക്കി നിൽക്കുന്നു അതാണ് നിങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം. എന്താ അത്? ഈ ബുക്കിഷ് വിവരങ്ങൾക്ക് അതീതമായതാണ്. എന്തിനും അതീതമായത്? ബുക്കിഷ് നോളജ്. ബുക്കിഷ് നോളജ് അതീതമായത് എന്ത്? എക്സ്പീരിയൻസ്. ഓക്കെ. എന്ത് എക്സ്പീരിയൻസ്? വിസ്ഡം. പിന്നെ ക്യാരക്ടർ, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നമ്മൾ വന്ന് പഠിക്കുമ്പോൾ ചോദിക്കില്ല ഈ ടാൻ തീറ്റയും കോസ് തീറ്റയും പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്. പക്ഷെ അതിലുപരി നമ്മൾ പഠിക്കാതെ തന്നെ നമ്മൾ ഉള്ളിൽ പഠിച്ചു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. ഇതിന്റെ ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. Then girls are weighed down by restrictions, boys with demands, two equally harmful disciplines. എന്താ അർത്ഥം? ഇത് നിങ്ങൾ പറയണം. Girls are weighed down by restrictions, boys with demands has two equally harmful disciplines. What is the meaning? എന്താ അർത്ഥം? Girls are weighed down by restrictions, boys with demands have two equally harmful disciplines. എങ്ങനെ? ജോലി വേണം, വീട് വെക്കണം, കുടുംബം നോക്കണം. ഓക്കെ.
ഇവിടെ ബേസിക്കലി ഈ എസ് കുറച്ചൊരു സിംപിളാ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ 2 ആസ്പെക്ട്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഹാർംഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. സൊസൈറ്റിയും സോഷ്യൽ ജസ്റ്റിസും ഒക്കെ കാര്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ഡേറ്റ നമ്മുടെ ഉണ്ടാവും ഇത് എഴുതാനുള്ളത്. പക്ഷെ എന്ന് വെച്ചാൽ സൊസൈറ്റി ആൻസർ കൂടെ എഴുതാമെന്നല്ല, പക്ഷെ എന്തായാലും വി ഹാവ് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ടു റൈറ്റ്. എന്താ പറയുന്നത്, പെൺകുട്ടികളെ തളർത്തുന്ന എന്താണ്, അവർക്കുള്ള റെസ്ട്രിക്ഷൻസ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, വലിയ സ്വപ്നം കാണരുത്, അത് ചെയ്യരുത്, ഇന്ന ജോലിക്ക് പോകരുത് എന്ന് പറയുന്നത്. ബോയ്സിനാണെങ്കിലോ ദേ ഹാവ് സംതിങ് ടു മീറ്റ്, അതായത് അത് ചെയ്യണം, അവിടെ വരെ എത്തണം, ഇവിടെ വരെ എത്തണം എന്ന് പറയുന്ന സംഭവം. അപ്പോ ആ 2 കാര്യങ്ങൾ. അപ്പൊ ഇവിടെ എഡ്യൂക്കേഷനെ കണക്ട് ചെയ്യുന്നു, സോഷ്യലൈസേഷൻ ആൻഡ് യൂത്ത് ഇഷ്യൂസ് എന്ന് പറയുന്ന ഭാഗം. ഇതിലും നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ബാക്കി വെക്കണം. ദെൻ സോഷ്യൽ ജസ്റ്റിസ്, ഗവർണൻസ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ്, ഗവർണൻസ് ആൻഡ് സൊസൈറ്റി. ഇത് കേൾക്കുമ്പോൾ GS1 GS2 കാര്യം മാത്രം ഓർക്കരുത്. നോക്കാം നമുക്ക്. എ സൊസൈറ്റി ദാറ്റ് ഹാസ് മോർ ജസ്റ്റിസ് ഇസ് എ സൊസൈറ്റി ദാറ്റ് നീഡ്സ് ലെസ് ചാരിറ്റി. Society that has more justice is a society that needs less charity. എന്താ അതിന്റെ മീനിങ്? Society that has more justice is a society that needs less charity. സിമ്പിൾ, അറിയാവുന്ന വാക്കുകൾ തന്നെയല്ല, അർത്ഥം എന്ന് പറഞ്ഞേ. ജസ്റ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ആ ഒരു സൊസൈറ്റിയിൽ ചാരിറ്റിയുടെ ആവശ്യം കുറവായിരിക്കും. അതതിന്റെ അർത്ഥം. ഐ വാണ്ട് ദി ഇന്നർ മീനിങ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്? ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മൾ ഡിസ്കറേജ് ചെയ്യാതെ ആ പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ സോൾവ് ചെയ്യണം, റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട്. ഓക്കെ ഫൈൻ. അതായത് ചാരിറ്റിയുടെ ആവശ്യം എപ്പോഴാണ് വരുന്നത്? ഒരാൾക്കുണ്ട്, ഒരാൾക്ക് ഇല്ല. അപ്പൊ ഒരാൾ ഉള്ളത് മറ്റേ ആൾക്ക് വെറുതെ കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ഇട്ട് വിളിക്കുന്ന ഒരു പേരാണെന്ത്? ചാരിറ്റി എന്നുള്ളത്. സോ ഇൻ എ സൊസൈറ്റി വേർ ദർ ഇസ് ഈക്വാലിറ്റി, when there is equal distribution. അപ്പൊ അത്തരത്തിലൊരു റീഡിസ്ട്രിബ്യൂട്ടീവ് നേച്ചറുള്ള സൊസൈറ്റിയിൽ ബേസിക്കലി എന്താണ് ഈ പറയുന്ന ചാരിറ്റിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, എല്ലാവർക്കും കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് ചാരിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇഫ് എ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് ഫ്രീ ട്രീറ്റ്മെന്റ്, ഗവൺമെന്റ് അതോറിറ്റീസിന് വേണ്ട രീതിയിലുള്ള ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്ത് വേണ്ട? ചാരിറ്റി വേണ്ട. ഇപ്പൊ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. Then hand that rocks the cradle rules the world. എന്താ അർത്ഥം? Hand that rocks the cradle rules the world. Cradle എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടിൽ അല്ലെ, കുട്ടികൾ കിടക്കുന്ന തൊട്ടിൽ. Hand that rocks the cradle rules the world. എന്താ അർത്ഥം? പറയൂ, ഓൺലൈൻ ഇരിക്കുന്നവരും പറയൂ. Hand that rocks the cradle rules the world. വെരി ഗുഡ്. എന്താ അതിന്റെ ബേസിക് തീം പറയുന്നത്? ഹാൻഡ് ദാറ്റ് റോക്സ് ദി ക്രാഡിൽ. ആരുടെയാണ് ഹാൻഡ് ദാറ്റ് റോക്സ് ദി ക്രാഡിൽ? അമ്മ, മദർ ഓർ വുമൺ. അവരാണ് എന്ത് ചെയ്യുന്നത്? ദേ ആർ റൂളിംഗ് ദി വേൾഡ്. സോ ബേസിക്കലി അമ്മ ഡെവലപ്പ് ചെയ്താൽ അതിനനുസരിച്ച് കുട്ടി ഡെവലപ്പ് ചെയ്യും. കുട്ടി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എന്താവും? ദ ന്യൂ ജനറേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ വിമൺ എംപവർമെന്റ് എന്ന് പറയുന്ന കാര്യമാണെന്ത് ഇവിടുത്തെ ഒരു ബേസിക് കിടക്കുന്ന കാര്യം. ഓക്കെ, ദെൻ ദർ ആർ ബെറ്റർ പ്രാക്ടീസസ് ടു ദി ബെസ്റ്റ് പ്രാക്ടീസസ്. ഇപ്പോൾ ബെസ്റ്റായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഇനിയും എന്താണ്? ദർ ഇസ് ഓൾവേസ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ്. അത് പക്ഷേ ഏത് പെർസ്പെക്റ്റീവിലാണ്? സോഷ്യൽ ജസ്റ്റിസ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഗവർണൻസ് പെർസ്പെക്റ്റീവിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ എഴുതണമെങ്കിലും എഴുതാം. ലൈക്ക് നിങ്ങൾക്ക് വേറെ രീതിയിൽ ഫിലോസഫിക്കലായി പോകണമെങ്കിൽ അതിനുള്ള കണ്ടന്റ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. സോ ഇവിടെ നോക്കൂ, ഇവിടെ ജസ്റ്റ് ബേസിക്കലി റിഗാർഡിംഗ് സോഷ്യൽ ജസ്റ്റിസ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന എസ്സേക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്താണ്? ഒന്ന് ഹെൽത്ത് പെർസ്പെക്റ്റീവ് ഉള്ള കാര്യം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ് ഉള്ള കാര്യം, അല്ലെങ്കിൽ വിമൺ എംപവർമെന്റ് പെർസ്പെക്റ്റീവ് ഉള്ള കാര്യം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ തിങ്കിങ്. എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ തിങ്കിങ്. അപ്പൊ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ തിങ്കിങ് എന്ന് പറയുമ്പോൾ GS3 ആ എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ പോകരുത്. അതിലേക്കുള്ള സസ്റ്റൈനബിൾ തിങ്കിങ് എന്ന കാര്യം കൂടി നോക്കാം. ഫോറസ്റ്റ് ദാറ്റ് പ്രിസീഡ് സിവിലൈസേഷൻസ് ആൻഡ് ഡെസേർട്ട് ഫോളോ ദം. എന്താ അർത്ഥം? ഫോറസ്റ്റ് ദാറ്റ് പ്രിസീഡ് സിവിലൈസേഷൻസ് ആൻഡ് ഡെസേർട്ട്സ് ഫോളോ ദം. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? പ്രിസീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്ന്. ഫോളോസ് എന്ന് പറഞ്ഞാൽ എന്താ? ശേഷം വരിക. ഫോറസ്റ്റ് പ്രിസീഡ് സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സിവിലൈസേഷന് മുൻപ് ഫോറസ്റ്റ്, സിവിലൈസേഷന് ശേഷം എന്താ അതിനർത്ഥം? ഡീഫോറസ്റ്റേഷൻ എന്നുള്ള സിംഗിൾ ലൈനിൽ പോലെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റില് മനുഷ്യർ വരുന്നതിന് മുമ്പ് ഇവിടെ എൻവയോൺമെന്റ് ഉണ്ടായിരുന്ന റിതം, അവേ ഓഫ് തിങ്കിങ്, അവേ ഓഫ് കാര്യങ്ങളെല്ലാം മനുഷ്യർ വന്നതിന് ശേഷം എന്താണ്? മൊത്തം തകിടം മറയുന്നു.
സോ നമ്മൾ സസ്റ്റൈനബിൾ യൂസ് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ രീതിയിൽ വരുന്നതാണ് ഫോറസ്റ്റ് പ്രിസീഡ് സിവിലൈസേഷൻ ആൻഡ് ഡെസേർട്ട് ഫോളോ ദം. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി മറ്റേ GS3 മോഡൽ ഓഫ് ആൻസർ വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വെച്ചിട്ട് എഴുതല്ല വേണ്ടത്. അതിന് കുറച്ചും കൂടി ഒരു ലൈക്ക് എന്താ പറയാ ഹ്യൂമൻ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. എന്റെ ലൈക്ക് ഈ പറഞ്ഞ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞതിന്റെ പുറകെ പോകുന്നതും അല്ലെങ്കിൽ ഫെയിലർ ടു ബാലൻസ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകണം. ഫോറസ്റ്റ് ആർ ദി ബെസ്റ്റ് കേസ് സ്റ്റഡീസ് ഫോർ എക്കണോമിക് എക്സലൻസ്. ഫോറസ്റ്റ് ആർ ദി ബെസ്റ്റ് കേസ് സ്റ്റഡീസ് ഫോർ എക്കണോമിക് എക്സലൻസ്. എന്താ അത്? എങ്ങനെ ഫോറസ്റ്റ് നമുക്ക് എക്കണോമിക് എക്സലൻസ് ബെസ്റ്റ് കേസ് സ്റ്റഡി ആവുന്നത്? ഫോറസ്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരത് റിപ്പയർ ചെയ്യുക? ഫോറസ്റ്റ് തന്നെ റിപ്പയർ ചെയ്യും. നമ്മൾ അതിന് ടൈം കൊടുത്താൽ മതി. അത് റിപ്പയർ ചെയ്യാൻ അതിന്റെ മെക്കാനിസം ഉണ്ടാവും, അതിനുള്ളിൽ കുറെ ഇന്റർ കണക്റ്റഡ് കാര്യങ്ങളും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇവിടെ നാട്ടിലൊരു ബിൽഡിംഗ് തകർന്നു വേണം ആരും ഒന്ന് ശരിയാക്കും, എഞ്ചിനീയേഴ്സ് ഒന്ന് ശരിയാക്കണം, അത് നമ്മൾ എഞ്ചിനീയേഴ്സിന് പേയ്മെന്റ് നടത്തും, ഒക്കെയുണ്ട്. ഇപ്പൊ ഫോറസ്റ്റിന്റെ എഞ്ചിനീയേഴ്സ് ഉണ്ട് അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എലിഫന്റ്സ് ആർ കൺസിഡർഡ് ടു ബി എഞ്ചിനീയേഴ്സ് ഓഫ് ഫോറസ്റ്റ്. എങ്ങനെയത്? ദേ വാക്ക്, ദേ കീപ്പ് ഓൺ വാക്കിംഗ്. അപ്പൊ അവർ കൺസ്യൂം ചെയ്യുന്ന ഫുഡിൽ നിന്നും അതിൽ നിന്നുള്ള സീഡ്സും കാര്യങ്ങളെല്ലാം എന്താണ് ഇവർ ഡങ് വഴിയൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് സ്പ്രെഡ് ആവുന്നു. സോ ഫോറസ്റ്റ് എന്ത് പ്രശ്നം വന്നാലും ഫോറസ്റ്റ് എന്ത് ചെയ്യും? സ്വയം. അപ്പോ ഇവിടെയും എന്താണ് ഒരു ഫിലോസഫിക്കൽ തോട്ടാണ് സംഭവം. അപ്പോ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ തിങ്കിങ്. ദെൻ ഹിസ്റ്ററി, ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി. നോക്കുക, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ഫസ്റ്റ് ആസ് എ ട്രാജഡി, സെക്കൻഡ് ആസ് എ ഫോൾസ്. എന്തായാലും മീനിങ്? ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ഫസ്റ്റ് ആസ് എ ട്രാജഡി, സെക്കൻഡ് ആസ് എ ഫോൾസ്. ഈ ഫോൾസ് എന്നുള്ള വാക്ക് ചിലപ്പോൾ അത്രയും ഫെമിലർ ആയിക്കൊള്ളുന്നില്ല. എന്തായാലും പറയോ? പറഞ്ഞോ. ഫാൾസ് എന്ന് പറയുന്നത് കറയാണോ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയും പറയാം. ചരിത്രം രണ്ടാമത് വരുന്നു. ആദ്യത്തേത് ട്രാജഡി ആണെന്ന് പറയുന്നു. രണ്ടാമത് ആ ട്രാജഡി പോലൊരു സംഭവം, ട്രാജഡി ഒരു മോശം സംഭവമാണല്ലോ, രണ്ടാമത് സംഭവിക്കുമ്പോൾ എന്താ? ഞാൻ നടന്നു പോകുന്നു, റോഡ് ക്രോസ് ചെയ്യുന്നു. റോഡ് ക്രോസ് ചെയ്ത് പോയപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല, എന്നെ വണ്ടി വന്ന് ഇടിച്ചു, എന്റെ കയ്യോ കാലോ ഒടിഞ്ഞു, ഞാൻ ആശുപത്രിയിലായി. ദാറ്റ് വാസ് എ ട്രാജഡി. ഞാൻ പിന്നെയും നടന്നു പോകുന്നു, പിന്നെയും ശ്രദ്ധിച്ചില്ല, പിന്നെയും വണ്ടി ഇടിച്ച് കയ്യും കാലം ഒടിഞ്ഞ്, നിങ്ങൾ എന്ത് പറയും? ദാറ്റ്സ് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ട്രാജഡി എന്ന് വിളിക്കാം. രണ്ടാമത് വന്ന സെയിം തിങ് രണ്ടാമത് വന്നാൽ എങ്ങനെയാണ്? അത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നത് കേസ് ഓഫ് ലൈക്ക് ആക്സിഡൻസ് പോലെ രണ്ടാമത് വരാം. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല, വേറെ ആൾ ശ്രദ്ധിക്കാതെ എന്റെ മെത്ത് ഇടിച്ചൊരു സംഭവമാണ്. പക്ഷെ എന്നാലും ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്? ഇതാണ്. ദ ടൈം ടു റിപ്പയർ ദി റൂഫ് ഈസ് വെൻ ദി സൺ ഈസ് ഷൈനിങ്. എന്താർത്ഥം? ടൈം ടു റിപ്പയർ ദ റൂഫ് ഈസ് ദി ടൈം ഈസ് വെൻ ദി സൺ ഈസ് ഷൈനിങ്. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എന്താണ്? ഓപ്പർച്യൂണിറ്റി, നമ്മൾ ബെസ്റ്റ് ടൈമിൽ നമ്മൾ എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. യെസ്, വെരി ഗുഡ്. നമുക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നമുക്ക് എപ്പോഴായിരിക്കണം? നമ്മുടെ ബെസ്റ്റ് ടൈമിലായിരിക്കണം. നമുക്ക് എപ്പോഴെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ടൈമിലായിരിക്കണം. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ വേണം നമ്മൾ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം. അതിനുശേഷം വരുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. എസ് എഴുതി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഴുതി പഠിക്കണം, അല്ലാതെ മെയിൻസിന്റെ ഒരാഴ്ച മുന്നേ എഴുതി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോ എപ്പോഴാണോ സൺ ഷൈൻ ചെയ്യുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? യു നീഡ് ടു ചേഞ്ച് ദ റൂഫ്. അതാണ് പറയുന്നത്. ലൈക്ക് അടുത്ത മഴക്കാലത്തിന് മുമ്പ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടുകൊണ്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ പറയില്ലേ ലൈക്ക് ദ മോർ യു സ്വെറ്റ് അല്ലെ, ദ മോർ യു സ്വെറ്റ് ഹിയർ ദ ലെസ് യു ബ്ലീഡ് ഇൻ ദ ഫീൽഡ് എന്ന് പറയും. അതാണ് സംഭവം. ഓക്കെ, സോ ടൈം ടു റിപ്പയർ ഫോർ ദ റൂഫ് ഈസ് വെൻ ദി സൺ ഈസ് ഷൈനിങ്. അപ്പൊ ഇത് രണ്ടും ബേസിക്കലി ഒരേ ഒരു ഐഡിയോളജിയിൽ വരുന്നതാണ്. അപ്പൊ പക്ഷെ ക്വസ്റ്റ്യൻസിന് എണ്ണം കുറവാണ്, 2 ചോദ്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നോട്ട് ഒന്ന് കുറച്ച് ചെയ്ത് വെച്ചാൽ മതിയാവും. കാരണം നമുക്ക് വേറെ ഓപ്ഷൻസ് എന്തായാലും ചൂസ് ചെയ്യാനുണ്ടാവും. ദെൻ റിസ്ക്, ആക്ഷൻ ആൻഡ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. റിസ്ക്, ആക്ഷൻ ആൻഡ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. ഇതും നേരത്തെ സാറ് പറഞ്ഞിരുന്നു. ഇതല്ല പറഞ്ഞത് അല്ലെ. എ ഷിപ്പ് ഇൻ ഹാർബർ ഇസ് സേഫ് ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ദ ഷിപ്പ് ഈസ് ഫോർ. എന്താ മീനിങ്? ഷിപ്പ് ഇൻ ദി ഹാർബർ ഇസ് സേഫ് ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഷിപ്പ് ഈസ് ഫോർ. ഷിപ്പിന്റെ പേർപ്പസ് എന്താ? സെയിൽ ചെയ്യുക. സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കടലിൽ ഇറങ്ങുക, തിരമാലകളെ ഫേസ് ചെയ്യുക, മുന്നോട്ട് കുതിക്കുക എന്നുള്ളതാണ്. അപ്പോ ചെറിയ റിസ്ക് എലമെന്റ് ഉണ്ട്. റിസ്ക് എലമെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഷിപ്പിനെ നമ്മൾ കരയിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. ഷിപ്പിന്റെ പേർപ്പസ് മീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കും എന്തുണ്ട്? പല പേർപ്പസ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി എന്താ പറയുന്നത്? സെയിലിന് പോണെന്ന് പറയുമ്പോൾ പറയുന്നത് റിസ്ക് എടുക്കണം എന്നാണോ? കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അതാണ് സംഭവം.
നിങ്ങൾ കംഫർട്ട് സോണിൽ ഇരുന്ന് സൂക്ഷിക്കാനുള്ള ആൾക്കാരല്ല നിങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങി ചെയ്യണം. അത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്നാൽ നടക്കില്ല. എസ് എ അല്ലെങ്കിൽ ഒരു മെയിൻസ് ആൻസർ എഴുതിയാൽ മാർക്ക് കുറയും എന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ട് മെയിൻസ് ആൻസർ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ ഇപ്പോഴേ എഴുതണം. അതാണ് സംഭവം. Then the cost of being wrong is less than cost of doing nothing. That also we have discussed. അപ്പോൾ ഇങ്ങനെ ഇത്രയും ടോപ്പിക്സ്, ഇത്രയും തീംസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, റിസ്ക്, ആക്ഷൻ ആൻഡ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ, അതേപോലെ തന്നെ ഹിസ്റ്ററി, ചേഞ്ച് ആൻഡ് കണ്ടിന്യൂറ്റി, ദെൻ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ തിങ്കിങ്, ദെൻ സോഷ്യൽ ജസ്റ്റിസ്, ഗവർണൻസ് ആൻഡ് സൊസൈറ്റി, ദെൻ എഡ്യൂക്കേഷൻ, സോഷ്യലൈസേഷൻ ആൻഡ് യൂത്ത് ഇഷ്യൂസ്, ദെൻ creativity, imagination, abstract thinking, then power, leadership and human character, then science, knowledge and rationality, and individualism, self-awareness and philosophy of life. ഈ തീംസ് ഇങ്ങനെയുണ്ടെന്ന് കാണിച്ചത് ബേസിക്കലി എസ് എ എന്ന് പറയുന്ന സംഭവത്തിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അത് ഏത് രീതിയിൽ നമുക്ക് സ്ട്രക്ചർ ചെയ്യണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഫ്യൂച്ചർ പ്രോഗ്രാമിലായിരിക്കും ഇതിന്റെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഒരു എസ് എയുടെ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ലൈക്ക് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഒരു എസ് എ എഴുതി നോക്കിയാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1.5 മണിക്കൂറോളം ഒരു എസ് എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് ഈ എസ് എല്ലാ ദിവസവും എഴുതി നോക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്തു നോക്കുന്ന ഒരു കാര്യമുണ്ട്. ലെറ്റ്സ് ബ്രെയിൻ സ്റ്റോം ആൻ എസ് എ. എന്താ ബ്രെയിൻ സ്റ്റോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് when you attend the UPSC മെയിൻസ് എക്സാമിനേഷൻ, നിങ്ങൾക്ക് എസ് എ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ എസ് എ പേപ്പർ വാങ്ങിക്കുന്നു, സെക്ഷനിൽ 4 ടോപ്പിക് വായിക്കുന്നു, ആ 4 ടോപ്പിക്കിൽ എല്ലാത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കുന്നു, ഇത് ഏതാണ് എനിക്ക് എഴുതാൻ പറ്റുക നോക്കുന്നു, ഒരു ടോപ്പിക് നിങ്ങൾ ചൂസ് ചെയ്യും. ഈ ചൂസ് ചെയ്ത ടോപ്പിക്കിനെ പറ്റി നമ്മൾ നേരിട്ട് അങ്ങോട്ട് എഴുതി തുടങ്ങുകയാണോ ചെയ്യാം? അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു വീട് പണിയുന്നു, കല്ല് വരുന്നു, കല്ലിടുന്നു, അങ്ങനെ പണിയുന്നു, പണിത് എങ്ങനെ പോകുന്നു അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലോ. നമുക്ക് കൃത്യമായ കണക്കുണ്ട്, കൃത്യമായ പ്ലാൻ ഉണ്ട്. ആ പ്ലാന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോവുക. എവിടെ TV വെക്കണം, എവിടെ ഫ്രിഡ്ജ് വെക്കണം, എവിടെ അടുക്കള വേണം, എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ആണ്. അതേപോലെ തന്നെയായിരിക്കണം നമ്മുടെ എസ് ഐയും. എന്നാലാണ് എസ് ഐക്ക് കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ, ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഹിന്ദുവിന്റെ ഒക്കെ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അവർ എഴുതുന്ന രീതി അങ്ങനെയാണ്, തുടക്കം തൊട്ടേ അവസാനം വരെ. ഏകദേശം ആ ഒരു മോഡലിൽ വേണം നമ്മുടെ എസ് എ വരാനായിട്ട്. ഈ എസ് എയിൽ ബേസിക്കലി പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരഗ്രാഫ് അതിൽ നിന്ന് റിമൂവ്ഡ് ആയി കഴിഞ്ഞാൽ എസ് എക്ക് ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് വിത്ത് ദി ഫ്ലോ. ഈ ഫ്ലോയിൽ എങ്ങനെ എഴുതണം, എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ബട്ട് നമുക്കൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കാം. ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ ബേസിൽ ഒരു എസ് എ നിങ്ങളൊന്ന് ജസ്റ്റ് ബ്രെയിൻ സ്റ്റോം ചെയ്യണം. ബ്രെയിൻ സ്റ്റോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എഴുതൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റണം ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഓൺലൈൻ ചെയ്യണേ. ഒന്നാമത്തെ കേസ് നമുക്ക് എങ്ങനെ എസ് എ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ആ എസ് എയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ പെർസ്പെക്റ്റീവ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, ആ ഇൻക്ലൂഷനിൽ എന്തൊക്കെ ഐഡിയോളജീസ്, നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എന്തെങ്കിലും എക്സാമ്പിൾസ് ഓർമ്മ വരുന്ന എക്സാമ്പിൾസ് കൊടുക്കണം. എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന എക്സാമ്പിളുകൾ കൊടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ 100% ഫിറ്റ് അല്ലാന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് അതിനുശേഷം ലൈക്ക് എന്തൊക്കെ ഡിഫറെന്റ് ടോപ്പിക്സ് ആയിട്ട് അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. ആ ടോപ്പിക്സിന്റെ സബ് ടോപ്പിക്സ് അഡ്രസ് ചെയ്യണമെങ്കിൽ അത് സബ് ടോപ്പിക്സ് കൊടുക്കുക. നമ്മുടെ എസ് ടോപ്പിക്സ് ആയിട്ട് ഇതിലെല്ലാം കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ എന്നാലും ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടി തൽക്കാലം അത് ചെയ്യാം. അതിനൊപ്പം തന്നെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യവും നോക്കുക. ഓൺലൈൻ ഇരിക്കുന്നവരും എല്ലാവരും ഒരു പേപ്പർ എടുക്കുക, ഒരു ഫ്രഷ് പേജ്. നിങ്ങൾക്ക് കേട്ട് പറ്റിയുള്ള ടോപ്പിക്, അങ്ങനെ പാടുള്ള ടോപ്പിക് ഒന്നുമല്ല. ഓക്കെ, എത്ര ടൈം വേണം ഒരു എസ് എ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ? ലൈക്ക് എസ് എയിൽ നമുക്ക് ബേസിക്കലി എഴുതാനുള്ള ഒരു സ്പീഡാണല്ലോ സംഭവം. നമുക്ക് എഴുതി തീർക്കണം, കുറെ എഴുതി തീർക്കണം. 1000-1200 വാക്കുകൾ എഴുതണം എന്ന് പറയുമ്പോൾ 1000-1200 വാക്കുകൾ എഴുതാൻ എളുപ്പം. എഴുതുന്നുള്ള പ്രോസസ് എളുപ്പമാണ്, പക്ഷെ എന്ത് എഴുതുന്ന പ്ലാനിങ് ആണ് ബുദ്ധിമുട്ട്. സോ ഐ യൂഷ്വലി ടേക്സ് അറൌണ്ട് 15 മിനിറ്റ്സ്. ഒരു 15 മിനിറ്റ്സ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്റെ എസ് എ ഞാനിരുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇതൊക്കെ ഇവിടെ എന്തൊക്കെ എക്സാമ്പിൾ കൊടുക്കണമെന്ന് ഞാൻ ആ ബാക്കിൽ റഫ് പേജിന്റെ പേജിൽ ഞാൻ ചെയ്തു വെക്കാറുണ്ട്. അതിനുശേഷമാണ് ഞാൻ എന്റെ എസ് എയിലേക്ക് നീങ്ങുക. ആൻഡ് ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. കാരണം എന്ന് വെച്ചാൽ എന്റെ എസ് എ സ്ട്രക്ചർ ചെയ്യാൻ, ഒരു കണ്ടിന്യൂറ്റി കിട്ടാനും എനിക്ക് സ്കോർ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ ടേക്ക് അറൌണ്ട് 15 മിനിറ്റ്സ്. സോ ഐ ഗിവ് യു അറൌണ്ട് ഒരു 10 മിനിറ്റ്സ് തരാം. 10 മിനിറ്റ്സിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ആ എസ് എ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് നോക്കുക. ഓൺലൈൻ എനിക്കൊരു നോക്കണം, ഞാൻ വായിക്കാൻ പറയുന്നത് അങ്ങനെ വായിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒന്ന് ബ്രെയിൻ സ്റ്റോം എ പെർട്ടിക്കുലർ എസ് എ എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഇസ് ദി ടോപ്പിക്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാ, നിയർലി ഓൾ മെൻ ക്യാൻ സ്റ്റാൻഡ് അഡ്വേഴ്സിറ്റി ബട്ട് ടു ടെസ്റ്റ് ദി ക്യാരക്ടർ ഗിവ് ഹിം പവർ. 2024 എസ് എ ടോപ്പിക്കാണ്. Nearly all men can stand adversity, but to test the character, give him power. നോക്കിക്കോ, സ്റ്റാർട്ട് ചെയ്തോ. ട്രൈ ടു ബ്രെയിൻ സ്റ്റോം. അറിയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്ക്. ഓൺലൈൻ ഇരിക്കുന്നത് ട്രൈ ചെയ്യണേ.
ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. മനുഷ്യർക്ക് പൊതുവെ ബാഡ് കണ്ടീഷൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളുടെ ക്യാരക്ടർ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പവർ കൊടുക്കണം. ആര് പറഞ്ഞതാണ്? അബ്രഹാം ലിങ്കൺ പറഞ്ഞതാണ്. എങ്ങനെ നമുക്ക് ഈ രസം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? കോട്ടുണ്ടോ? എന്താ കോട്ട്? കോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ക്യാൻ സമ്മൺ ഫ്രം ഓൺലൈൻ ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് ദിസ്? എങ്ങനെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? എന്തെങ്കിലും കോട്ടോ സ്റ്റോറിയോ ഇവന്റോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആ പറഞ്ഞോ സർ. സ്റ്റോറി നമുക്ക് കൊടുക്കാലോ. എന്ത് സ്റ്റോറിയാണ്? പറഞ്ഞോളൂ. സ്റ്റോറി ഞാൻ ഓപ്ഷനിൽ പഠിച്ച സ്റ്റോറിയാണ്. പഠിച്ചു തുടങ്ങാൻ കൃത്യമായിട്ട് എന്റെ പേരറിയില്ല. NS മാധവന്റെ ഒരു സ്റ്റോറിയാണ്. പറഞ്ഞോളൂ. സ്റ്റോറി ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ്. അത് ആ റൂളർ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു. പുള്ളിയുടെ വളരെ ഡിക്റ്റേറ്റർഷിപ്പ് കാരണം അവസാനം ആൾക്കാരെല്ലാം കൂടി കൊണ്ടുപോയി ഒരു വെള്ളത്തിലെന്തോ ഇയാളെ പിടിച്ചിടുന്നതാണ്. ദ്വീപ് രാജ്യത്തിന്റെ റൂളർ ആയിരുന്നു. ഡിക്റ്റേറ്റർഷിപ്പ് സഹിക്കാൻ വയ്യാണ്ട് ആൾക്കാരെല്ലാം കൂടി ഉപദ്രവിച്ചിട്ട് ആളിനെ ബോട്ടിൽ കൊണ്ടുപോയി കടലിന്റെ നടുക്കടലിൽ ഇടുന്നതാണ് സ്റ്റോറി. ഓക്കെ, നമ്മൾ ഈ ഗ്രൂപ്പ് സ്റ്റഡി SAക്ക് നടത്തുമ്പോൾ ഗുണം അതാ. അതായത് നമുക്ക് ഒരുപാട് കണ്ടന്റും സ്റ്റോറി ഇങ്ങനെ കിട്ടും. ഇപ്പോ ആരായിരുന്നു പറഞ്ഞ പേരെന്തായിരുന്നു? സ്റ്റോറി പറഞ്ഞ പേരെന്തായിരുന്നു? രേണുക. സോ രേണുക ഈ പറഞ്ഞ സ്റ്റോറി ഇറ്റ് അഡ്രസ്സസ് ദി തിങ് ദാറ്റ് ടെസ്റ്റ് ദി ക്യാരക്ടർ, ഗിവ് ഹിം പവർ എന്ന് പറയുന്ന ഭാഗത്തിനെ അഡ്രസ് ചെയ്യുന്നു. പക്ഷേ നിയർലി ഓൾ മാൻ ക്യാൻ വിത്ത്സ്റ്റാൻഡ് അഡ്വേഴ്സിറ്റി എന്നൊരു ഭാഗം കൂടി അഡ്രസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും സ്റ്റോറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? മിത്തിക സ്റ്റോറി പറയാം. ഓക്കെ, രാമായണ എന്നുള്ള സ്റ്റോറി നമുക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. എന്താണ് രാവണയുടെ കഥ? അല്ലെ, രാവണൻ ബേസിക്കലി ഒരുപാട് തപസ്സൊക്കെ ചെയ്തിട്ട് ഹി ഗോട്ട് ദി ബ്ലെസ്സിങ്സ് ഫ്രം ലോർഡ് ശിവ. പക്ഷെ എന്നിട്ട് അതിനുശേഷം ആള് ചെയ്തു വെച്ച കുറെ അട്രോസിറ്റീസ് ഉണ്ട്. അങ്ങനെ പറയാം. റിയൽ ലൈഫ് സ്റ്റോറീസ് ഇങ്ങനെ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ജൂലിയസ് സീസറിന്റെ കഥ അങ്ങനെ പറയാം. ജൂലിയസ് സീസറിന്റെ കഥ ലൈക്ക് പല പേഴ്സണലി പറയുന്നുണ്ടെങ്കിലും സീസർ അങ്ങനെ ലൈക്ക് കയറി വന്ന് രാജാവായ ഒരാൾ ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ടുവന്നപ്പോഴാണ് കോൺസ്പിറസി വരുന്നൊരു തിയറി ഉണ്ട്. അത് വിട്ടേക്കാം. റിയൽ ലൈഫ് സ്റ്റോറി റീസെന്റ് ഉണ്ടായത് എന്തായിരുന്നു? ക്ലിയർ ആയില്ല. യുഎസ്എയില് ജയിലിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി. എന്തായിരുന്നു? ഇതേപോലെ ഇൻട്രോവേർട്സിന് അല്ലെ ആരുമായിട്ടും വലിയ രീതിയിൽ സംസാരിക്കാത്തവർക്ക് അതോറിറ്റി കൊടുത്ത്, എന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ളവർക്കും എക്സ്ട്രോവേർട്സ് ആയിട്ടുള്ളവർക്കും അവരെ പ്രസിഡൻസ് ആക്കി. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് ജയിലിലെ സിസ്റ്റം തന്നെ ഫോളോ ചെയ്ത് പോയി. മറ്റവര് പവർ യൂസ് ചെയ്ത് മറ്റവര് ജയിലിൽ പ്രസിഡൻസ് ആയിട്ട് ഇരിക്കുകയും ചെയ്തു. അപ്പോഴും നിയർലി ഓൾ മെൻ ക്യാൻ വിത്ത്സ്റ്റാൻഡ് അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞ ഭാഗം അതെന്താണ് അർത്ഥമാക്കുന്നത്? നിയർലി ഓൾ മാൻ കൻ വിത്ത്സ്റ്റാൻഡ്, അതായത് ടഫ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതിലല്ല ഒരാളുടെ ക്യാരക്ടർ വലുതാവുന്നത്, ആൾക്ക് ഫുൾ പവർ ഉള്ളപ്പോൾ ആൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യമാണ്. അത് ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും നന്നായിട്ടേ പെരുമാറുള്ളൂ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും, നമ്മൾക്ക് എല്ലാവർക്കും ഒത്തു നിന്നാൽ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒത്തു നിൽക്കും. പക്ഷെ ഇതെല്ലാം സോൾവ് ചെയ്ത് നമ്മളെല്ലാം അടിപൊളിയായി കഴിയുമ്പോൾ അപ്പോഴുള്ള നമ്മുടെ പെരുമാറ്റമാണ് മെയിൻ. ഇപ്പൊ നമ്മൾ 10 പേരും കൂടി ഒരു എന്താ പറയുക ഒരു കമ്പനി തുടങ്ങാന്ന് വിചാരിക്കുക. കമ്പനി നമ്മൾ ഫ്രം ദി റൂട്ട്, നമ്മളെല്ലാവരും കൂടി തുടങ്ങുന്ന കമ്പനി ഫ്രം ദി റൂട്ട് നമ്മൾ വർക്ക് ചെയ്ത് എടുത്ത് അടിപൊളിയാവും. അതൊരു മൾട്ടി ക്രോർ കമ്പനി ആയെന്ന് വിചാരിക്കുക. എന്നിട്ടുള്ള നമ്മുടെ സ്വഭാവമാണ് ഇമ്പോർട്ടന്റ്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങാം, അല്ലേ? ലൈക്ക് അത് വരുന്നല്ല, പൊതുവെ എങ്ങനെയാണല്ലോ, അതാണ് സംഭവം. സോ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു സ്റ്റോറി വേണമെങ്കിൽ റീസെന്റ് നടന്ന ഒരു കഥ പറയാം. അതായത് പേഴ്സൺ ഫ്രം എ നോർമൽ ഫാമിലി ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്നു, പഠിച്ച് IAS ആകുന്നു, റീസെന്റ് അറസ്റ്റഡ് ഫോർ 10 lakh. നിങ്ങൾ കേട്ടില്ലേ? റീസെന്റ് ഡ്രൈവ് ചെയ്തിട്ട് ഒഡീഷ കാറ്ററിൽ ഒരാൾ അറസ്റ്റഡ് ആയത്. അതെന്താ? പവർ വന്നപ്പോൾ ഉണ്ടായ മാറ്റമാണ്. അല്ലെങ്കിൽ ഏറ്റവും സിംപിളി നമുക്ക് എടുക്കാവുന്ന ഒരു കഥ നമ്മുടെ ലോകത്തിന്റെ കഥ എടുക്കാം, അല്ലെ? ഇൻ 2020 the world was in adversity. എങ്ങനെ? we had the കോവിഡ് ഇഷ്യൂ എന്നപ്പോൾ എല്ലാ വേൾഡ് അഡ്വേഴ്സിറ്റിയിലായിരുന്നു. രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ. ഇന്ത്യ ബിക്കേം ദി ലീഡർ ഓഫ് വാക്സിനേഷൻ. അങ്ങനെ ഒരുമിച്ച് നിന്ന് നമ്മൾ ആ അഡ്വേഴ്സിറ്റിയെ ചെറുത്ത് നിന്ന് തോൽപ്പിച്ചു. അതിനുശേഷം once the adversity period is over, when everyone is back to power, we started to have issues like എന്തൊക്കെയാണ്? We have the Russia-Ukraine crisis, we had the trade wars, we had the Israel-Palestine issue, അല്ലെങ്കിൽ Afghanistan issue, Indo-Pak terror issue പോലുള്ള ഇഷ്യൂസ് വന്നു തുടങ്ങി. സോ അത്തരത്തിലുള്ള കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം? അത് റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. അത് കുറച്ചുകൂടി ബെറ്റർ ആയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ബ്രിങ് ടു ദി ഇൻട്രൊഡക്ഷൻ.
ഇതെങ്ങനെ സാർ ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വാസ് ത്രൂ ലൈക്ക് കണ്ടിന്യൂസ്ലി എസ്സേക്ക് വേണ്ടി ഓരോന്ന് ആലോചിച്ച് റിയൽ ലൈഫ് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ഈ സാധനം ഓട്ടോമാറ്റിക്കലി വരുന്നത്, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വരുന്നതല്ല. സോ അങ്ങനെ നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എസ്സേയുടെ നമ്മൾ ബാക്കി ഏതൊക്കെ ഭാഗങ്ങളോട് അഡ്രസ് ചെയ്യണം, വാട്ട് ഓൾ തിങ്സ് ബാക്കി എസ്സേയിൽ എന്തൊക്കെ വേണം, നമ്മൾ എസ്സേയുടെ എല്ലാ ഭാഗവും അഡ്രസ് ചെയ്യണ്ടേ. നമുക്ക് ഏറ്റവും ആദ്യം എവിടെ നിന്ന് തുടങ്ങാം? അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് അഡ്വേഴ്സിറ്റി? അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് ഹാർഡ്ഷിപ്പ്, ചലഞ്ചസ്, അല്ലെ, ഡിഫിക്കൽട്ടീസ് പീപ്പിൾ ഫേസ്. എങ്ങനെയാ ഹാർഡ്ഷിപ്പും ചലഞ്ചസും ഡിഫിക്കൽട്ടീസും ഒക്കെ വരുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്? വാറ് മാത്രമാണോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം മനുഷ്യന് അഡ്വേഴ്സ് സിറ്റുവേഷൻ വരുന്നത് എങ്ങനെയാണ്? ലോകത്തിന് വിട്ടേക്കാം, മനുഷ്യൻ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ വരുന്നത് എങ്ങനെയാ? എക്കണോമിക് ഹാർഡ്ഷിപ്പ് ആവാം, ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് ആവാം, പൈസ ഇല്ലാത്ത അവസ്ഥയാവാം, ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നതാവാം, ആക്സിഡന്റ് സംഭവിക്കുന്നതാവാം, ലോസ് ഓഫ് സംതിങ് ആവാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് എന്ത് വരുന്നത്? അഡ്വേഴ്സിറ്റീസ് വരുന്നത്. ഈ അഡ്വേഴ്സിറ്റീസിനെ നമുക്ക് പല രീതിയിൽ കൊണ്ടുവരാം, അതിന് എക്സാമ്പിൾസ് കൊടുക്കാം. പ്രശ്നങ്ങൾ എക്സാമ്പിൾ കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, നമ്മുടെ തന്നെ കാര്യങ്ങൾ വെച്ചാൽ കുറെ എക്സാമ്പിൾസ് നമുക്ക് കിട്ടും. ഈ അഡ്വേഴ്സിറ്റീസ് കൊണ്ട് മനുഷ്യർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. വിത്ത്സ്റ്റാൻഡ് ചെയ്ത മനുഷ്യർക്ക് ഇതിന് എന്താ കിട്ടുന്നത്? എങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ആൾക്കാർ അഡ്വേഴ്സിറ്റി ഫേസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പീപ്പിൾ ബിക്കം റിസൈലന്റ്. റിസൈലന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആവും. പിന്നെ ചില ആൾക്കാർ ഇന്ന് ബൗൺസ് ബാക്ക് ചെയ്യും, ലൈക്ക് ദേ ബ്രിങ്സ് ദി ബെറ്റർ ഔട്ട് ഓഫ് ഇറ്റ്, അല്ലേ? ഫോർ എക്സാമ്പിൾ എങ്ങനെയാ? അപ്പൊ നിങ്ങൾ പ്രിലിംസ് എഴുതുന്നു, പ്രിലിംസ് തോക്കുന്നു, പ്രിലിംസ് തോറ്റു കഴിഞ്ഞാൽ അതൊരു അഡ്വേഴ്സ് കണ്ടീഷൻ ആയി, ഒരു മെന്റൽ സ്റ്റേറ്റ് ആയി, കോൺഫ്ലിക്റ്റ് ആയി. അവിടുന്ന് പിന്നെയും നമ്മൾ പഠിക്കുന്നു, പ്രിലിംസ് കയറുന്നു, മെയിൻസ് കയറുന്നു, സർവീസിലെത്തുന്നു, ബൗൺസ് ബാക്ക്, അല്ലെങ്കിൽ വി ആർ ജമ്പിങ് ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം, വി ആർ ജമ്പിങ് ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരുന്നു. പിന്നെന്താ വരുന്നേ? ഡിപ്രഷൻ, ചില ഇമോഷണലി സ്ട്രോങ് ആവുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പൊ അങ്ങനെ ഈ അഡ്വേഴ്സിറ്റി എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ എക്സാമ്പിൾസ് കോട്ട് ചെയ്യണം. അഡ്വേഴ്സിറ്റി കഴിഞ്ഞാൽ വി സ്ട്രേറ്റ് അവേ കൂട്ടും, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അബ്ദുൽ കലാമിനെ അടുത്ത് ഞങ്ങൾക്ക് പറഞ്ഞു, അബ്ദുൽ കലാം ന്യൂസ് പേപ്പർ ഇടാൻ പോയിരുന്നു, എന്നിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം എന്തായത്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത്. അങ്ങനെയുള്ള റിയൽ സ്റ്റോറീസ് നമുക്ക് ഇഷ്ടം പോലെ ഇന്ന് കോട്ട് ചെയ്യാൻ കിട്ടും, ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. പക്ഷേ അതല്ല ഈ ക്വസ്റ്റിന്റെ മെയിൻ കോണ്ടെക്സ്റ്റ്. നമ്മൾ അഡ്രസ് ചെയ്യണം, പക്ഷെ അതല്ല മെയിൻ കോണ്ടെക്സ്റ്റ്. മെയിൻ കോണ്ടെക്സ്റ്റ് എന്താ? ടു ടെസ്റ്റ് ദി ക്യാരക്ടർ, ഗിവ് ഹിം പവർ എന്ന് പറയുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ പവർ ആസ് എ ടെസ്റ്റ് ഓഫ് ക്യാരക്ടർ ആയിട്ട് പറയാൻ പറ്റുക? ഹൗ പവർ ആക്ട് ആസ് എ ടെസ്റ്റ് ഓഫ് ക്യാരക്ടർ? പറയൂ. ഈ പവർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച്. പവർ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെ? അപ്പൊ നമുക്കിത് രണ്ട് രീതിയിൽ എഴുതാം. എന്ന് പറഞ്ഞാൽ, ഒന്ന്, പവറിനെ എങ്ങനെ നമുക്ക് ഗുണമായിട്ട് ഉപയോഗിക്കാം. അതൊരു ഹെഡിങ് ആയിട്ട് നമ്മൾ കുറെ പല ഹെഡിങ് അല്ല, പല പേരായിട്ട് നമ്മൾ എഴുതുന്നു. ഹൗ പവർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഗുഡ് മെത്തേഡ്. രണ്ട്, പവറിനെ എങ്ങനെ മോശമായിട്ട് ഉപയോഗിക്കുന്നു, അതൊരു വേറെ മെത്തേഡിൽ എഴുതുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് എഴുതുന്നു. അങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ രണ്ടിനെ മിക്സ് ചെയ്ത് എഴുതാം. എങ്ങനെ മിക്സ് ചെയ്താം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പവർ ആസ് എ ടൂൾ ഓഫ് പ്രോഗ്രസ്, താഴെ പവർ ആസ് എ ടൂൾ അല്ലെങ്കിൽ കൺസർവേറ്റിസം. അങ്ങനെ രണ്ട് രീതിയിൽ പറയാം. അതായത് മുന്നോട്ട് ചലിക്കുവാൻ വേണ്ടി പവർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, എന്നാൽ മുന്നോട്ടൊന്നും വേണ്ട പിന്നോട്ട് നടക്കാൻ വേണ്ടി പവർ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ ഇതിൽ പോയിന്റ്സ് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർ എങ്ങനെ ഗുണമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യുന്നു. പവർ എങ്ങനെ മോശമായിട്ട് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ അഡ്രസ് ചെയ്യുന്നു. അത് എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? GS എഴുതുമ്പോൾ പോയിന്റ് അല്ല, പാരഗ്രാഫിന് കണ്ടിന്യൂഷൻ എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ട് എഴുതണം. ഫോർ എക്സാമ്പിൾ, പവർ ആസ് എ ടൂൾ ഓഫ് പ്രോഗ്രസ് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ പവർ ഓഫ് പല രീതിയിൽ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പവർ വി ക്യാൻ യൂസ് പവർ ഫോർ ഇന്നോവേഷൻ എന്ന് നമ്മൾ പറയുന്നു. ഇന്നോവേഷൻ പവർ ആയിട്ട് ഉപയോഗിക്കുന്ന നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ആരെ പറയാം? എലോൺ മസ്ക് ഈസ് ബ്രിങ്ങിങ് റെവല്യൂഷൻ. ഹി റെവല്യൂഷനൈസ് ദി ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ സ്പേസ് ഇൻഡസ്ട്രി റെവല്യൂഷൻ കൊണ്ടുവരുന്നു. അങ്ങനത്തെ രീതിയിൽ പവർ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ പവർ ആസ് എ ടൂൾ ഓഫ് പ്രോഗ്രസ്, അല്ലെങ്കിൽ പവർ ആസ് എ ടൂൾ ഓഫ് ലീഡർഷിപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഗാന്ധിയുടെ കേസ് തന്നെ പറയാം, അല്ലെ? പവർ ആസ് എ ടൂൾ ഓഫ് ലീഡർഷിപ്പ്. അല്ലെങ്കിൽ പവർ ഫോർ എംപവറിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ എംപവർ ചെയ്യാൻ വേണ്ടി പവർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, മലാല പറഞ്ഞത് എങ്ങനെയാണ്? മലാല എന്ന് പറയുന്ന ആളുടെ പവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വേർഡ്സ്, ലൈക് ഫോർ ഹെർ ആക്ഷൻ, ആളുടെ വേർഡ്സിനൊരു പവർ ഉണ്ട്. അതായത് എന്താ ചെയ്യുന്നത്? ഷീ ഈസ് ബേസിക്കലി എംപവറിംഗ് അതേഴ്സ്, ഓർ എന്താ പറയാ, മോട്ടിവേറ്റിംഗ് അതേഴ്സ്. അപ്പൊ അങ്ങനെ രീതിയിൽ പവർ നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ. ഇനി പവർ എങ്ങനെ മോശമായിട്ട് ഉപയോഗിക്കാം? ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോവാം. നമ്മുടെ നേരത്തെ കിങ് ജോങ് ഉങ്ങിന്റെ കേസ്. പിന്നെ ഈ ന്യൂക്ലിയർ ടെക്നോളജീസ് ഒക്കെ നമ്മള് വേൾഡ് വാർ സമയത്ത് ന്യൂക്ലിയർ ടെക്നോളജി കേസ്. ദെൻ വേറെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റാം? പുവർ ഡിസിഷൻ മേക്കിംഗ് ഒരു കാരണമാകാം. അല്ലെങ്കിൽ പവർ കറപ്ഷൻ എന്ന രീതിയിൽ ഉപയോഗിക്കാം.
അപ്പൊ ഇങ്ങനെയായി നമ്മൾ പവറിന് എന്തായിട്ട് ഉപയോഗിക്കുന്നത്, മോശമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കോട്ട് ചെയ്യാൻ പറ്റണം. ആ എക്സാമ്പിൾ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും, വലിയ പാടൊന്നുമില്ല. ലൈക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ തീംസ് അഡ്രസ് ചെയ്യുമ്പോൾ തീമിൽ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് കൃത്യമായ രീതിയിൽ പ്ലേസ് ചെയ്താൽ മതിയാവും. അപ്പൊ പവർ എന്ന് പറഞ്ഞ ഒരു സംഭവം നല്ല രീതിക്കും ചീത്ത രീതിക്കും ഉപയോഗിക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വി മൂവ് ടുവേർഡ്സ് ദി കൺക്ലൂഷൻ, അവസാനത്തിലേക്ക് പോകുമ്പോൾ വി ആസ് എ സിവിൽ സർവീസ് ആസ്പിറന്റ് നമ്മൾ എന്ത് പറയണം, ഇതെങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവറിനെ നമ്മൾ കുറെ പേർക്ക് വിശ്വസിച്ച് പവർ കൊടുക്കുന്നു അല്ലെ, അതിനെങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. വാച്ച് ഡോഗ് സിസ്റ്റം. വാച്ച് ഡോഗ് സിസ്റ്റം കുറച്ചുകൂടി നല്ല വാക്കിൽ പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും, ചെക്സ് ആൻഡ് ബാലൻസ് വരണം അല്ലെ. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കേസ് എടുത്താൽ നമുക്ക് ജുഡീഷ്യറി പോലുള്ള സംഭവങ്ങൾ വരുന്ന പോലെ, ലോക്പാൽ ലോകായുക്ത വരുന്ന പോലെ ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റം വേണം. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, പീപ്പിൾ ഷുഡ് ബി ഏബിൾ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗവേണൻസിലൊക്കെ പറയുന്ന നമ്മുടെ ടേംസിൽ എന്താ, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ മാറ്റങ്ങൾ, ഡെവലപ്പിംഗ് എത്തിക്കൽ ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് സ്കിൽസ് മാത്രം പോരാ, എത്തിക്കൽ ലീഡർഷിപ്പ് സ്കിൽസ് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പറയുവാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ശേഷം അവസാനം ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, വാട്ട് ഓർ തിങ്സ് വി ക്യാൻ മെൻഷൻ ദി കൺക്ലൂഷൻ. കൺക്ലൂഷൻ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റും, നല്ല രീതിയിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഒരുപാട് പേരെ കഥകൾ. ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കഥ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം, അല്ലെങ്കിൽ വിശ്വേശ്വരയ്യയുടെ കഥ കേട്ടിട്ടുണ്ടാവും. വിശ്വേശ്വരയ്യ ബേസിക്കലി ലൈക്ക് അന്ന് വിശ്വേശ്വരയ്യ കേട്ടിട്ടില്ലേ, എസ് വിശ്വേശ്വരയ്യ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി സമയത്ത് ഗവൺമെന്റ് സമയത്ത് അദ്ദേഹം 2 മെഴുകുതിരികളാണ് ഉപയോഗിച്ചിരുന്നത്. ഒന്ന് അദ്ദേഹം ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒന്ന്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊന്ന്. മനസ്സിലായോ? അതായത് അതിൽ നിന്ന് ഇത് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി അദ്ദേഹം പെയ്ഡ് ആവുന്നത്, അതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള എക്സാമ്പിൾസ് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗാന്ധിയുടെ കേസിന് എക്സാമ്പിൾ എടുക്കാം. ഗാന്ധിയുടെ കേസിൽ എന്താ പറയാൻ പറ്റുക, ഗാന്ധി വാസ് ഓഫേർഡ് പവർ മൾട്ടിപ്പിൾ ടൈംസ്. എന്നിട്ട് ഗാന്ധി ബേസിക്കലി ആ സ്ഥാനങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. കോൺഗ്രസിന് INC നോക്കി INCയിലെ പ്രസിഡന്റ് ആയിട്ട് ഗാന്ധി എത്ര പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്? ഒരൊറ്റ പ്രാവശ്യം ഇരുന്നിട്ടുള്ളൂ, വെൽക്കം സെഷൻ. സോ ഗാന്ധി അവിടെ പവർ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തില്ലെങ്കിലും ഗാന്ധിയുടെ വാക്ക് ദാറ്റ് വാസ് സിഗ്നിഫിക്കന്റ്. ഫോർ എക്സാമ്പിൾ ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറഞ്ഞ് ഇർവിൻ ഗാന്ധിയെ പാക്ട് സൈൻ ചെയ്യാൻ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ദ ഇൻഫ്ലുവൻസ് ദാറ്റ് ഹി ഹാവ്. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫൈനലി വി ക്യാൻ കൺക്ലൂഡ് ബൈ സേയിങ് ദാറ്റ് ഇന്ന് ലൈക്ക് നമുക്ക് ഒരു രാജ്യത്ത് വേണ്ടത് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് നമ്മൾ ഡെമോക്രസി എന്നൊക്കെ പറയുമ്പോഴും ഗാന്ധിയൻ ഐഡിയ ഓഫ് ട്രസ്റ്റിഷിപ്പ് ഉണ്ട്. എന്താ ഗാന്ധിയൻ ഐഡിയ ഓഫ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും അതിന്റെ ഓണേഴ്സും ഇവിടെയുള്ള എല്ലാവരും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമാണ്. അതായത് സാധാരണ ജനങ്ങൾക്കും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും എവ്രി വൺ ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് എവ്രി പബ്ലിക് സർവന്റ്, എവ്രി ഓഫീസർ, എവരി മിനിസ്റ്റർ ഈസ് സപ്പോസ് ടു ആൻസർ. അപ്പൊ അൾട്ടിമേറ്റ് പവർ എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലായിരിക്കണം? ജനങ്ങളുടെ കയ്യിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി വിത്ത് എവരി വൺ. ആ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. ഇതുപോലുള്ള ബ്രെയിൻ സ്റ്റോമിങ്സ് നമുക്ക് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചതാ. ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ സ്റ്റെപ്സ് എങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത സെഷൻ വരുന്നത്. അടുത്ത സെഷനിൽ വി വിൽ ബി ടേക്കിംഗ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് വി വിൽ ബി ഹാവിംഗ് എ ഡീറ്റെയിൽഡ് ബ്രെയിൻ സ്റ്റോമിങ്. അപ്പൊ നിങ്ങൾ പേനയും ബുക്കൊക്കെ എടുത്ത് കാര്യമായി ചിന്തിക്കാൻ തയ്യാറായിട്ട് വേണം വരാനായിട്ട്. സോ ഇതാണ് ലൈക്ക് സിംപ്ലി ഒരു ബ്രെയിൻ സ്റ്റോമിങ്. ലൈക്ക് ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നമുക്ക് അയച്ചു നോക്കുക. ഓക്കെ, യു ക്യാൻ ബ്രെയിൻ സ്റ്റോം ദിസ്. എന്താണ്? ദർ ഇസ് നോ പാത്ത് ടു ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഇസ് ദ പാത്ത് എന്ന് എഴുതി നോക്കും. Okay, there is no path to happiness and happiness is the path. So you can write this. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓക്കെ, ഞാൻ നമ്പർ ഷോ ചെയ്യാം. നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒന്ന് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ സ്റ്റോമിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. There is no path to happiness, happiness is the path. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഇറ്റ്സ് എ പ്രോഗ്രാം ലൈക്ക് നമ്മളൊരു 1 month 2 month ടൈം പീരീഡ് കൊണ്ട് essay എന്ന് പറയുന്ന UPSCയുടെ 250 മാർക്കിന്റെ പേപ്പർ, അതായത് ആരും അധികം ശ്രദ്ധിക്കാത്ത എന്നാൽ UPSC നിങ്ങൾ റാങ്ക് ഡിറ്റർമൈൻ ചെയ്ത് ഏറ്റവും വലിയ റോള് കളിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന essay എന്ന് പറയുന്ന പേപ്പറിനെ എങ്ങനെ എഫക്റ്റീവ്ലി പഠിച്ച് എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാന്നുള്ള കാര്യമാണ്. വിച്ച് ഇൻക്ലൂഡ്സ് 6 ഫുൾ ലെങ്ത് ടെസ്റ്റ്. 6 ഫുൾ ലെങ്ത് ടെസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ ഓരോ ടെസ്റ്റിനും ഓരോ ഉദ്ദേശമുണ്ട്, ഓരോ ലെവൽ ഓഫ് റൈറ്റിംഗ് ആയിരിക്കും. ആൻഡ് വി ആർ ഹാവിംഗ് ഡിഫറെന്റ് വർക്ക്ഷോപ്സ്, കണ്ടന്റ് സ്ട്രാറ്റജി സെഷൻസ്, അതേപോലെ നിങ്ങളുടെ essay എലവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ എഴുതുന്ന ഓരോ ടെസ്റ്റിലും നിങ്ങൾ എന്താണ്, വാട്ട് ഇസ് ദ ഡിമാൻഡ് ഓഫ് UPSC ദാറ്റ് വി നോ.
ഓക്കെ, എന്താണ് UPSC ഡിമാൻഡ് നമുക്കറിയാം. ആ ഡിമാൻഡിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം എത്തി, ഇനി എത്രത്തോളം എത്തണം എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ലൈക്ക് ആ ഡിമാൻഡിലേക്കുള്ള നിങ്ങളുടെ ദൂരം എത്രത്തോളം എന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ കയറി by the end of the program you will be writing a very good essay that will ensure you to score at least ഒരു 125 plus 120 125 plus 130 എന്ന രീതിയിൽ മിനിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യും. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ടൈം ടേബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ലൈക്ക് ഇന്ന് വി ഹാഡ് essay elevate സെഷൻ 1 അപ്രോച്ച് സ്ട്രാറ്റജീസ് കാര്യം നമ്മൾ നോക്കി. ഇനി അടുത്ത സെഷൻ വിൽ ബി ഡേ ആഫ്റ്റർ ടുമോറോ. അവിടെ നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ്, എങ്ങനെയാണ് essay ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടത്, essay സ്ട്രക്ചർ ചെയ്യേണ്ടത്, essayയുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കടക്കും. ഇപ്പോൾ നമ്മൾ essayയുടെ ഉള്ളിലേക്ക് കടന്നത് essayയുടെ പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവെ പറഞ്ഞത്, essayയുടെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദെൻ June 22 വി ഹാഡ് ദി ഫസ്റ്റ് essay ടെസ്റ്റ്, ദാറ്റ് ഈസ് ദി മിറർ. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് എന്തറിയാം essay പറ്റി, ഈ സെഷൻസ് കഴിയുമ്പോൾ എന്തൊക്കെ മനസ്സിലായ essay പറ്റി, നിങ്ങളൊരു essay അങ്ങോട്ട് എഴുതുകയാണ്. നമ്മളൊരു essay അങ്ങോട്ട് എഴുതുന്നു. അത് നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ അവസ്ഥ, ഇനി നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചാൽ നല്ല essay എഴുതാൻ പറ്റും, അത് നമുക്ക് മനസ്സിലാവണ്ടേ, എന്നാലേ നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വി ഹാവ് ദി essay ദ മിറർ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം വീണ്ടും യു വിൽ ബി ഹാവിംഗ് essay elevation ടെസ്റ്റ്, essay elevation സെഷൻസ് ഉണ്ടാവും. ഇതേപോലെ എങ്ങനെ ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, എങ്ങനെ കണക്ടേഴ്സ്, നമ്മൾ essay ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെ ശരിയാക്കുന്ന കാര്യങ്ങൾ സെഷൻസ് ഉണ്ടാവും. ദെൻ ഫസ്റ്റ് essay ഡിസ്കഷൻ ഉണ്ടാവും. ആൻഡ് ഇൻ ബിറ്റ്വീൻ യു വിൽ ബി ഓൾസോ ഹാവിംഗ് യുവർ 1-on-1 സെഷൻസ്. അതായത് നിങ്ങളുടെ essayയുമായി നിങ്ങൾക്ക് മെന്ററുമായിട്ട്, മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ ഭാഷി സാറോ ആണ് ഉണ്ടാവുക. ലൈക്ക് വിൽ ബി ഡയറക്ട്ലി ഇൻവോൾവിംഗ് ഇൻ ദിസ് പ്രോഗ്രാം 100%. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നിങ്ങളുടെ 1-on-1 സെഷൻസ് ഇതുകൊണ്ട് എവിടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം, എവിടെ നമുക്ക് കുറയ്ക്കണം, നിങ്ങൾ എഴുതിയത് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്ത് കൂടുതൽ ആഡ് ചെയ്യാം, എന്ത് കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പാരലലി നോട്ട് മേക്കിംഗ് നടക്കുന്നുണ്ടാവും essayയുടെ. ആ രീതിയിൽ പോയിട്ട് നമ്മൾ രണ്ടാമത്തെ essay എഴുതും. എന്ത് ദി സ്പാർക്ക് ദ സ്റ്റേജ് ഓഫ് റിഫൈൻമെന്റ്. അതായത് നമ്മൾ ഓൾറെഡി ചെയ്ത essayയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കാര്യങ്ങൾ വെട്ടിച്ചുരുക്കുകയും കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ ആവുന്ന രീതിയിൽ, അതായത് ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വയ്ക്കണം നമ്മൾ രണ്ടാമത്തെ essayയിൽ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ essay എഴുതുന്നു, അതിന് ഡിസ്കഷൻ വയ്ക്കുന്നു, അതിലും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ മാറ്റങ്ങൾ വരുന്നു. അപ്പൊ 2 essay എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിന്റെ ബേസിലും നിങ്ങൾക്ക് കിട്ടുന്ന റിയലൈസേഷന്റെ ബേസിലും നമ്മൾ മൂന്നാമത്തെ essay എഴുതും, ദ ക്ലൈംബ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഓൾറെഡി വരുത്തിയ മാറ്റങ്ങൾ, തെറ്റുകളിൽ നിന്ന് ധാരാളം മാറ്റങ്ങൾ വരുത്തുന്ന essay ആയിരിക്കും മൂന്നാമത്തെ essay. അത് വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, 2 essay കഴിയണം ബേസിക്കലി എന്ത് ചെയ്യണമെങ്കിൽ, നമുക്കൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോഴേക്കും നമ്മൾ കുറച്ച് കണ്ടന്റും പഠിച്ചിട്ടുണ്ടാവും, കുറച്ച് നോട്ട്സ്, കോട്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങളുടെ essayക്ക് കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഇതിലും എന്ത് ചെയ്യും, നമ്മൾ ആ 3ാം സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോഴും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതും ഫില്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ 3 essay കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ essay ഒരു ഓൾമോസ്റ്റ് നിയർ ടു ഒരു 120 മാർക്ക് അല്ലെങ്കിൽ 100+ എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കും. അതിനുശേഷം essay 4 ദി കോമ്പസ്. കോമ്പസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ദി അഷ്വറിംഗ് ദി പാത്ത്, അതായത് നിങ്ങൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അത് അപ്ലൈ ചെയ്യുന്നു. ദെൻ 5th ദി സിമുലേറ്റർ, ദി പെനൾട്ടിമേറ്റ് സ്റ്റെപ്പ്. ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ആ ഒരു 120+ എന്ന രീതിയിലേക്ക് നമ്മുടെ essay ഉയർത്തുവാൻ പറ്റണം. ആ 120+ എന്നുള്ളതിലേക്ക് എത്തുന്നു. ആൻഡ് അതിന്റെയും ഡിസ്കഷൻ ഉണ്ടാവും. ആൻഡ് ഫൈനലി ടു എൻഷുർ യു വിൽ ബി ഹാവിംഗ് 1 more essay, ദാറ്റ് ഇസ് ദി ലോഞ്ച് പാർട്ട് ടു ദ മെയിൻസ്. ഇതാണ് നമ്മൾ ബേസിക് പ്രോഗ്രാം വരുന്നത്. ഓഗസ്റ്റ് 9 ആകുമ്പോഴേക്കും നമ്മൾ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ പ്രോഗ്രാം ഇട്ടിട്ടുള്ളത്. സോ അപ്പോഴേക്കും ഒരു 6 ടെസ്റ്റ് വഴിയും വർക്ക്ഷോപ്പ് സെഷൻസ് വഴിയും യു വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദി essay. essay എന്ന് പറയുന്ന സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡിയാക്കി വെക്കാൻ പറ്റും. അലോങ് വിത്ത് ദി നോട്ട്സ്, ഈ essay എഴുതാൻ വേണ്ട നോട്ട്സ് അടക്കം നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. So those who are interested to join, you can call on this number 9995160836 എന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലോ മതി. You will be added to a Telegram group where you will getting some materials also. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ബേസിക് ഐഡിയ. സോ ഇനി ഡേ ആഫ്റ്റർ ടുമോറോ വിൽ ബി ഹാവിംഗ് 1 more സെഷൻ, ദാറ്റ് ഇസ് റിഗാർഡിംഗ് essay brainstorming. Okay, thank you everyone.